ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. നമ്മുടെ വിശുദ്ധ കരങ്ങൾ ഉയർത്തി കർത്താവിന് മഹത്വം കൊടുക്കാം. ನಮ್ಮ ಪರಿಶುದ್ಧವಾದಂತ ಕರಗಳನ್ನು ಮೇಲಕ್ಕೆ ಮಾಡಿ ನಾವು ದೇವರಿಗೆ ಸ್ತೋತ್ರವನ್ನು ಸಲ್ಲಿಸುವ. ಹಲ್ಲೆಲೂಯ. ഈ വൈകുന്നേരം എത്ര പേർ സന്തോഷത്തോടെ ഇരിക്കുന്നു? ಈ ಸಂಜೆ ವೇಳೆಯಲ್ಲಿ ಎಷ್ಟು ಜನ ಸಂತೋಷವುಳ್ಳವರಾಗಿದ್ದೀರಿ? കഴിഞ്ഞ ഓരോ നിമിഷങ്ങളിലും ദൈവ സാന്നിധ്യത്താൽ പരിശുദ്ധാത്മാവ് നമ്മെ നിറച്ചുകൊണ്ടിരുന്നു. ಕಳೆದ ಕ್ಷಣಗಳೆಲ್ಲ ದೇವರು ಆತನ ಪರಿಶುದ್ಧ ಆತ್ಮನ ಮೂಲಕವಾಗಿ ತುಂಬಿಸಿ ನಮ್ಮನ್ನು ನಡೆಸುತ್ತಲೇ ಇದ್ದನು. കർത്താവിന്റെ കൃപയാൽ പരിശുദ്ധാത്മാവ് നമ്മെ നിറച്ചുകൊണ്ടിരുന്നു. ಕರ್ತನ ಕೃಪೆಯಿಂದ ಮೂಲಕವಾಗಿ ಕರ್ತನ ಆತ್ಮನಿಂದ ತುಂಬಿಸಲ್ಪಡುತ್ತಲೇ ಇದ್ದನು. ദൈവം ഇന്നും ഈ രാത്രിയിലും എന്നേക്കും നമ്മെ വഴി നടത്തുന്ന ദൈവം. ದೇವರು ಇವತ್ತಿಗೂ ನಾಳೆಯೂ ಎಂದೆಂದಿಗೂ ಸಹ ಆತ ನಮ್ಮನ್ನು ನಡೆಸುವಂತವನಾಗಿದ್ದಾನೆ. കർത്താവ് ഇന്ന് ഈ പകലിൽ നമ്മെ സഹായിക്കാൻ പോകുകയാണ്. ಕರ್ತನ ಈ ಸಂಜೆ ವೇಳೆ ನಮ್ಮೆಲ್ಲರಿಗೂ ಸಹಾಯ ಮಾಡುವವನಾಗಿರುತ್ತಾನೆ. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ ಎಲ್ಲರೂ ಕಣ್ಣುಗಳನ್ನು ಮುಚ್ಚಿ ನಾವು ದೇವರ ಸನ್ನಿಧಿಯಲ್ಲಿ ಪ್ರಾರ್ಥಿಸುವ. ಪ್ರಿಯರೇ, എല്ലാ കണ്ണുകളും അടച്ച് ദൈവസന്നിധിയിൽ ಎಲ್ಲರೂ ಕಣ್ಣುಗಳನ್ನು ಮುಚ್ಚಿ ದೇವರ ಸನ್ನಿಧಿಯಲ್ಲಿ ಪ್ರಾರ್ಥಿಸುವ. കർത്താവ് ഈ രാത്രിയിൽ നമ്മോട് സംസാരിക്കട്ടെ. ಕರ್ತನು ಈ ರಾತ್ರಿ ವೇಳೆ ನಮ್ಮ ಜೊತೆ ಮಾತನಾಡಲಿ. ദൈവ ശബ്ദത്തെ കർത്താവ് കേൾപ്പിക്കട്ടെ. ದೇವರ ಶಬ್ದವನ್ನು ನಮ್ಮ ಕಿವಿಗಳಿಗೆ ಬೀಳುವಂತೆ ಕರ್ತನು ಮಾಡಲಿ. ಬಾಯಿಗಳು ತೆರೆದು ನಾವು ಕರ್ತನ ಸನ್ನಿಧಿಯಲ್ಲಿ ಪ್ರಾರ್ಥಿಸುವ. എല്ലാ കണ്ണുകളും അടച്ചോട്ടെ. ನಾವೆಲ್ಲರೂ ಕಣ್ಣುಗಳನ್ನು ಮುಚ್ಚಿ ಪ್ರಾರ್ಥಿಸುವ. ഇന്ന് ഈ വൈകുന്നേരം ഇതിനകത്ത് തുടങ്ങുകയാണ്. ಆ ದೇವರ ಸಾನ್ನಿಧ್ಯವು ಈ ಸಂಜೆ ವೇಳೆಯಲ್ಲಿ ನಮ್ಮ ಮಧ್ಯದಲ್ಲಿ ಇಳಿದುಕೋಸ್ಕರವಾಗಿ കരയുന്നവരുടെ കണ്ണുനീർ തുടയ്ക്കുന്ന ഒരു കർത്താവ്, ಅಂದ್ರೆ ಅಳುವವರ ಕಣ್ಣೀರನ್ನು ನನ್ನ ದೇವರು ಒರೆಸುವವನಾಗಿರುತ್ತಾನೆ. ക്ഷീണിതൻ ആകുമ്പോ തോളതിൽ വഹിച്ച് ലാളിച്ച് നടത്തും അപ്പനേ. ക്ഷീണിതൻ ആകുമ്പോ തോളതിൽ വഹിച്ച് ലാളിച്ച് നടത്തും അപ്പനേ. അങ്ങേക്കാൾ വേറെയൊന്നിനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ. അങ്ങേക്കാൾ വേറെയൊന്നിനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. നിങ്ങൾക്ക് എത്ര പേർക്ക് ഉറപ്പുണ്ട് കർത്താവ് അന്ത്യം വരെ നടത്തുന്ന ദൈവമെന്ന്? ನಿಮಗೆ ಎಷ್ಟು ಜನರಿಗೆ ದೃಢತೆ ಇದೆ ಅಂತ್ಯದವರೆಗೂ ದೇವರು ನಮ್ಮನ್ನು ನಡೆಸುತ್ತಾನೆ ಅಂತ ಹೇಳಿ? ಆಮೆನ್. ജീവിതത്തിൽ വഴിയിൽ ഇട്ടേച്ച് പോകാത്ത ദൈവമാണെന്ന് ഉറപ്പുള്ള ബോധ്യം എത്ര പേർക്കുണ്ട്? ಅಂದ್ರೆ ಜೀವಿತದ ಮಧ್ಯದಲ್ಲಿಯೇ ನಮ್ಮನ್ನು ಕೈ ಬಿಟ್ಟು ಹೋಗದೆ ಇರುವಂತ ದೇವರು ನಮ್ಮನ್ನು ಸದಾಕಾಲ ಕೊನೆಯವರೆಗೂ ನಮ್ಮನ್ನು ನಡೆಸುತ್ತಾನೆ ಅಂತ ಹೇಳಿ ಎಷ್ಟು ಜನರಿಗೆ ನಂಬಿಕೆ ಇದೆ? എങ്കിൽ നിങ്ങളോട് വൈകുന്നേരം ഞാൻ പറയാനൊരു ദൂത് നിങ്ങളുടെ മധ്യത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. ಆಗಿರುವುದಾದ್ರೆ ಈ ಸಂಜೆ ವೇಳೆಯಲ್ಲಿ ನಿಮ್ಮನ್ನು ನೋಡಿಕೊಂಡು ಒಂದು ಆಲೋಚನೆ ಹೇಳಿ ಇಷ್ಟಪಡುತ್ತೇನೆ. കർത്താവ് വിശ്വസ്തനാത്ര. ಕರೆದಂತ ದೇವರು ನಂಬಿಗಸ್ತನಾದಂತ ದೇವರು. വഴിയിൽ ഇട്ടേച്ച് പോകാത്തൊരു ಆತನ ಎಂದಿಗೂ ಸಹ ನಮ್ಮನ್ನು ಮಾರ್ಗದ ಬದಿಯಲ್ಲಿ ಬಿಟ್ಟು ಹೋಗುವಂತ ದೇವರಲ್ಲ. ആ കർത്താവിന്റെ സ്നേഹം അറിയുന്നവർ അനുഭവിക്കുന്നവർ ഒന്നുറക്കെ പറഞ്ഞേ, യേശുവേ അങ്ങന്റെ അപ്പനാണ്. ಅಂದ್ರೆ ಆ ಕರ್ತನ ಸ್ನೇಹವನ್ನು ಆ ಕರ್ತನ ಪ್ರೀತಿಯನ್ನು ಅನುಭವಿಸುತ್ತಾ ಇರುವವರು ಬಾಯಿಗಳನ್ನು ತೆರೆದು ಹೇಳಿರಿ, ಯೇಸುವೆ ನೀನೇ ನನ್ನ ತಂದೆಯಾಗಿದೀಯಾ. ചില ദിവസങ്ങൾക്കൊക്കെ മുമ്പ്, ಕೆಲವು ದಿನಗಳ ಮುಂಚೆ ഞാൻ ഒന്ന് ക്ഷീണിതനായി. ನಾನು ಬಹಳ ಬಲಹೀನನಾಗಿದ್ದೆ. ഒത്തിരി 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 ശരീരം തളർന്നു പോയി. ನನ್ನ ಶರೀರ ಬಹಳ ಕುಂದಿ ಹೋಗಿತ್ತು. എന്റെ പപ്പ ഞാൻ തളർന്നു വീഴുന്ന സ്ഥാനത്ത് എന്നെ കൈകളിൽ താങ്ങിയെടുത്തപ്പോൾ എനിക്കുണ്ടായ സന്തോഷം. ಅದೇ ನಾನು ಬಹಳವಾಗಿ ಬಲಹೀನನಾಗಿ ಬಿದ್ದು ಹೋದಂಥ ವೇಳೆಯಲ್ಲಿ ನನ್ನ ತಂದೆ ನನ್ನನ್ನು ಆಲಂಗಿಸಿ ನನ್ನನ್ನು ಎತ್ತುಕೊಂಡು ಹೋದಂಥ ಆ ಒಂದು ಸನ್ನಿವೇಶ ಬಹಳ ಸಂತೋಷವನ್ನು ನನಗೆ ಉಂಟು ಮಾಡಿತು. മനസ്സിലാക്കി യേശുവിന്റെ സ്നേഹം ഇതുപോലെ തന്നെയാണ്. ಆಗ ನನಗೆ ಗೊತ್ತಾಯ್ತು, ನನ್ನ ಯೇಸುವಿನ ಪ್ರೀತಿ ಇದಕ್ಕಿಂತಲೂ ಮಿಗಿಲಾಗಿರುವಂತದ್ದಾಗಿದೆ ಅಂತ ಹೇಳಿ. യേശുവിന്റെ കരുതൽ ഇതുപോലെ തന്നെയാണ്. ಯೇಸುವಿನ ಆ ಒಂದು ಸಂತೈಸುವಿಕೆ ಇದಕ್ಕಿಂತಲೂ ಮಿಗಿಲಾಗಿರುವಂತದ್ದಾಗಿರುತ್ತದೆ. ആ അർത്ഥം വരുന്ന ഒരു പാട്ടാണ് നിങ്ങളുടെ മധ്യത്തിൽ ഇപ്പോൾ ಆ ಒಂದು ಅರ್ಥ ಇರುವಂತ ಹಾಡನ್ನೇ ನಾ ಈ ಒಂದು ಮಧ್ಯಾಹ್ನದ ವೇಳೆ ನಾ ಹೇಳುತ್ತಿದ್ದೇನೆ. ക്ഷീണിതൻ ആകുമ്പോൾ തോളതിൽ വഹിച്ച് ലാളിച്ച് നടത്തും അപ്പനേ. ക്ഷീണിതൻ ആകുമ്പോൾ തോളതിൽ വഹിച്ച് ലാളിച്ച് നടത്തും അപ്പനേ. അങ്ങേക്കാൾ വേറെയൊന്നിനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ. അങ്ങേക്കാൾ വേറെയൊന്നിനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ. കമോൺ ചേർന്ന് പറഞ്ഞേ, ನಾವೆಲ್ಲರೂ ಸೇರಿ ಹೇಳುವ, സ്നേഹിക്കില്ല ഞാൻ യേശുവേ. നീ എനിക്കായി ചെയ്തതും നീ
എനിക്കായി ചെയ്തതും നീ എനിക്കായി ചെയ്തതും നീ എനിക്കായി ചെയ്തതും ഒരു കണ്ണും അത് കണ്ടിട്ടില്ല, കാതുകളും അത് കേട്ടതില്ല, ഹൃദയത്തിൽ തോന്നിയതല്ല. ഒരു കണ്ണും അത് കണ്ടിട്ടില്ല, കാതുകളും അത് കേട്ടതില്ല, ഹൃദയത്തിൽ തോന്നിയതല്ല. ഒരു കണ്ണും അത് കണ്ടിട്ടില്ല, കാതുകളും അത് കേട്ടതില്ല, ഹൃദയത്തിൽ തോന്നിയതല്ല. ചേർന്ന് പറയാമോ? കണ്ണും അത് കണ്ടിട്ടില്ല, കാതുകളും അത് കേട്ടതില്ല, ഹൃദയത്തിൽ തോന്നിയതല്ല. ഹല്ലേലൂയ, 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 ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിത്യനായ ദൈവമേ, ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സായാഹ്ന സമയത്ത് ഓർത്ത് അങ്ങേ വാഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവേ, അങ്ങയുടെ വലിയ സാന്നിധ്യത്തെ കൊണ്ട് ഒരു രാത്രി കൂടെ ഞങ്ങൾ നിറയ്ക്കണമേ. അങ്ങയുടെ വലിയ കൃപയാൽ ഒരു രാത്രി കൂടെ ഞങ്ങൾ നിറയ്ക്കണമേ. ഇന്ന് രാത്രിയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ ചോദിക്കുന്നതിലും ഞങ്ങൾ നനയ്ക്കുന്നതിലും അത്യന്തപരമായി അങ്ങയുടെ ശക്തി ഞങ്ങളുടെ ജീവിതത്തിനകത്ത് ഇന്ന് രാത്രി ഒരിക്കൽ കൂടി പകരാൻ കർത്താവ് ആഗ്രഹിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അങ്ങേക്ക് ഞങ്ങളുടെ അവസ്ഥകൾ നന്നായിട്ട് അറിയാം, അങ്ങേക്ക് ഞങ്ങളുടെ വേദനകൾ നന്നായിട്ട് അറിയാം. വേദനകളുടെ ആഴത്തിൽ അങ്ങയുടെ പ്രവൃത്തി വെളിപ്പെട്ട് തുടങ്ങട്ടെ. ശൂന്യതകൾക്ക് ആഴത്തിൽ ദൈവ പ്രവൃത്തി ആരംഭിക്കട്ടെ. എല്ലാ തടസ്സങ്ങൾ യേശുവിൻ നാമത്തിൽ അധികാരത്തോടെ കൽപ്പിക്കുന്നു. ഈ സമയം വഴിമാറട്ടെ. അത്ഭുതകരമായ ദൈവപ്രവൃത്തി ചലിക്കണം. മഹത്വം മുഴുവനും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കരങ്ങൾ ഉയർത്തി കർത്താവിന് ഒരു ആമേൻ പറഞ്ഞ് ಕರಗಳನ್ನು ಚಲಿಸಿ ಒಳ್ಳೆ ರೀತಿಯಲ್ಲಿ ಆಮೆನ್ ಹಲ್ಲೆಲೂಯಾ. ಒಳ್ಳೆ ರೀತಿಯಲ್ಲಿ ಚಲಿಸಿ ನಾವು ದೇವರಿಗೆ ಹಲ್ಲೆಲೂಯಾ ಹೇಳುವ ಪ್ರಿಯರೇ, ಹಲ್ಲೆಲೂಯಾ. ದೈವ ಸಾನ್ನಿಧ್ಯ ಈ ವೈಗಿಂತರ ಭಯಂಕರವಾದಂತ ದೈವಿಕವಾದಂತ ಸಾನ್ನಿಧ್ಯ ಈ ಸಂಜೆ ವೇಳೆಯಲ್ಲಿ ನಮ್ಮ ಮಧ್ಯದಲ್ಲಿ ಆವರಿಸಿಕೊಂಡಿದೆ ಪ್ರಿಯರೇ. ಸೆಕ್ಷನಿൽ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ കുറിച്ചാണ്. ಅಂದ್ರೆ ಕಳೆದ ಸೆಕ್ಷನ್ ಅಲ್ಲಿ ನಾವು ಕೇಳುತ್ತಿದ್ದಂತ ಒಂದು ಸಂದೇಶವಾಗಿದೆ ದೇವರ ಆತ್ಮನ ಒಂದು ಬಲವು. ശക്തി വെളിപ്പെട്ടത് സാന്നിധ്യത്തിന്റെ നടുവിലാണ്. ಅಂದ್ರೆ ಶಕ್ತಿಯಲ್ಲಿ ಪ್ರಕಟವಾದದ್ದು ಸಾನ್ನಿಧ್ಯ ಬಂದಾಗ സാന്നിധ്യം അനുഭവിച്ചവർ ശക്തിയാൽ നിറഞ്ഞു. ಅಂದ್ರೆ ಸಾನ್ನಿಧ್ಯವನ್ನು ಅನುಭವಿಸಿದ ನಂತರವಾಗಿ ಅವರು ಶಕ್ತಿಯಿಂದ ತುಂಬಲ್ಪಟ್ಟರು. ശക്തി നിറഞ്ഞവർ ഇരിപ്പിടം വിട്ട് എഴുന്നേറ്റു. ಅಂದ್ರೆ ಶಕ್ತಿಯನ್ನು ಹೊಂದಿಕೊಂಡವರು ಕುಳಿತುಕೊಂಡಿರುವಂತಹ ಸ್ಥಳವನ್ನು ಬಿಟ್ಟು ಎದ್ದರು. ಯಾಕೆ ಅವರು ಎದ್ದುಕೊಂಡರು? ಎഴുന്നേറ്റെടുത്ത് നിന്ന് ഒരു പുറപ്പെടലിന് തയ്യാറായി. ಎದ್ದ ನಂತರವಾಗಿ ಅಲ್ಲಿಂದ ಒಂದು ಹೊರಡುವಿಕೆ ಅವರ ಜೀವಿತದಲ್ಲಿ ಉಂಟಾಯಿತು. ಯಾಕೆ ಅವರು ಹೊರಡುತ್ತಿದ್ದಾರೆ? അടുത്ത ദൂത് ഞാൻ ചേർത്ത് പറയുന്നു. ಇನ್ನೊಂದು ಆಲೋಚನೆ ನಾನು ಹೇಳುತ್ತೇನೆ. പുറപ്പെടുന്നവർ ചിലത് ചെയ്യാൻ പോകുകയാണ്. ಹೊರಡುವಂತದ್ದು ಏನೋ ಕೆಲವೊಂದನ್ನು ಮಾಡುವುದಕ್ಕೋಸ್ಕರವಾಗಿ ಆಗಿದೆ. സകലതും പുറപ്പെടുന്നവരുടെ മുമ്പിൽ കീഴടങ്ങും. ಸಕಲ ಹೊರಡುವವರ ಮುಂದೆ ಎಲ್ಲವೂ ಅಡಗುವಂತದಾಗಿರುತ್ತದೆ. പരിശുദ്ധാത്മാവിന്റെ ശക്തി നിങ്ങളിൽ നിന്ന് പട്ടണങ്ങളിലേക്ക് ചലിക്കാൻ പോകുന്നു. ಪರಿಶುದ್ಧಾತ್ಮನ ಶಕ್ತಿ ನಿಮ್ಮ ಮೂಲಕವಾಗಿ ಪಟ್ಟಣಗಳನ್ನು ಆವರಿಸಿಕೊಳ್ಳುವಂತದಾಗಿರುತ್ತದೆ. ಇದು ಆರ್ಕು ಮಡಕಿ വെക്കാൻ പറ്റാത്ത ശക്തി. ಯಾರಿಗೂ ಸಹ ಅಡಗಿಸಿ ಇಡಲು ಸಾಧ್ಯವಿಲ್ಲದ ಶಕ್ತಿಯಾಗಿರುತ್ತದೆ. ಆರ್ಕು ಒದಕಿ വെക്കാൻ പറ്റാത്ത ശക്തി. ಯಾರಿಗೂ ಸಹ ಅಡಗಿಸಿ ಇಡಲು ಸಾಧ್ಯವಿಲ್ಲದ ಶಕ್ತಿ ನಮ್ಮ ಮಧ್ಯದಲ್ಲಿ ಚಲಿಸುತ್ತಾ ಇದೆ. പുറപ്പെടുന്ന ശക്തി ಅದು ನಮ್ಮ ಮೂಲಕವಾಗಿ ಹೊರಡುವಂತ ಶಕ್ತಿ ಆಗಿರುತ್ತದೆ. ಅದು ಈ ವೈകുന്നേരം നമ്മളിൽ നിന്ന് ചലിക്കാൻ പോകുകയാണ്. ಈ ಸಂಜೆ ವೇಳೆ ನಮ್ಮ ಮಧ್ಯದಿಂದ ಅದು ಚಲಿಸುವಂತದಾಗಿರುತ್ತದೆ. ചലിക്കാൻ പോകുകയാണ്. ಚಲಿಸುವಂತದಾಗಿರುತ್ತದೆ. ഇരിക്കുന്നവർക്ക് കൈ കൊടുത്തിട്ട് ഉറക്കെ പറഞ്ഞ് ചലിക്കാൻ പോകുക ദൈവശക്തി. ಪಕ್ಕದಲ್ಲಿರುವವರಿಗೆ ಕರಗಳನ್ನು ಕೊಟ್ಟು ಹೇಳಿರಿ ಚಲಿಸುವಂತದಾಗಿರುತ್ತದೆ. ദൈവശക്തി ചലിക്കാൻ പോകുക. ದೇವರ ಶಕ್ತಿ ಚಲಿಸುವಂತದಾಗಿರುತ್ತದೆ. അത് ആർക്കും ഒരു ബോട്ടിൽ വെള്ളം അടച്ച് സൂക്ഷിക്കുന്നത് പോലെ സൂക്ഷിക്കാൻ പറ്റത്തില്ല. ಅಂದ್ರೆ ಒಂದು ಬಾಟಲಲ್ಲಿ ನೀರನ್ನು ತುಂಬಿಸಿ ಶೇಖರಿಸಿ ಮುಚ್ಚಳ ಹಾಕಿ ಇಡುವ ರೀತಿಯಲ್ಲಿ ಅಭಿಷೇಕವನ್ನು ಮುಚ್ಚಳಾಗಿ ಒಂದು ಕಡೆಯಲ್ಲಿ ತುಂಬಿಸಿ ಇಡಲು ಸಾಧ್ಯವಿಲ್ಲ. ഞാൻ കഴിഞ്ഞ സെഷനിൽ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരുന്ന വചനം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. കഴിഞ്ഞ സെക്ഷനിൽ സംസാരിച്ചുകൊണ്ടിരുന്ന ദൈവവചനം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. ಕಳೆದ ದಿನಗಳಲ್ಲಿ ನಾನು ಮಾತನಾಡಿದಂತ ಮಾತುಗಳು ನಿಮ್ಮೆಲ್ಲರಿಗೂ ಸಹ ನೆನಪಿದೆ ಅಂತೇಳಿ ನಾನು ನೆನೆಸುತ್ತೇನೆ. വിശുദ്ധിയെ കുറിച്ച്, വേർപാടിനെ കുറിച്ച്, ദൈവസഭയുടെ ദൈവമക്കൾ ദൈവസഭയുമായുള്ള ഒരു ബന്ധം, അതിനെ കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ നമ്മൾ ചിന്തിച്ചു. ಪರಿಶುದ್ಧತೆ, ಅನ್ಯೋನ್ಯತೆ ಮಾತ್ರವಲ್ಲ, ಸಭೆಯ ಜೊತೆಯಲ್ಲಿ ಐಕ್ಯತೆಯಲ್ಲಿ ನಾವು ಇರುವುದಾದ್ರೆ ಏನೆಲ್ಲ ಸಂಭವಿಸುತ್ತದೆ ಅಂತೇಳಿ ನಾನು ಕಳೆದ ದಿನಗಳಲ್ಲಿ ನಾನು ನಿಮ್ಮ ಜೊತೆಯಲ್ಲಿ ಹಂಚಿಕೊಳ್ಳುತ್ತಾ ಇದ್ದೆ. എന്തിന് ദൈവസഭയോട്
സഭയോട് ദൈവജനത്തെ കൂട്ടിച്ചേർത്ത് നിർത്തിയിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ಯಾಕೆ ದೇವರು ಸಭೆಯ ಜೊತೆಯಲ್ಲಿ ಜನರನ್ನು ಕೂಡಿಸಿ ನಿಲ್ಲಿಸಿದ್ದಾರೆ ಅಂತ ನಾನು ಹೇಳುವುದಾದರೆ ഞാൻ നിങ്ങളോട് പറയാൻ ಒಂದು ಕಾರ್ಯವನ್ನು ನಿಮ್ಮ ಜೊತೆಯಲ್ಲಿ ಹೇಳಲು ಇಷ್ಟಪಡುತ್ತೇನೆ. ദൈവ സഭയിൽ ചേർന്ന് നിൽക്കുന്നവർ ചേർന്ന് നിന്ന് അസാധാരണമായ ദൈവ പ്രവർത്തികൾക്ക് ആരംഭം കുറിക്കും. ದೇವರ ಸಭೆಯ ಜೊತೆಯಲ್ಲಿ ಯಾರೆಲ್ಲ ಸೇರಿ ನಿಂತಿರುತ್ತಾರೋ ಅವರು ಸುಮ್ಮನೆ ಇರಲು ಸಾಧ್ಯ ಇಲ್ಲ. ಅವರು ದೇವರಿಗೋಸ್ಕರವಾಗಿ ದೇವರ ಕಾರ್ಯಗಳನ್ನು ಮಾಡುವವರಾಗಿರುತ್ತಾರೆ. സഭയിൽ ചേർന്ന് നിൽക്കുന്നവർ സാന്നിധ്യത്തോടെ ചേർന്ന് നിൽക്കുന്നു. ಸಭೆಯ ಜೊತೆಯಲ್ಲಿ ಸೇರಿ ನಿಲ್ಲುವವರು ಸಾನ್ನಿಧ್ಯದ ಜೊತೆಯಲ್ಲಿ ಸೇರಿ ನಿಲ್ಲುವವರಾಗಿರುತ್ತಾರೆ. ചേർന്ന് നിൽക്കുന്നവർ ദൈവ സാന്നിധ്യത്തോട് ചേർന്ന് നിൽക്കുന്നു. കൂട്ടದ ಜೊತೆಯಲ್ಲಿ ದೇವರ ಸಭೆಯಲ್ಲಿ ಸೇರಿ ನಿಲ್ಲುವವರು ದೇವರ ಸಾನ್ನಿಧ್ಯದೊಂದಿಗೆ ನಿಲ್ಲುವವರಾಗಿರುತ್ತಾರೆ. കാരണം ഞാൻ കഴിഞ്ഞ സെഷനിൽ കൊണ്ടെത്തിച്ച ഭാഗം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. 2-3 പേർ ഐക്യമത്യപ്പെട്ട് കൂടി വന്ന് പ്രാർത്ഥിക്കുന്നിടത്ത് ദൈവ സാന്നിധ്യം ഉണ്ട്. ಕಳೆದ ದಿನಗಳಲ್ಲಿ ನಾನು ನಿಮಗೆ ಹೇಳಿಕೊಟ್ಟ ರೀತಿಯಲ್ಲಿ ಎಲ್ಲಿ ಇಬ್ಬರಾಗಲಿ ಮೂವರಾಗಲಿ ಕೂಡಿ ಬರುತ್ತಾರೆ ಅವರ ಮಧ್ಯದಲ್ಲಿ ನಾನು ಇದ್ದೇನೆ ಅಂತ ಹೇಳಿ ದೇವರ ವಾಕ್ಯ ಹೇಳುವಂತದ್ದಾಗಿರುತ್ತದೆ. അങ്ങനെയാണെങ്കിൽ ഈ കൂട്ടായ്മയുടെ നടുവിലും ദൈവ സാന്നിധ്യം ഉണ്ട്. ಆಗಿರುವುದಾದ್ರೆ ಈ ಒಂದು ಕೂಟದ ಮಧ್ಯದಲ್ಲಿ ಸಹ ದೇವರ ಸಾನ್ನಿಧ್ಯ ಇದೆ. ഒന്നുകൂടെ അടുത്തിരിക്കുന്നവർക്ക് ಕೈ കൊടുത്തിട്ട് ಪಕ್ಕದಲ್ಲಿರುವ ಕರಗಳನ್ನು ಕೊಟ್ಟು ಸ್ವಲ್ಪ ಕುಲುಕಿ ಅವರನ್ನು ನೋಡಿ ಈ ರೀತಿಯಲ್ಲಿ ಹೇಳಿ, സാന്നിധ്യത്തെ പിടിച്ച് അടക്കി ഒതുക്കി വെക്കരുത്. ಸಾನ್ನಿಧ್ಯವನ್ನು ಅಡಗಿಸಿ ಮುಚ್ಚಿ ಇರಬಾರದು. ഇത് ഏറ്റവും ഒടുവിലത്തെ സെഷൻ ആണ്. ഇപ്പോ ಇದು ಕೊನೆಯ ಸೆಕ್ಷನ್ ಆಗಿರುತ್ತದೆ. ഇന്നത്തെ ദിവസത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ സെഷൻ ആണ്. ಇವತ್ತಿನ ಕೊನೆಯ ಸೆಕ್ಷನ್ ಆಗಿರುತ್ತದೆ. ഈ സെക്ഷനിൽ സാന്നിധ്യത്തെ ഒതുക്കി വെക്കരുത്. ಯಾವ ಕಾರಣಕ್ಕೂ ಸಾನ್ನಿಧ್ಯವನ್ನು ಅಡಗಿಸಿ ಬಾಯಿಗೆ ಮುಚ್ಚಳ ಹಾಕಿ ಇಡಬಾರದು. നിങ്ങൾക്കറിയാവോ, കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ കർത്താവിന്റെ ദാസന്റെ ഭവനത്തിൽ ഇരുന്ന് ഞങ്ങൾ ഒരുമിച്ച് ദൈവദാസന്മാർ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയുണ്ടായി. ಅಂದ್ರೆ ನಾವು ಕಳೆದ ದಿನಗಳಿಂದ ಇಲ್ಲಿ ಕೂಟ ಆದ ನಂತರವಾಗಿ ದೇವ ಸೇವಕರ ಮನೆಗೆ ಹೋಗಿ ನಾವೆಲ್ಲರೂ ಸೇರಿ ಒಂದು ಪ್ರಾರ್ಥನೆಯನ್ನು ಮಾಡುತ್ತಾ ಇರುತ್ತೇವೆ. പ്രിയ അഭിഷേകയും ഞങ്ങൾ ഒരുമിച്ച് എല്ലാവരും ചേർന്ന് ഒരുമിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ ಎಲ್ಲರೂ ಇಲ್ಲಿ ಟ್ರಾನ್ಸ್ಲೇಷನ್ ಮಾಡುವಂತವರು, ವಾದ್ಯ ಬಾರಿಸುವವರು, ಆಡುವವರು ಎಲ್ಲರೂ ಎಲ್ಲಾ ಸೇವಕರು ಒಂದಾಗಿ ಸೇರಿ ನಮ್ಮ ಮನೆಯಲ್ಲಿ ಅನೇಕ ವಿಷಯಗಳಿಗೋಸ್ಕರವಾಗಿ ನಾವು ಪ್ರಾರ್ಥನೆ ಮಾಡುತ್ತಾ ಇರುತ್ತೇವೆ. മഹത്വകരമായ ദൈവ സാന്നിധ്യം ആ ഭവനത്തിന്റെ അന്തരീക്ഷത്തിൽ വെളിപ്പെട്ടു തുടങ്ങി. ಮಹತ್ವದ ಆ ಒಂದು ಸಾನ್ನಿಧ್ಯವು, ಆ ಅಂತರಿಕ್ಷವು ಆ ಒಂದು ಮನೆಯನ್ನೆಲ್ಲ ಸುತ್ತುಕೊಂಡಂತ ಅನುಭವ ನಮ್ಮೆಲ್ಲರಿಗೂ ಸಾಗಿದೆ. അസാധാരണമായ ഒരു ദൈവ സാന്നിധ്യത്തിന്റെ പ്രവൃത്തികളിലേക്ക് ദൈവാത്മാവ് ഞങ്ങളെ ಅಸಾಧಾರಣವಾದಂತ ದೈವಿಕವಾದಂತ ಒಂದು ಮಹತ್ವದೊಳಗೆ ನಮ್ಮೆಲ್ಲರನ್ನು ದೇವರು ಪ್ರವೇಶ ಮಾಡುವಂತೆ ಮಾಡಿದ್ದಾನೆ. അന്ന് പ്രാപിച്ച ദൈവ സാന്നിധ്യം, ആ അനുഭവിച്ച ദൈവ സാന്നിധ്യം ഞങ്ങൾ വെളുപ്പാങ്കാലം 4 മണിയായപ്പോഴും പ്രാർത്ഥനാ റൂമിൽ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ಆವತ್ತು ಅಂದ್ರೆ ನಾವು ಆವತ್ತು ಕೂತ್ಕೊಂಡು ನಾವು ಪ್ರಾರ್ಥನೆ ಮಾಡಿದ್ವು. ನೆನ್ನೆ ದಿನ ಸಹ ನಾವು ಪ್ರಾರ್ಥನೆ ಮಾಡಿದೆವು. ಆ ರಾತ್ರಿ ವೇಳೆಯಲ್ಲಿ ಮಲಗುವುದಕ್ಕಾಗಿ ಹೋಗುವಾಗಲೂ ಸಹ ನಮಗೆ ನಿದ್ರೆ ಬರಲಿಲ್ಲ. 4 ಗಂಟೆವರೆಗೆ ಕುಳಿತುಕೊಂಡು ನಾವು ಪ್ರಾರ್ಥನೆ ಮಾಡುತ್ತಲೇ ಇದ್ದೆವು. സാന്നിധ്യത്തോട് ചേർന്നിരിക്കുന്നവർക്ക് എഴുന്നേൽക്കാൻ കഴിയത്തില്ല. ಆಮೇಲೆ ಸಾನ್ನಿಧ್ಯದ ಜೊತೆಲಿ ಯಾರು ಸೇರಿ ಇರುತ್ತಾರೋ ಅವರಿಗೆ ಎದ್ದು ಹೋಗುವುದಕ್ಕೆ ಸಾಧ್ಯವಾಗುವುದಿಲ್ಲ. ഞാൻ ഇവിടുത്തെ കർത്താവിന്റെ ദാസനെ അഭിനന്ദിക്കുകയാണ്. ನಾನು ಇಲ್ಲಿರುವಂತಹ ದೇವ ಸೇವಕರನ್ನು ನೋಡಿ ನನಗೆ ಬಹಳ ಅಭಿನಂದನೆಯನ್ನು ಮಾಡುತ್ತೇನೆ. പ്രാർത്ഥനയ്ക്ക് കഴിഞ്ഞ് ഞങ്ങൾ ഉറങ്ങാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന്റെ പ്രാർത്ഥന അടുത്ത സ്റ്റെപ്പിൽ കേൾക്കുക. ಅಂದ್ರೆ ಇವರು ಮಲಗುವುದಕ್ಕೋಸ್ಕರವಾಗಿ ಹೋಗುವಾಗ ಸುನಿಲ್ ಪಾಸ್ಟರ್ ಅವರು ಆ ಪ್ರಾರ್ಥನೆಯನ್ನು ಪ್ರಾರಂಭಿಸುತ್ತಾರೆ. ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നു, ನಾನು ಈ ರೀತಿ ಚಿಂತಿಸುತ್ತೇನೆ. ഭവനത്തിനകത്ത് അന്ന് രാത്രി മുഴുവൻ ആരംഭിച്ച ആ ദൈവ സാന്നിധ്യം ഒരു ഭയങ്കര ദൈവ സാന്നിധ്യമായിരുന്നു. അത് കണ്ടിന്യൂ ആയി അവിടെ നിന്ന് ദൈവ സഭയിലേക്ക് അത് വ്യാപരിച്ചു. ಅಂದ್ರೆ ಅದು ಕೇವಲ ಅಲ್ಲಿಯೇ ಮುಗಿಯಲಿಲ್ಲ. ಅದು ದೈವಿಕವಾದಂತ ಸಾನ್ನಿಧ್ಯವು ಮುಂದುವರೆದು ಸಭೆಯ ಜೊತೆಯಲ್ಲಿ ಸಾವರಿಸಿಕೊಂಡಿರುವಂತದ್ದಾಗಿರುತ್ತದೆ. പിറ്റേ ദിവസം ഞങ്ങൾ ഒരുമിച്ച് ദൈവദാസന്മാർ ഈ പ്ലാറ്റ്ഫോമിൽ വന്നു. ಅದಾದ ನಂತರವಾಗಿ ನಾವೆಲ್ಲರೂ ಸೇರಿ ಒಂದಾಗಿ ಈ ಒಂದು ಪೀಠಿಗೆ ಮೇಲೆ ಬಂದೆವು. ഞാൻ അന്ന് കണ്ടത് സഭയിൽ അസാധാരണമായ ഒരു ദൈവ സാന്നിധ്യമായിരുന്നു. ನಾನು ಅವತ್ತು ಸಹ ಕಂಡಂತ ದೃಶ್ಯವೇನೆಂದರೆ ಸಭೆಯ ಒಳಗಡೆ ಅಸಾಧಾರಣವಾದಂತ ದೈವಿಕವಾದಂತ ಸಾನ್ನಿಧ್ಯ ಆವರಿಸಿಕೊಂಡದನ್ನು ನಾನು ನೋಡಿದೆ. ಇವತ್ತು ಸಹ ನಾನು ಹೇಳುವುದೇನೆಂದರೆ സാന്നിധ്യം ഒരിക്കലും തീർന്നു പോകുന്നതല്ല. ಸಾನ್ನಿಧ್ಯವು ಎಂದಿಗೂ ಸಹ ಮುಕ್ತಾಯವಾಗುವಂತದ್ದಲ್ಲ. ദൈവ ശക്തി ഒരിക്കലും തീർന്നു പോകുന്നതಲ್ಲ. ದೇವರ ಶಕ್ತಿ ಎಂದಿಗೂ ಸಹ ಬಿದ್ದು ಹೋಗುವಂತದ್ದಲ್ಲ, ಮುಕ್ತಾಯವಾಗುವಂತದ್ದಲ್ಲ. ಅದು ವರ್ಧಿച്ചു വരുന്നതും തുടർന്ന് പോകുന്നതും ಅದು ಅಭಿವೃದ್ಧಿ ಆಗುವಂತದ್ದು ಮಾತ್ರವಲ್ಲ, ಮುಂದುವರೆದು ಹೆಚ್ಚುತ್ತಾ ಹೋಗುವಂತದೇ ಆಗಿರುತ್ತದೆ. ഒന്നുകൂടെ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുവാൻ ಪುನಃ ನಾನು ನಿಮ್ಮ ನೆನಪಿಗೆ ತರುವುದೇನೆಂದರೆ, സാന്നിധ്യത്തോട് ചേർന്നിരിക്കാൻ ആരെങ്കിലും തയ്യാറാണ്, ದೇವರ ಸಾನ್ನಿಧ್ಯದ ಜೊತೆಯಲ್ಲಿ ಸೇರಿ ನಿಲ್ಲಬೇಕು ಅಂತ ಬಯಸುವವರು ಯಾರೇ ಇರುವುದಾದರೂ ജീവിതത്തിനകത്തെ പ്രശ്നങ്ങളായിരിക്കത്തില്ല അവർക്ക് വലുത്. ಅವರ ಜೀವಿತದಲ್ಲಿ ಇರುವಂತಹ ಸಮಸ್ಯೆಗಳೆಲ್ಲ ಅವರು ದೊಡ್ಡದಾಗಿ ಕಾಣುವಂತದ್ದು. ജീവിതത്തിനകത്തെ പ്രയാസങ്ങളൊന്നുമല്ല ಅವರ ಜೀವಿತದಲ್ಲಿ ಅವರ ಜೀವಿತದಲ್ಲಿ ಇರುವಂತಹ ಸಮಸ್ಯೆಗಳು ದೊಡ್ಡದಾಗಿ ಸಮಸ್ಯೆಗಳನ್ನಾಗಲಿ ಅವರ ಜೀವಿತದಲ್ಲಿರುವಂತಹ ಒಂದು ಸನ್ನಿವೇಶಗಳನ್ನಾಗಲಿ ಅಲ್ಲ ಅವರು ದೊಡ್ಡದಾಗಿ ಕಾಣುವಂತದ್ದು. പ്രതികൂലങ്ങളുടെ നടുവിലും അവരെ നടത്തുന്ന ദൈവ സാന്നിധ്യം, ಅನಾನುಕೂಲದ ಮಧ್ಯದಲ್ಲಿ ಸಹ ಅವರನ್ನು ನಡೆಸುವಂತ ದೇವರ ಸಾನ್ನಿಧ್ಯ. ഞാൻ തിരുവചനത്തിൽ നിന്ന് ദൂതുകൾ സംസാരിക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരു ഭാഗം കൂടെ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ನಾನು ಸತ್ಯವೇದದ ಮೂಲಕವಾಗಿ ವಾಕ್ಯವನ್ನು ಹೇಳುವುದಕ್ಕಿಂತ ಮುಂಚಿತವಾಗಿ ಒಂದು ವಾಕ್ಯವನ್ನು ನಾನು ಹೇಳಲು ಇಷ್ಟಪಡುತ್ತೇನೆ. ಮೋಶೆಯೋട് ദൈവം പറഞ്ഞു, കുഞ്ഞേ നീ എൻ്റെ സാന്നിധ്യത്തിന്റെ അടുക്കലേക്ക് വരിക. ಮೋಶೆಯನ್ನು ನೋಡಿ ದೇವರು ಹೇಳಿದನು, ಮೋಶೆ ನೀನು ನನ್ನ ಸ್ಥಾನಕ್ಕೆ ಹತ್ತಿ ಬಾ. നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകുക. ನೀನು ನಿಂತಿರುವಂತಹ ಸ್ಥಳವು ಪರಿಶುದ್ಧವಾದಂತಹ ಭೂಮಿಯಾಗಿರುತ್ತದೆ. നിന്റെ കാലിൽ കിടക്കുന്ന ചെരുപ്പ് അഴിച്ചു കളഞ്ഞു, ನಿನ್ನ ಕಾಲಿನಲ್ಲಿರುವಂತಹ ಆ ಒಂದು ಚಪ್ಪಲಿಯನ್ನು ತೆಗೆದು ಹಾಕು. എൻ്റെ അടുക്കലേക്ക് വാ, ನೀ ನನ್ನ ಹತ್ತಿರಕ್ಕೆ ಬಾ. എനിക്ക് നിന്നോട് സംസാരിക്കാൻ ആഗ്രഹമുണ്ട്. ನಾನು ನಿನ್ನ ಜೊತೆಯಲ್ಲಿ ಮಾತನಾಡಲು ಬಯಸುತ್ತಾ ಇದ್ದೇನೆ. എനിക്ക് നിന്നോട് വ്യക്തിപരമായി ഇടപെടാൻ ನಾನು ആഗ്രഹമുണ്ട്. ನಿನ್ನ ಜೊತೆಯಲ್ಲಿ ವೈಯಕ್ತಿಕವಾಗಿ ಮಾತನಾಡಲು ಇಷ್ಟಪಡುತ್ತಿದ್ದೇನೆ. ನೀ ನನ್ನ ಸಾನ್ನಿಧ್ಯಕ್ಕೆ ಬಾ.
ഹല്ലേലൂയ ಹಲ್ಲೆಲೂಯಾ, ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. സാന്നിധ്യത്തിലേക്ക് അടുത്ത് കയറിയപ്പോൾ ಯಾವಾಗ ನಾವು ಸಾನ್ನಿಧ್ಯಕ್ಕೆ ಹತ್ತಿರಕ್ಕೆ ಹೋಗುತ್ತೇವೋ, മോശെ അന്ന് വരെ കേട്ടിട്ടില്ലാത്ത ദൈവ ശബ്ദം കേൾക്കാൻ ಮೋಶೆ ಅಲ್ಲಿವರೆಗೂ ಕೇಳುತ್ತಿರುವಂತಹ ದೈವಿಕವಾದಂತಹ ಒಂದು ಸ್ವರವನ್ನು ಆತನು ಕೇಳಿದನು. ദൈവദാസന്മാർ പറഞ്ഞ ദൂതിനുമപ്പുറം, ಆಮೇಲೆ ದೇವರ ಸೇವಕರು ಹೇಳಿದ ಪ್ರಕಾರವಾಗಿ സഭയിൽ കിട്ടിയ ദൂതിനുമപ്പുറം ಸಭೆಗೆ ಸಿಕ್ಕಿರುವಂತಹ ಆಲೋಚನೆಗೆ ദൈവം ಮಿಗಿಲಾಗಿ നിങ്ങളോട് വ്യക്തിപരമായി സംസാരിക്കുന്ന രാത്രിയായി ഈ രാത്രി ದೇವರು മാറട്ടെ. ನಿಮ್ಮ ಜೊತೆಯಲ್ಲಿ ವೈಯಕ್ತಿಕವಾಗಿ ಮಾತನಾಡುವಂತ ರಾತ್ರಿ ಆಗಿರ್ತದೆ ಈ ರಾತ್ರಿ. ദൈവം നിങ്ങളോട് വ്യക്തിപരമായി ഇടപെടുന്ന രാത്രിയായി ഈ രാത്രി മാറട്ടെ. ದೇವರು ಈ ರಾತ್ರಿ ವೇಳೆಯಲ್ಲಿ ವೈಯಕ್ತಿಕವಾಗಿ ಮಾತನಾಡುವಂತ ರಾತ್ರಿ ಆಗಿರುತ್ತದೆ ಈ ರಾತ್ರಿ. അറിയാം നിങ്ങളുടെ പ്രതികൂലത്തിന്റെ നടുവിൽ കർത്താവ് ഈ രാത്രി സംസാരിക്കാൻ ನನಗೆ ആഗ്രഹിക്കുകയാണ്. ಗೊತ್ತುಂಟು, ನಿಮ್ಮ ಅನಾನುಕೂಲತೆ ಮಧ್ಯದಲ್ಲಿ ಸಮಸ್ಯೆಗಳ ಮಧ್ಯದಲ್ಲಿ ಸಹ ನನ್ನ ದೇವರು ನಿಮ್ಮ ಜೊತೆ ಮಾತನಾಡುವವನಾಗಿರ್ತಾನೆ. നിങ്ങളുടെ പ്രശ്നത്തിന്റെ നടുവിൽ കർത്താവ് ഈ രാത്രി നിങ്ങളോട് സംസാരിക്കാൻ ನಿಮ್ಮ ആഗ്രഹിക്കുകയാണ്. ಸಮಸ್ಯೆಗಳ ಮಧ್ಯದಲ್ಲಿ ಸಹ ನಮ್ಮ ದೇವರು ನಿಮ್ಮನ್ನು ಕೈ ಬಿಡದೆ ಆತನು ಮಾತನಾಡುವಂತ ದೇವರಾಗಿರುತ್ತಾನೆ. കർത്താവ് ഈ രാത്രി സംസാരിക്കുന്നത് ಕರ್ತನು ಈ ರಾತ್ರಿ ವೇಳೆಯಲ್ಲಿ ನಿಮ್ಮ ಜೊತೆಯಲ್ಲಿ ಮಾತನಾಡುವವನಾಗಿರುತ್ತಾನೆ. വിശ്വസിക്കുന്നു. അങ്ങനെ വിശ്വസിക്കുന്നെങ്കിൽ മാത്രം നിങ്ങൾ ആ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പറഞ്ഞ എന്റെ ദൈവം ജീവിക്കുന്ന ദൈവം, എന്റെ ദൈവം സംസാരിക്കുന്ന ദൈവം. ಆ ರೀತಿಯಲ್ಲಿ ನಂಬುವವರು ಮಾತ್ರ ನಿಮ್ಮ ನಿಮ್ಮ ಕರಗಳನ್ನು ಮೇಲಕ್ಕೆ ಮಾಡಿ ಹೇಳಿರಿ, ನನ್ನ ದೇವರು ಜೀವಿಸುವಂತ ದೇವರು, ನನ್ನ ದೇವರು ನನ್ನ ಜೊತೆಯಲ್ಲಿ ಮಾತನಾಡುವಂತ ದೇವರು ಅಂತ ಹೇಳಿ. ഹല്ലേലൂയ. ഹല്ലേലൂയ. കഴിഞ്ഞ സെക്ഷനിൽ ദേവദാസൻ കണ്ടു നിർത്തിയ ആ ഭാഗത്തിൽ നിന്ന് കണ്ടിന്യൂവായി നമുക്ക് ദൈവവചനം ചില ഭാഗങ്ങളിൽ കൂടെ ധ്യാനിച്ചതിന് ശേഷം ഞാൻ വളരെ ആരാധനയ്ക്ക് ഇന്ന് ഈ രാത്രി ഇമ്പോർട്ടന്റ് കൊടുക്കുവാൻ ആഗ്രഹിക്കുക. ಅಂದ್ರೆ ಕಳೆದ ಸೆಕ್ಷನ್ ಅಲ್ಲಿ ದೇವ ಸೇವಕರು ಯಾವ ವಾಕ್ಯವನ್ನು ಹೇಳಿದ್ರು ಅದೇ ಒಂದು ವಾಕ್ಯವನ್ನು ನಾವು ಮುಂದುವರಿಸುತ್ತೇನೆ. ಮಾತ್ರವಲ್ಲ, ಕೆಲವೊಂದು ಆಲೋಚನೆಗಳನ್ನು ಹೇಳಿದ ನಂತರವಾಗಿ ನಾವೆಲ್ಲರೂ ಸೇರಿ ಆರಾಧನೆ ಒಳಗೆ ದೇವರ ಆ ಒಂದು ಸಾನ್ನಿಧ್ಯವನ್ನು ನಾವೆಲ್ಲರೂ ಸಹ ಅನುಭವಿಸುವ. കഴിഞ്ഞ സെഷനിൽ മുഴുവൻ നമ്മൾ വചനം കേട്ട് ക്ഷീണിതരായി ഇങ്ങനെ ഇരിക്കുകയാണ്. ಕಳೆದ ಸೆಕ್ಷನ್ ಅಲ್ಲೆಲ್ಲ ದೇವರ ವಾಕ್ಯವನ್ನು ಕೇಳಿ 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 ನಾವೆಲ್ಲ ಬಲಹೀನರಾಗಿದ್ದೇವೆ ಅಂತೇಳಿ ನಾನು ಎನ್ಸ್ಕೊಂಡಿದ್ದೇನೆ. എനിക്കറിയാം, ഞാൻ നിങ്ങളെ പോലെ സാധാരണ ഒരു വിശ്വാസിയായിരുന്നു. പായലിരുന്ന് പായൊക്കെ വലിച്ചു കീറി പാലും കെട്ടിയൊക്കെ നിന്നിട്ട് അത് കർത്താവിനെ പാസ്റ്ററാക്കി. ಅಂದ್ರೆ ನಾನು ಸಹ ನಿಮ್ಮ ಹಾಗೆ ಮೊದಲು ಕುರ್ಚಿಯಲ್ಲಿ ಕುತ್ಕೊಳ್ಳಿಲ್ಲ, ನಾನು ನೆಲದ ಮೇಲೆ ಕುತ್ಕೊಂಡೆ. ನೆಲದಿಂದ ನಾನು ಚಾಪೆಗೆ ಹೋದೆ, ಚಾಪೆಯಲ್ಲಿ ಹಾಡಿ ಕುಳಿದು ಕುಪ್ಪಳಿಸಿ ಆ ಚಾಪೆ ಅರ್ಧೋಯ್ತು. ಅದಾದ ನಂತರವಾಗಿ ಕುರ್ಚಿಗೆ ಹೋದೆ, ಕುರ್ಚಿಯಿಂದ ನನ್ನ ದೇವರು ಸೇವಕನಾಗಿ ಅನೇಕ ಕಷ್ಟಗಳ ಮಧ್ಯದಲ್ಲಿ ಸಹ ನನ್ನ ನಿಲ್ಲಿಸಿರುತ್ತಾನೆ. കഠിനമായി ദൈവിക വചനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്റെ മനസ്സിനകത്ത് തോന്നിയിട്ടുണ്ട്, ഈ പാസ്റ്റിന് വേറെ പണിയൊന്നുമില്ല, ഒന്ന് നിർത്തിയെന്നെങ്കിൽ ചായ കുടിക്കാറെന്നും തോന്നിയിട്ടുണ്ട്. ನಾನು ಎನಿಸ್ತಾ ಇದ್ದೇನೆ, ಕಂಟಿನ್ಯೂ ಆಗಿ ಸತತವಾಗಿ ವಾಕ್ಯವನ್ನು ಹೇಳ್ತಾ ಇದ್ದಾರೆ. ಸ್ವಲ್ಪ ಏನಾದರೂ ವಿರಾಮ ಕೊಟ್ಟಿರುವುದಾದರೆ ನಾವು ಸ್ವಲ್ಪ ಹೊರಗಡೆ ಹೋಗಿ ಚಹಾ ಕುಡಿದು ಸ್ವಲ್ಪ ಫ್ರೆಶ್ ಆಗಿ ಬರ್ತಾ ಇದ್ವಲ್ಲ ಅಂತೇಳಿ ಕೆಲವೊಮ್ಮೆ ಆಲೋಚನೆಗಳು ನನಗೆ ಬರ್ತಾ ಇತ್ತು. ഞാൻ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞല്ലോ, ഒരു മനുഷ്യന്റെ വചന കേൾവി ആയാലും ഒരു പ്രസംഗത്തിന്റെ ശ്രവണമായാലും തീർച്ചയായും സൈക്കോളജി പ്രകാരം ഒരു 20 മിനിറ്റ് ആണ് ಮೈಂಡಿನ പിടിച്ചു നിർത്താൻ പറ്റുന്നത്. ಅಂದ್ರೆ ದೇವರ ವಾಕ್ಯವನ್ನು ನಾವು ಎಷ್ಟೇ ಕೇಳುತ್ತಾ ಇದ್ರು, ನಾವು ಎಷ್ಟೇ ಏಕಾಗ್ರತೆ ಉಳ್ಳವರಾಗಿದ್ದೇವೆ ಅಂತ ಹೇಳಿದ್ರು ಸಹ ಮನೋತಜ್ಞರ ಮೇರೆಗೆ, ವಿಜ್ಞಾನದ ಮೇರೆಗೆ ಒಬ್ಬರ ಏಕಾಗ್ರತೆ ಹೆಚ್ಚು ಕಡಿಮೆ 20 ನಿಮಿಷ ಮಾತ್ರ. ಅದರ ನಂತರವಾಗಿ ಏಕಾಗ್ರತೆಯನ್ನು ನಾವೇನ್ ಮಾಡಿಕೊಳ್ತೇವೆ, ಕಳೆದುಕೊಳ್ಳುವವರಾಗಿರುತ್ತೇವೆ. ഞാനിവിടെ പ്രസംഗിക്കുന്നത് നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ അതൊരു ഓവർലോഡാണ്. ಅಂದ್ರೆ ಇಲ್ಲಿ ನಾನು ಪ್ರಸಂಗ ಮಾಡುವಂಥದ್ದು ನಿಮ್ಮ ಭಾಷೆಯಲ್ಲಿ ನಾನು ಹೇಳಲಿಕ್ಕೆ ಇಚ್ಛಿಸುತ್ತೇನೆ, ಅದು ಓವರ್ಲೋಡ್ ಆಗಬಹುದು. അധികം നിങ്ങളൊന്ന് ശല്യപ്പെടുത്താണ്ട് ഞാൻ വേഗത്തിൽ ನಮ್ಮ ಸಾನ್ನಿಧ್ಯത്തിലേക്ക് ಆರಾಧನೆಗಳಿಗೆ ಆದುದರಿಂದ ನಾನು ನಿಮ್ಮನ್ನು ಬಲಹೀನತೆ ಪಡಿಸಲಿಕ್ಕೆ ಆಗಲಿ ಬೇಸರ ಪಡಿಸಲಿಕ್ಕೆ ಇಷ್ಟಪಡುವುದಿಲ್ಲ. ನಾವೆಲ್ಲರೂ ಒಟ್ಟಾಗಿ ದೇವರ ಸಾನ್ನಿಧ್ಯವನ್ನು ಅನುಭವಿಸೋಣ. ಹಲ್ಲೆಲೂಯಾ, ഹല്ലേലൂയ, ಹಲ್ಲೆಲೂಯಾ. എന്തായാലും അദ്ദേഹം കൊണ്ട് നിർത്തിയെടുത്തത് ഞാനൊന്ന് പൂർത്തീകരിക്കാൻ ಆ ആഗ്രഹിക്കുന്നു. ಒಂದು ಸೇವಕರು ಬಂದು ನಿಲ್ಲಿಸಿದ ಅದೇ ದೇವರ ವಾಕ್ಯದ ಮೂಲಕವಾಗಿ ನಾನು ಮುಂದುವರಿಸಲು ಇಷ್ಟಪಡುತ್ತೇನೆ. കാരണം ഞാൻ ഇന്ന് ഈ വൈകുന്നേരവും സംസാരിക്കാൻ ആഗ്രഹിച്ചത് പരിശുദ്ധാത്മാവിനെ കുറിച്ചായിരുന്നു. ಯಾಕೆಂದರೆ ಈ ಒಂದು ಸೆಕ್ಷನ್ ಅಲ್ಲಿ ಸಹ ನಾನು ಮಾತನಾಡಲು ಇಷ್ಟಪಟ್ಟಿದ್ದು ಪರಿಶುದ್ಧಾತ್ಮನ ಕುರಿತೇ ಆಗಿದೆ. ഒരു കൺഫർമേഷൻ ആണ്, ദൈവം നമ്മളോട് സംസാരിക്കുന്നതിന്റെ ഉറപ്പാണ്. ഇന്ന് രാത്രി കണ്ടിന്യൂ ആയി ആ ഒരു സബ്ജക്ട് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നു. ಅಂದ್ರೆ ಒಂದು ಖಚಿತ ಬೇಕಾಗಿತ್ತು ಪರಿಶುದ್ಧಾತ್ಮನ ಕುರಿತು. ಅದೇ ಪ್ರಕಾರವಾಗಿ ಸೇವಕರು ಮಾತನಾಡಿದ್ರು. ಅದರ ಮುಂದುವರಿಕೆಯನ್ನು ಪರಿಶುದ್ಧಾತ್ಮನ ಅಭಿಷೇಕದ ಕುರಿತು ನಾವು ಮುಂದುವರಿಕೆಯೊಂದಿಗೆ ನಾನು ನಿಮ್ಮ ಸಣ್ಣ ಹೇಳಲು ಇಷ್ಟಪಡ್ತೇನೆ. ചിലരൊക്കെ ഒരു അന്യഭാഷ പ്രാപിക്കാൻ, ചിലർക്ക് ഇങ്ങനെ കഴിഞ്ഞ ദിവസം അന്യഭാഷയെ കുറിച്ച് ക്ലാസ് എടുക്കുന്ന സമയത്തും ആത്മാവിൽ ആരൊക്കെയോ സംസാരിക്കുന്നത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് മാത്രം അന്യഭാഷ കിട്ടത്തില്ലയോ എന്ന് ചോദിച്ചവർക്ക് ഇന്ന് രാത്രി ഒരു ഓഫർ കർത്താവ് തരികയാണ്, ഒരു നല്ലൊരു ഓഫർ തരികയാണ്. ഇന്ന് രാത്രി പ്രാപിക്കാനുള്ളത് നിങ്ങൾ പ്രാപിച്ചു. ಅಂದ್ರೆ ಅನ್ಯ ಭಾಷೆಯ ಕುರಿತು ನಾನು ಮಾತನಾಡಲು ಇಷ್ಟಪಡ್ತೇನೆ. ಕಳೆದ ದಿನಗಳಲ್ಲಿ ಸಹ ನಾನು ಅನ್ಯ ಭಾಷೆಯನ್ನು ಮಾತನಾಡಿದ ನಂತರ ಅನ್ಯ ಭಾಷೆಯ ಕುರಿತು ನಾವು ಮಾತನಾಡಿದೆವು. ಇವತ್ತು ಸಹ ನಾನು ಅನ್ಯ ಭಾಷೆಯ ಕುರಿತು ಮಾತನಾಡಲು ಇಷ್ಟಪಡುತ್ತೇನೆ. ಆದರೆ ಅನೇಕರು ಈ ಪ್ರಕಾರವಾಗಿ ಹೇಳುತ್ತಾ ಇರಬಹುದು, ದೇವರೇ ನಾನು ಮಾತ್ರ ಅನ್ಯ ಭಾಷೆಯನ್ನು ಮಾತನಾಡುತ್ತಾ ಇಲ್ಲ, ಎಲ್ಲರೂ ಸಹ ಅನ್ಯ ಭಾಷೆಯನ್ನು ಮಾತನಾಡುತ್ತಾ
ಕೇಳ್ತಾನೆ, ನನಗೆ ಮಾತ್ರ ಈ ಒಂದು ಕೃಪಾವರ ಇಲ್ಲ ಅಂತೇಳಿ ಯಾರೆಲ್ಲ ಕೇಳುತ್ತಾ ಇದ್ದಾರೋ ಅಂಥವರಿಗೆ ಈ ಒಂದು ಸಂಜೆ ವೇಳೆಯಲ್ಲಿ ನನ್ನ ದೇವರು ಸುರಿಸಲು ಹೋಗುತ್ತಾ ಇದ್ದಾನೆ. ಅದಕ್ಕೋಸ್ಕರವಾಗಿ ನಾವೆಲ್ಲರೂ ಸಹ ಕರ್ತನ ಸಿದ್ಧರಾಗಿರೋಣ. ഹല്ലേലൂയ. ഞാൻ ശ്രദ്ധിച്ചു, അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ആരാധനയ്ക്ക് വളരെ ഇമ്പോർട്ടന്റ് കൊടുത്ത് പോയപ്പോൾ എല്ലാവരും ചിന്തിച്ചു ഈ പ്രാവശ്യം പാസ്റ്റർ ആരാധനയിലേക്ക് കൊണ്ടുപോകും. പക്ഷേ ഉപദേശമായപ്പോൾ എല്ലാവരുടെ മുഖം മാറുന്ന ഞാൻ കണ്ടായിരുന്നു. ಅಂದ್ರೆ ಕಳೆದ ಸಾರಿ ನಾ ಬಂದಾಗ ನಾನು ಆರಾಧನೆಯಲ್ಲಿ ಹೆಚ್ಚಾಗಿ ಇರ್ತಾ ಇದ್ದೆ, ಅಂದರೆ ಆರಾಧನೆಯನ್ನು ನಡೆಸಿದೆ. ಆದರೆ ನಾನು ಆರಾಧನೆಯನ್ನು ಬಿಟ್ಟು ವಾಕ್ಯವನ್ನು ಉಪದೇಶ ಮಾಡಬೇಕಾದ್ರೆ ನಗುತ್ತಿದ್ದಂಥ ಎಲ್ಲರ ಮುಖ ಸ್ವಲ್ಪ ಬಾಡಿ ಹೋಯಿತು. ಯಾಕೆಂದ್ರೆ ಈ ಸಾರಿ ನಾ ಉಪದೇಶವನ್ನು ತಂದಿದ್ದೇನಲ್ಲ ಆ ರೀತಿಯಲ್ಲಿ. അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രി നിങ്ങൾക്ക് വേണ്ടി ആരാധനയ്ക്ക് പ്രവേശിക്കാം. ಆದುದರಿಂದ ಈ ಒಂದು ಸಂಜೆ ವೇಳೆಯಲ್ಲಿ ನಾವೆಲ್ಲರೂ ಸಹ ವಾಕ್ಯದ ನಂತರವಾಗಿ ನಾವೆಲ್ಲರೂ ಆರಾಧನೆಗೆ ಹೋಗೋಣ. നിങ്ങൾ ഉത്സാഹത്തോടാണോ ഇരിക്കുന്നത്? ನೀವೆಲ್ಲರೂ ಸಹ ಸಂತೋಷವಾಗಿದ್ದೀರಾ? ആരാധിക്കാൻ തയ്യാറാണോ? ಆರಾಧನೆ ಮಾಡುವುದಕ್ಕೆ ನೀವೆಲ್ಲರೂ ಸಿದ್ಧರಾಗಿದ್ದೀರಾ? ಅಭಿಷೇಕರು ಹೊಂದಿಕೊಳ್ಳುವುದಕ್ಕೆ ನೀವೆಲ್ಲರೂ ತಯಾರಾಗಿದ್ದೀರಾ? കൊടുക്കാൻ തയ്യാറാണോ? ಒಪ್ಪಿಸಿಕೊಡುವುದಕ್ಕೆ ನೀವೆಲ್ಲರೂ ಸಿದ್ಧರಾಗಿದ್ದೀರಾ? എങ്കിൽ ತಯಾರಾಗಿರುന്നോളൂ. ദൈവ സാന്നിധ്യത്താൽ ദൈവം നിങ്ങൾ നിറയ്ക്കാൻ പോകും. ಅದೇ ಸಿದ್ಧರಾಗಿರುವುದಾದರೆ ದೇವರ ಸಾನ್ನಿಧ್ಯವನ್ನು ನೀವು ಪ್ರತಿಯೊಬ್ಬರು ಅನುಭವಿಸಬಹುದು. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം ಅಪೊಸ್ತಲರ ಕೃತ್ಯಗಳು 2-ാം അധ്യായം 2ನೇ ಅಧ್ಯಾಯ 17-ാം വാക്യം വായിച്ച് തിരുവചന ഭാഗത്തിൽ നിന്ന് ധ്യാനിച്ച് ആരാധനകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ಅಪೊಸ್ತಲರ ಕೃತ್ಯಗಳು 2ನೇ ಅಧ್ಯಾಯದ 17ನೇ ವಾಕ್ಯವನ್ನು ಓದಿ ನಂತರವಾಗಿ ನಾವು ಆರಾಧನೆಗೆ ಹೋಗುವ. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം 17-ാം വാക്യം. അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രിമാരും പുത്രന്മാരും പ്രവചിക്കും. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. ಕಡೆ ದಿವಸಗಳಲ್ಲಿ ನಾನು ಎಲ್ಲಾ ಮನುಷ್ಯರ ಮೇಲೆ ನನ್ನ ಆತ್ಮವನ್ನು ಸುರಿಸುವೆನು. ನಿಮ್ಮಲ್ಲಿರುವ ಗಂಡಸರು ಹೆಂಗಸರು ಪ್ರವಾದಿಸುವರು. ನಿಮ್ಮ ಯೌವನಸ್ಥರಿಗೆ ದಿವ್ಯ ದರ್ಶನಗಳಾಗುವವು. ನಿಮ್ಮ ಹಿರಿಯರಿಗೆ ಕನಸುಗಳು ಬೀಳುವವು. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. ഞാൻ നിങ്ങളോട് ഒരു കാര്യം സ്നേഹത്തോടെ ഓർപ്പിക്കട്ടെ പ്രിയരേ. ನಾನು ನಿಮ್ಮನ್ನು ನೋಡಿ ಒಂದು ಕಾರ್ಯವನ್ನು ಪ್ರೀತಿಯಿಂದ ಕೇಳುತ್ತೇನೆ. ഈ ರಾತ್ರಿಯಲ್ಲಿ ഈ ഹീലിംഗ് കോൺഫറൻസ് പൂർത്തിയാകുന്നതിന് മുമ്പ്, ಈ ಸ್ವಸ್ಥತಾ ಶಾಲಾ ಸಮ್ಮೇಳನವು ಪೂರ್ತೀಕರಿಸುವುದಕ್ಕೆ ಮುಂಚಿತವಾಗಿ നമ്മുടെ ഭാരങ്ങളുടെ നടുവിലും നമ്മുടെ പ്രയാസങ്ങളുടെ നടുവിലും നമ്മുടെ രോഗങ്ങളുടെ നടുവിലും ഒരു സൗഖ്യം നടക്കണമെങ്കിൽ, ನಮ್ಮ ಭಾರಗಳ ನಡುವೆ ನಮ್ಮ ರೋಗಗಳ ನಡುವೆ ನಮ್ಮ ವೇದನೆಗಳ ಮಧ್ಯದಲ್ಲಿ ನಮಗೆ ಒಂದು ಸೌಖ್ಯವು ಅಗತ್ಯವಾಗಿ ಬೇಕಾಗಿರುವುದಾದರೆ നമ്മൾ ഈ വായിച്ചു കേട്ട പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മുടെ അകത്തേക്ക് പ്രവേശിക്കട്ടെ. ನಾವು ಕೇಳಿದಂತ ನಾವು ಓದಿದಂತ ಈ ಒಂದು ಪರಿಶುದ್ಧಾತ್ಮನ ಆ ಒಂದು ಶಕ್ತಿಯು ನಮ್ಮ ಒಳಗಡೆ ಪ್ರವೇಶ ಮಾಡಬೇಕು. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മളുടെ അകത്തേക്ക് പ്രവേശിക്കട്ടെ. ಪರಿಶುದ್ಧಾತ್ಮನ ಶಕ್ತಿ ನಮ್ಮನ್ನು ಆವರಿಸಿಕೊಳ್ಳುವಂತದ್ದಾಗಿರಬೇಕು. ഇനി ആ വാക്യം ഞാൻ ഒന്ന് പറയുന്നു, ശ്രദ്ധിച്ചോ. ನಾ ಈ ವಾಕ್ಯವನ್ನು ನಿಮಗೆ ಹೇಳುತ್ತೇನೆ, ದಯವಿಟ್ಟು ಎಲ್ಲರೂ ಗಮನದಿಂದ ಕೇಳಿರಿ. കാലത്ത് സകല ജഡത്തിന്മേലും കർത്താവിന്റെ ആത്മാവിനെ പകരും. ಕಡೆ ದಿನಗಳಲ್ಲಿ ನಾನು ಎಲ್ಲಾ ಮನುಷ್ಯರ ಮೇಲೆ ನನ್ನ ಆತ್ಮವನ್ನು ಸುರಿಸುವೆನು. നിങ്ങൾ ആ ഭാഗം ശ്രദ്ധിച്ചായിരുന്നു? ನೀವು ಆ ವಾಕ್ಯವನ್ನು ಗಮನಿಸಿದ್ದೀರಾ? കർത്താവ് എവിടെ ആത്മാവിനെ പകരുമെന്ന് പറഞ്ഞിരിക്കുന്നു? ಕರ್ತನು ಎಲ್ಲಿ ಆತ್ಮನನ್ನು ಸುರಿಸುತ್ತೇನೆ ಅಂತ ಹೇಳಿರುತ್ತಾನೆ. ജഡത്തിൽ ആത്മാവിനെ പകരും. ಎಲ್ಲ ಮನುಷ್ಯರ ಮೇಲೆ ನನ್ನ ಆತ್ಮವನ್ನು ಸುರಿಸುವೆನು. ഞാൻ കഴിഞ്ഞ ദിവസം കൊണ്ടു നിർത്തിയ ഭാഗം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. ಕಳೆದ ದಿನಗಳಲ್ಲಿ ನಾನು ವಾಕ್ಯವನ್ನು ಹೇಳಿದೆ, ಆ ವಾಕ್ಯ ನಿಮ್ಮೆಲ್ಲರಿಗೂ ನೆನಪಿದೆ ಅಂತ ನಾನು ನೆನೆಸುತ್ತೇನೆ. സഭയിൽ നാം ഓരോരുത്തരും ಸಭೆಯಲ್ಲಿ ನಾವು ಒಬ್ಬೊಬ್ಬರು ಸಹ ക്രിസ്തുവിന്റെ മന്ദിരമാണ്. ಕ್ರಿಸ್ತನ ಮಂದಿರವಾಗಿದ್ದೇವೆ. ക്രിസ്തുവിന്റെ മന്ദിരമാണ്. ಕ್ರಿಸ್ತನ ಮಂದಿರವಾಗಿದ್ದೇವೆ. നമ്മുടെ ജഡം, ನಮ್ಮ ಶರೀರ കർത്താവിന് ആവശ്യമാണ്. ಕರ್ತನಿಗೆ ಅವಶ್ಯಕವಾಗಿ ಬೇಕು. എന്തിനാണ്? ಯಾಕೆ? കർത്താവിന്റെ ആത്മാവിനെ ആക്കി വയ്ക്കാൻ. ಕರ್ತನ ಆತ್ಮನನ್ನು ನಮ್ಮ ಒಳಗಡೆ ಇಡುವುದಕ್ಕೋಸ್ಕರವಾಗಿ. ಒಂದು ಆಮೇನ್ ಹೇಳೋಣ. ಒಂದು ಆಮೇನ್ ಹೇಳೋಣ. കർത്താവിന്റെ സാന്നിധ്യത്തെ നമ്മുടെ അകത്ത് ആക്കി വയ്ക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ಕರ್ತನ ಸಾನ್ನಿಧ್ಯವನ್ನು ನಮ್ಮ ಒಳಗಡೆ ಇಡಬೇಕು ಅಂತ ಹೇಳಿ ನನ್ನ ದೇವರು ಬಯಸುವನಾಗಿರುತ್ತಾನೆ. സകല ജഡത്തിന്മേലും കർത്താവിന്റെ ആത്മാവിനെ പകരുമെന്ന്. എല്ലാ മനുഷ്യರ ಮೇಲೆ ನನ್ನ ಆತ್ಮವನ್ನು ಸುರಿಸುವೆನು. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്തിനാ ആത്മാവിനെ പകരുന്നത്? ಯಾಕೆ ದೇವರು ಆತ್ಮವನ್ನು ಸುರಿಸುತ್ತಾನೆ? അതിനെ ക്ലിയറായി പറഞ്ഞിരിക്കുന്നു. ವಾಕ್ಯವು ಸ್ಪಷ್ಟವಾಗಿ ಹೇಳಿರುತ್ತದೆ. ഏറ്റവും കൂടുതൽ നമ്മൾ പറയാറുണ്ട്, നമ്മുടെ പുത്രിമാരെ കൊണ്ട് ഒരു പ്രയോജനമില്ലെന്ന് പറയാറുണ്ട്. ನಾವು ಬಹಳ ಮಂದಿ ಹೇಳುತ್ತೇವೆ, ನಮ್ಮ ಮಕ್ಕಳ ಮೂಲಕವಾಗಿ ಯಾವ ಪ್ರಯೋಜನವೂ ಇಲ್ಲ. അവർ എനിക്ക് ഭയങ്കര തലവേദന എന്ന് പറയാറുണ്ട്. ಅಯ್ಯೋ ಮಕ್ಕಳು ಬಹಳ ತಲೆನೋವು ಅಂತ ಹೇಳುವವರು ಅನೇಕರಿದ್ದಾರೆ. അങ്ങനെ തലവേദന എന്ന് പറയുന്നുണ്ടെങ്കിലും അത് പറച്ചിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. ಆದ್ರೆ ಆ ತಲೆನೋವು ಅಂತ ಹೇಳುವಂತದ್ದು ಬಾಯಿ ಉಪಚಾರಕ್ಕೆ ಮಾತ್ರ, ಬಾಯಿಯ ಒಂದು ಕಾರ್ಯದ ಮೂಲಕವಾಗಿ ಆಗಿರುತ್ತದೆ. എന്നോട് വളരെ ചില ദിവസങ്ങൾക്കൊക്കെ മുമ്പ് ನನಗೆ ಕೆಲವು ದಿನಗಳ ಮುಂಚೆ ഒരു പിതാവും മാതാവും, ಒಂದು ತಂದೆ ತಾಯಿ എന്നോട് പറഞ്ഞു, ನನ್ನ ಬಳಿಗೆ ಬಂದು ಹೇಳಿದರು, അവരുടെ പിള്ളേരെ ഒന്ന് ശാസിക്കാൻ പറഞ്ഞു. ಅಂದ್ರೆ ಅವರ ಮಕ್ಕಳನ್ನು ಒಂದು ಸಾರಿ ಗದರಿಸಬೇಕು ಅಂತ ಹೇಳಿ, ഒന്ന് വഴക്ക് പറഞ്ഞ് ಅವരെ ഒന്ന് ശരിಯಾಗಿ കൊണ്ടുവരാൻ, ಅವರಿಗೆ ಒಂದು ಸಾರಿ ಬೈದು ಅವರು ಸರಿಯಾದಂತ ಮಾರ್ಗಕ್ಕೆ ಬರಬೇಕು, ಹಾಗಾದ್ರೆ ನೀವು ಬೈರಿ ಅಂತ ಹೇಳಿ ನನಗೆ ಹೇಳಿದ್ರು. ഞാൻ അധികമൊന്നും ആ വ്യക്തിയെ ശാസിച്ചില്ല, ಅಧಿಕವಾಗಿ ಏನು ಅವರನ್ನು ಗದರಿಸಲಿಲ್ಲ. എന്നാൽ എന്റെ കണ്ണിന് മുമ്പിൽ ഒരു തെറ്റ് കണ്ടപ്പോൾ ഞാൻ ആ കുഞ്ഞിനെ ശാസിച്ചു. ಆದರೆ ನನ್ನ ಕಣ್ಣಿನ ಮುಂದೆ ಅವರ ತಪ್ಪು ಕಂಡು ಬಂದಾಗ ನಾನು ಅವರನ್ನು ಗದರಿಸಿದೆ. അന്നേരം ആ ശാസിക്കാൻ പറഞ്ഞ മാതാവും പിതാവും എന്റെ അടുക്കൽ വന്നു. ಆ ಗದರಿಸಿದ
ಗದರಿಸಿದ ಆ ತಂದೆ ತಾಯಿ ಅಂದ್ರೆ ಆ ಮಗನನ್ನು ಗದರಿಸಿ ಅವರ ತಂದೆ ತಾಯಿಗಳು ನನ್ನ ಬಳಿಗೆ ಬಂದು ಹೇಳಿದರು. എന്നിട്ട് അവർ പറഞ്ഞതിന് മാറ്റി പറഞ്ഞു. ಆದ್ರೆ ಅವರು ಹೇಳಿದಂತ ಮಾತು ನನಗೆ ಈ ರೀತಿಯಲ್ಲಿ ಹೇಳಿದ್ರು, പാസ്റ്റർ നിങ്ങൾ പറഞ്ഞത് ശരിയായില്ല, ಪಾಸ್ಟ್ರೇ ನೀವು ಹೇಳಿದ್ದು ಸರಿಯಾಗಿದೆಯಾ, നിങ്ങൾ പറഞ്ഞത് ശരിയായില്ല, ನೀವು ಹೇಳಿದ್ದು ಸರಿಯಾಗ್ಲಿಲ್ಲ. എത്ര വെറുക്കുന്ന വാക്കുകൾ കുഞ്ഞുങ്ങളെ നോക്കി മാതാവും പിതാവും പറഞ്ഞാലും ಅಂದ್ರೆ ತಂದೆ ತಾಯಿಗಳು ಅವರ ಮಕ್ಕಳನ್ನು ನೋಡಿ ಎಷ್ಟೇ ಒಂದು ಬೇಸರದ ಮಾತನ್ನು ಹೇಳಿದ್ರು, കുഞ്ഞുങ്ങളോടൊരു സ്നേഹം അപ്പനും അമ്മയ്ക്കും ഉണ്ടാകും. ಅಂದ್ರೆ ತಂದೆ ತಾಯಿಗಳಿಗೆ ಮಕ್ಕಳ ಮೇಲೆ ಒಂದು ಪ್ರೀತಿ ಇದ್ದೇ ಇರುತ್ತದೆ. നമ്മളെല്ലാം കുഞ്ഞുങ്ങളെയൊക്കെ സ്നേഹിക്കുന്നവരാണ്. ನಾವೆಲ್ಲರೂ ಸಹ ಮಕ್ಕಳನ್ನು ಪ್ರೀತಿಸುವವರು. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്നേഹിക്കുന്ന കുഞ്ഞുങ്ങളുടെ ജീവിതത്തിനകത്ത് കർത്താവ് പകരുന്ന ഒരു നല്ല പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ച് ബൈബിൾ പറഞ്ഞിരിക്കുന്നു. ಅಂದ್ರೆ ಪ್ರೀತಿಸುವ ಆ ಒಂದು ಮಕ್ಕಳ ಮೇಲೆ ಆ ಒಂದು ದೇವರ ವಾಕ್ಯವು ಸ್ಪಷ್ಟವಾಗಿ ಒಂದು ಪ್ರಧಾನವಾದಂತಹ ಕಾರ್ಯವನ್ನು ತಿಳಿಸುತ್ತದೆ. ഇനി ഞാനൊന്ന് പറയുന്നു, ആർക്കും വേണ്ടേലും കർത്താവിന് ആ കുഞ്ഞുങ്ങളെ വേണം. ಅಂದ್ರೆ ನಿಮ್ಗೆ ಯಾರಿಗೂ ಸಹ ಮಕ್ಕಳು ಬೇಡದಿದ್ದರೂ ಸಹ ನಮ್ಮ ದೇವರಿಗೆ ಆ ಕರ್ತನೆ ಬೇಕು. എന്തിനെന്നറിയാമോ? ಯಾಕೆ ಗೊತ್ತುಂಟಾ? ഈ ലോകത്തിൽ വിദ്യാഭ്യാസമുള്ള ഒത്തിരി പേർ നിൽപ്പുണ്ട്. ಅಂದ್ರೆ ಈ ಲೋಕದಲ್ಲಿ ವಿದ್ಯಾಭ್ಯಾಸ ಇರುವವರು ಅನೇಕರಿದ್ದಾರೆ, കഴിവുള്ള ഒത്തിരി പേർ നിൽപ്പുണ്ട്. ಸಾಮರ್ಥ್ಯ ಇರುವವರು ಅನೇಕರಿದ್ದಾರೆ. അവരെല്ലാം നിൽക്കവേ ಅವರೆಲ್ಲರೂ ಇರ್ತಾರೆ. അവരും ഒന്നും പറഞ്ഞിട്ടില്ലാത്ത അസാധാരണമായ ചില കാര്യങ്ങൾ പറയാൻ ദൈവം കുഞ്ഞുങ്ങളുടെ വായി തുറപ്പിക്കാൻ ಅಂದ್ರೆ പോവുകയാണ്. ಅವರು ಯಾರು ಸಹ ಹೇಳಿದಿರುವಂತ ಒಂದು ಕಾರ್ಯಗಳನ್ನು ಹೇಳಿಸುವುದಕ್ಕೋಸ್ಕರವಾಗಿ ನಮ್ಮ ದೇವರಿಗೆ ಮಕ್ಕಳು ಬೇಕಾಗಿದ್ದಾರೆ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. നമ്മുടെ പിതാക്കന്മാരായ ദൈവദാസന്മാർ, ನಮ್ಮ ಪಿತೃಗಳಾದಂತ ದೇವಸೇವಕರು, നമ്മുടെ പിതാക്കന്മാരായ ദൈവമക്കൾ ನಮ್ಮ ಪಿತೃಗಳಾದಂತ ದೇವರ ಮಕ್ಕಳು 1000 ദിവസം അല്ലെങ്കിൽ ഒരുപാട് 100 കണക്കിന് ദിവസങ്ങൾ പ്രാർത്ഥിച്ചതിന്റെ മറുപടി ചിലപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും അവർക്ക് ലഭിക്കുന്നത്. ಅವರು 100 ದಿನಗಳು ಪ್ರಾರ್ಥಿಸಿರಬಹುದು, ಅದಕ್ಕಿಂತಲೂ ಹೆಚ್ಚಾಗಿ ಪ್ರಾರ್ಥಿಸಿರಬಹುದು, ಆದ್ರೆ ಅವರಿಗೆ ಸದುತ್ತರ ಆಗಲೇ ಸಿಗುವುದಿಲ್ಲ. 1000 ದಿನಗಳಾದ ನಂತರವಾಗಿ ಅವರಿಗೆ ಸಿಕ್ಕಿರಬಹುದು. വേഗത്തിൽ ചില വിഷയങ്ങളുടെ നടുവിൽ മറുപടി നേടിയെടുക്കുന്ന വ്യക്തി ജീവിതങ്ങളായി കുഞ്ഞുങ്ങൾ മാറാൻ പോവുകയാണ്. ಆದರೆ ವೇಗವಾಗಿ ಆ ಒಂದು ಪ್ರಾರ್ಥನೆ ಮಾಡಿ ವೇಗವಾಗಿ ಉತ್ತರವನ್ನು ಹೊಂದಿಕೊಳ್ಳುವಂತವರಾಗಿರುತ್ತಾರೆ ಮಕ್ಕಳು. നിങ്ങൾക്കറിയാവോ, കുഞ്ഞുങ്ങളെ നോക്കി കർത്താവ് പറഞ്ഞിരിക്കുന്ന ಚಿಕ್ಕ ಮಕ್ಕಳನ್ನು ನೋಡಿ ದೇವರು ಕೆಲವೊಂದು ಮಾತನ್ನು ಪ್ರವಾದನ ಮಾತನ್ನು ಹೇಳಿದ್ದಾರೆ. ആരുടെ മക്കളുടെ മേൽ? ಯಾರ ಮೇಲೆ? നിങ്ങളുടെ പുത്രന്മാരുടെ മേലും പുത്രിമാരുടെ മേലും കർത്താവിന്റെ ആത്മാവിനെ പകർന്നിട്ട് ನಿಮ್ಮ ಮಕ್ಕಳ ಮೇಲೆ ಆತನ ಆತ್ಮವನ್ನು ಸುರಿಸಿ അവരെ കൊണ്ട് കർത്താവ് പ്രവചിപ്പിക്കാൻ പോവുക. ಅವರ ಮೂಲಕವಾಗಿ ದೇವರು ಪ್ರವಾದಿಸುತ್ತಾರೆ. ഇതുവരെയും ദൈവസഭയിൽ നടന്നിട്ടില്ലാത്ത ഒരു കാര്യമാണതെങ്കിൽ, ಇಲ್ಲಿಯವರೆಗೂ ಸಭೆಗಳಲ್ಲಿ ಆಗದಿರುವಂತಹ ಕಾರ್ಯಗಳು ഇന്ന് രാത്രി കർത്താവ് ദൈവസഭയ്ക്കകത്ത് ചെയ്യട്ടെ. ಈ ರಾತ್ರಿ ವೇಳೆಯಲ್ಲಿ ದೇವರು ಆತನ ಸಭೆಯಲ್ಲಿ ಮಾಡಲಿ. ಆಮೆನ್. അത് കർത്താവ് ചെയ്യട്ടെ. ಕರ್ತನ ಆ ಒಂದು ಕಾರ್ಯಗಳನ್ನು ಸಭೆಯಲ್ಲಿ ಮಾಡಲಿ. അങ്ങനെ കുഞ്ഞുങ്ങൾ പോലും പ്രവചിക്കുന്ന ഒരു ദൈവസഭയായി മാറിക്കഴിഞ്ഞാൽ, ಆಮೆನ್, ಆ ರೀತಿಯಲ್ಲಿ ಮಕ್ಕಳು ಸಹ ಪ್ರವಾದಿಸುವಂತ ಒಂದು ಸಭೆಯಾಗಿ ಬದಲಾದರೆ ആ സഭയെ കാണുമ്പോൾ ആമേൻ, ലോകം ആമേൻ. മുഴുവനും പേടിക്കാൻ പോവുക. ಆ ಸಭೆಯನ್ನು ಕಂಡಾಗ ಇಡೀ ಲೋಕವೇ ಭಯಪಡುವಂತದ್ದಾಗಿರುತ್ತದೆ. ആ സഭയെ കാണുമ്പോൾ ലോകം ഭയക്കാൻ ಆ പോകുകയാണ്. ಸಭೆಯನ್ನು ಕಂಡಾಗ ಇಡೀ ಲೋಕವೇ ಭಯಪಡುತ್ತದೆ. ഞാൻ കഴിഞ്ഞ രാത്രി കഴിഞ്ഞ പകലിൽ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. ಕಳೆದ ದಿನಗಳಲ್ಲಿ ನಾ ಹೇಳಿದಂತ ಮಾತು ನಿಮ್ಮೆಲ್ಲರಿಗೂ ನೆನಪಿರಬಹುದು. പ്രവചനത്തിന്റെ പല തട്ടുകളുണ്ട്. ಪ್ರವಾದನೆಗೆ ಅನೇಕ ಹಂತಗಳಿದೆ. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്താൻ പ്രവചനത്തിന് കഴിയും. ಪಾಪ ನೀತಿ ನ್ಯಾಯ ತೀರ್ಪೆಯನ್ನು ಕೊಡುವುದಕ್ಕೆ ಪ್ರವಾದನೆಗೆ ಸಾಧ್ಯತೆ ഒരു ಇದೆ. വ്യക്തിയുടെ തകർന്ന അനുഭവത്തെ കുറിച്ച് വളരെ വ്യക്തമായി സംസാരിക്കുവാൻ പ്രവചനത്തിന് കഴിയും. ಅದೇ ಒಂದು ವ್ಯಕ್ತಿ ಬಿದ್ದು ಹೋದಂತ ರೀತಿಯಲ್ಲಿ ಬಹಳ ಬಲಹೀನನಾಗಿ ಆತನು ಇರುವಾಗಲೂ ಆ ಪ್ರವಾದನೆಯು ಆತನಿಗೆ ತಿಳಿಯಪಡಿಸುತ್ತದೆ. ഒരു കുഞ്ഞിന്റെ വായിൽ നിന്ന് പുറപ്പെട്ടു വന്നു കഴിഞ്ഞാൽ ആ കുഞ്ഞുങ്ങളെ പോലും കണ്ട് ഭയക്കുവാൻ തക്ക വിധത്തിൽ ಜನ ತಯಾರಾಗು. ಅಂದ್ರೆ ಮಕ್ಕಳು ಈ ಒಂದು ಪ್ರವಾದನೆಗಳನ್ನು ಹೇಳಿದರೆ ಆ ಮಕ್ಕಳನ್ನು ನೋಡಿದರೂ ಸಹ ವ್ಯಕ್ತಿಗಳು ಭಯಪಡುವವರಾಗಿರುತ್ತಾರೆ. ഹല്ലേലൂയ. 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 ദൈവത്തിന്റെ ആത്മാവിനെ പകരുന്ന ഒരു ശുശ്രൂഷ ഈ രാത്രി ഈ ഹാളിനകത്ത് പരിശുദ്ധാത്മാവ് ചെയ്യാൻ പോകുക. ದೇವರಾತ್ಮನ ಸುರುವಿಕೆ, ದೇವರಾತ್ಮನ ಕಾರ್ಯಗಳನ್ನು ದೇವರು ಈ ಒಂದು ಹಾಲಿನಲ್ಲಿ ಈ ರಾತ್ರಿ ವೇಳೆಯಲ್ಲಿ ಮಾಡುವವನಾಗಿರುತ್ತಾನೆ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ ശക്തി ഒരു വ്യക്തിയുടെ അകത്ത് വന്നാൽ അവൻ എഴുതുന്ന കാര്യങ്ങളായാലും അവൻ പാടുന്ന പാട്ടായാലും അവൻ പറയുന്ന വാക്കായാലും അത് അസാധാരണമായിരിക്കും. ಪರಿಶುದ್ಧಾತ್ಮನ ಒಂದು ವ್ಯಕ್ತಿಯ ಒಳಗಡೆ ಬರುವಾಗ ಆತನು ಬರೆಯುವಂಥದ್ದು, ಆತನು ಹಾಡುವಂಥದ್ದು, ಆತನು ಮಾಡುವಂಥದ್ದು ಅದು ವಿಶೇಷವಾಗಿ ಆಗಿರುತ್ತದೆ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. നമുക്ക് പാടാൻ കഴിവുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ನಮಗೆ ಆಡ್ಲಿಕ್ಕೆ ಸಾಮರ್ಥ್ಯ ಇದೆ ಅಂತ ಹೇಳಿ ಅಲ್ಲ ನಾವು ನಿಮಗೆ ಹೇಳುವಂಥದ್ದು. ആത്മാവിൽ പാടുക. ನಾವು ಆತ್ಮದಲ್ಲಿ ಹಾಡೋಣ. നിങ്ങൾക്ക് എഴുതാൻ കഴിവുണ്ടെങ്കിൽ നിങ്ങളോട് ഞാൻ ആത്മാവിൽ ഒരു ദൂത് പറയുന്നു. ನಿಮಗೆ ಬರೆಯುವುದಕ್ಕೆ ಸಾಮರ್ಥ್ಯ ಇರುವುದಾದ್ರೆ ನಾನು ಆತ್ಮನ ಮೂಲಕವಾಗಿ ನಿಮಗೆ ಒಂದನ್ನು ಹೇಳಲು ಇಷ್ಟಪಡುತ್ತೇನೆ. ആത്മാവിൽ എഴുതാൻ തുടങ്ങുക. ನೀವು ಆತ್ಮನ ಮೂಲಕವಾಗಿ ಬರೆಯುವುದಕ್ಕೆ ಪ್ರಾರಂಭಿಸಿರಿ. നിങ്ങൾ ആത്മാവിൽ എഴുതാൻ തുടങ്ങുക. ನೀವು ಆತ್ಮನ ಮೂಲಕವಾಗಿ ಬರೆಯುವುದಕ್ಕೆ ಪ್ರಾರಂಭಿಸುವಾಗ, നിങ്ങൾ ആത്മാവിൽ എഴുതാൻ തുടങ്ങിയാൽ, ನೀವು ಆತ್ಮನ ಮೂಲಕವಾಗಿ ಬರೆಯುವುದಕ್ಕೆ ಪ್ರಾರಂಭಿಸುವಾಗ ഒരുപാട് പേർക്ക് അതൊരു സമാധാനത്തിന്റെ സന്ദേശമായി മാറും. ಅನೇಕರಿಗೆ ಸಮಾಧಾನ ಸಂದೇಶವಾಗಿ ನನ್ನ ದೇವರು ಕೊಡುವವನಾಗಿರುತ್ತಾನೆ. ഒരുപാട് പേർക്ക് അതൊരു വിടുതലിന്റെ ಅನೇಕರಿಗೆ സന്ദേശമായി ಬಿಡುಗಡೆಯ മാറും. ಸಂದೇಶವಾಗಿರುತ್ತದೆ. നിങ്ങൾക്കറിയാവോ, ನಿಮಗೆ ಗೊತ್ತುಂಟಾ, സുവിശേഷ പുസ്തകവും അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകവും എഴുതിയിട്ടുള്ള ഒരു മനുഷ്യനെ കുറിച്ച്
ಸುವಾರ್ತೆ ಪುಸ್ತಕಗಳು ಮಾತ್ರವಲ್ಲ ಅಪೊಸ್ತಲ ಕೃತ್ಯಗಳನ್ನು ಬರೆದಿರುವಂತ ಒಂದು ವ್ಯಕ್ತಿಯ ಕುರಿತು ನಿಮಗೆ ಗೊತ್ತುಂಟಾ? അപ്പോസ്തലനായ ലൂക്കോസിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ಅಪೊಸ್ತಲರಾದಂತ ಲೂಕನ ಕುರಿತು ನಿಮ್ಮೆಲ್ಲರಿಗೂ ಗೊತ್ತಿರಬಹುದು. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു അഭിഷിക്തനാണ് അദ്ദേഹം. ಆತನು ಬಹಳ ಅನುಗ್ರಹಿಸಲ್ಪಟ್ಟಂತ ಈ ಅಭಿಷಿಕ್ತನಾಗಿದ್ದಾನೆ. അപ്പോസ്തലനായ പൗലോസിന്റെ ഒരു നല്ല സ്നേഹിതനായിരുന്നു അദ്ദേഹം. ಅಪೊಸ್ತಲನಾದಂತ ಪೌಲನ ಬಹಳ ಒಳ್ಳೆಯ ಸ್ನೇಹಿತನಾಗಿದ್ದಾನೆ ಇವನು. നല്ലൊരു സുവിശേഷകനായിരുന്നു അദ്ദേഹം. ಒಳ್ಳೆಯ ಸುವಾರ್ತಕನಾಗಿದ್ದಾನೆ ಇವನು. അതിനു മുമ്പ് അദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് നല്ലൊരു വൈദ്യനായിരുന്നു അദ്ദേഹം. ಅದಕ್ಕಿಂತಲೂ ಮುಂಚೆ ಆತನ ಕೆಲಸವೇನೆಂದ್ರೆ ಆತನು ವೈದ್ಯನಾಗಿದ್ದನು. അദ്ദേഹം വൈദ്യനായതുകൊണ്ട് ಆತನ ವೈದ್ಯನಾಗಿದ್ದ ನಿಮಿತ್ತವಾಗಿ പുതിയ മരുന്നുകൾ അന്വേഷിച്ച് ഒരു പട്ടണത്തിൽ നിന്ന് മറ്റൊരു പട്ടണങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന ഒരു ശീലം ಆತನ ಹೊಸ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ಹೊಸ ಮದ್ದುಗಳನ್ನು ಆತನು ಕಂಡಿಡಿದು ಆತನ ಒಂದು ಪಟ್ಟಣದಿಂದ ಇನ್ನೊಂದು ಪಟ್ಟಣಕ್ಕೆ ಆತನ ಪ್ರಯಾಣವನ್ನು ಮಾಡುವವನಾಗಿದ್ದನು. ആ യാത്രക്കിടയിൽ അദ്ദേഹം ഒരു കാഴ്ച കണ്ടു. ಆತನು ಆತನ ಪ್ರಯಾಣದಲ್ಲಿ ಮುಂದುವರೆದುಕೊಂಡು ಹೋಗುವಂತ ವೇಳೆಯಲ್ಲಿ ಆತನ ಒಂದು ದೃಶ್ಯವನ್ನು ಕಂಡನು. പൗലോസിന്റെ ശുശ്രൂഷ കണ്ടു. ಅಪೊಸ್ತಲನಾದಂತ ಪೌಲನ ಸೇವೆಯನ್ನು ಆತನು ಕಂಡನು. വൈദ്യനായ ലൂക്കോസ് മരുന്ന് കൊടുത്ത് രോഗികളെ സൗഖ്യമാക്കുന്നു. ವೈದ್ಯನಾದಂತ ಲೂಕನು ಅನೇಕರಿಗೆ ಮದ್ದುಗಳನ್ನು ಕೊಟ್ಟು ಆತನು ಸೌಖ್ಯಪಡಿಸುತ್ತಿದ್ದನು. എന്നാൽ മരുന്ന് കൊടുക്കാണ്ട് അപ്പോസ്തലനായ പൗലോസ് തലയിൽ കൈവയ്ക്കുമ്പോൾ അല്ലെങ്കിൽ ഒരൊറ്റ വാക്ക് പറയുമ്പോൾ രോഗികൾ സൗഖ്യമാകുന്ന കാഴ്ച തന്റെ കണ്ണാലെ താൻ കണ്ടു. ಆದರೆ ಈ ಅಪೊಸ್ತಲನು ಆತನು ಅಪೊಸ್ತಲನಾದಂತ ಪೌಲನು ಆತನು ಯಾವುದೇ ರೀತಿಯಾದಂಥ ಮದ್ದುಗಳನ್ನು ಕೊಡದೆ ಆತನು ಕೈಗಳನ್ನು ಇಟ್ಟು ಪ್ರಾರ್ಥಿಸುವಂತ ವೇಳೆಯಲ್ಲಿ ಅಲ್ಲಿ ರೋಗಿಗಳು ಸೌಖ್ಯವಾಗುತ್ತಾ ಇದ್ದದನ್ನು ಆತನು ಕಂಡನು. ഈ കോൺഫറൻസിൽ മരുന്നിന് അടിച്ചായിരിക്കുന്ന ചിലരോട് പ്രവചനാത്മാവിൽ ഒരു ദൂത് കൈമാറാൻ ആഗ്രഹിക്കുന്നു. ಅಂದ್ರೆ ಈ ಒಂದು ಕಾನ್ಫರೆನ್ಸಿನಲ್ಲಿ ಯಾರೆಲ್ಲ ಆ ಒಂದು ಮದ್ದಿಗೆ ಒಳಗಾಗಿರುತ್ತಾರೆ ಅವರನ್ನು ನೋಡಿ ದೇವರಾತ್ಮನ ಹೇಳುವುದೇನೆಂದರೆ, മെഡിസിന് ചെയ്യാൻ പറ്റാത്ത ചിലത് ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ശക്തി അയച്ചു ചെയ്യാൻ പോകുന്നു. ಮದ್ದು ಮಾಡಲು ಸಾಧ್ಯವಿಲ್ಲದಂತದನ್ನು ನನ್ನ ದೇವರು ಈ ನಿಮ್ಮ ಜೀವಿತದಲ್ಲಿ ಮಾಡಲು ಹೋಗುವವನಾಗಿರುತ್ತಾನೆ. നിങ്ങൾ ഒരു ഷുഗറിന് അടിച്ചായിരിക്കും. ನೀವು ಶುಗರ್ ಕಾಯಿಲೆಯಿಂದ ನರಳಾಡುತ್ತಿರಬಹುದು, ഒരു ക്യാൻസറിന് അടിച്ചായിരിക്കും, ಅಥವಾ ಒಂದು ಕ್ಯಾನ್ಸರ್ ಅಲ್ಲಿ ನೀವು ಇರಬಹುದು. ഡോക്ടർ പറഞ്ഞു ജീവിതത്തിന്റെ അവസാനം വരെ ഈ മരുന്ന് കഴിച്ചുകൊണ്ടേയിരിക്കണം. ನಿಮ್ಮನ್ನು ನೋಡಿ ವೈದ್ಯರು ಈ ಪ್ರಕಾರವಾಗಿ ಹೇಳಿರಬಹುದು, ನಿಮ್ಮ ಜೀವ ಇರುವವರೆಗೆ ನೀವು ಆ ಒಂದು ಮದ್ದನ್ನು ತೆಗೆದುಕೊಂಡಿರಲೇಬೇಕು ಅಂತ ಹೇಳಿ. ജീവിതം എപ്പോ അവസാനിക്കുന്നു അപ്പോൾ നിന്റെ മരുന്ന് തീർന്നു. ಯಾವಾಗ ನಿಮ್ಮ ಜೀವಿತ ಅಂದ್ರೆ ನಿಮ್ಮ ಜೀವ ಮುಗಿಯುತ್ತದೆ ಆಗ ನೀವು ಮದ್ದನ್ನು ನಿಲ್ಲಿಸಬೇಕು. ജീവിതത്തിലെ ഏറിയ ഭൂരിഭാഗം ധനവും സാമ്പത്തിക നന്മകൾ മുഴുവനും നിങ്ങൾ ചെലവാക്കുന്നത് മരുന്നിന് വേണ്ടിയാണെങ്കിൽ, ಅಂದ್ರೆ ನೀವು ನಿಮ್ಮ ಜೀವಿತದಲ್ಲಿ ಬರುವಂತ ಎಲ್ಲಾ ಸಂಪಾದನೆಗಳು ಮಾತ್ರವಲ್ಲ ಅನೇಕ ಕಾರ್ಯಗಳನ್ನು ತ್ಯಾಗ ಮಾಡುವಂಥದ್ದು ನಾವು ಯಾಕೆ ಅಂತ ಹೇಳಿದ್ರೆ ನಮ್ಮ ಜೀವಿತದಲ್ಲಿ ಔಷಧಿಗೋಸ್ಕರವಾಗಿ ನಾವೆಲ್ಲವನ್ನು ತ್ಯಾಗ ಮಾಡುತ್ತೇವೆ, ಹಣವನ್ನು ವ್ಯಯ ಮಾಡುತ್ತೇವೆ ಹೆಚ್ಚಾಗಿ. കേൾക്കുന്ന പ്രിയരെ, നിങ്ങൾക്ക് ഇന്നുവരെ മരുന്നിനാൽ കിട്ടാത്ത സൗഖ്യം എന്റെ കർത്താവിന്റെ ഒറ്റ വാക്കിനാൽ നിങ്ങളുടെ ശരീരങ്ങളിൽ ഈ രാത്രി ദൈവത്തിന്റെ ആത്മാവ് വായിക്കാൻ പോകുവാണ്. ಪ್ರಿಯ ದೇವಜನರೇ, ಈ ಒಂದು ಸಂಜೆ ವೇಳೆಯಲ್ಲಿ ನಾ ಹೇಳುವುದೇನೆಂದರೆ, ನೀವು ಎಷ್ಟೇ ಮದ್ದುಗಳನ್ನು ತೆಗೆದುಕೊಂಡು ಗುಣವಾಗದೆ ಇರುವುದಾದರೂ ಸಹ ಈ ಒಂದೇ ನನ್ನ ಕರ್ತನಾದಂತ ಯೇಸು ಕ್ರಿಸ್ತನ ಒಂದೇ ಒಂದು ಮಾತಿನ ಮೂಲಕವಾಗಿ ನೀವು ಸೌಖ್ಯವನ್ನು ಹೊಂದಿಕೊಳ್ಳುವವರಾಗಿರುತ್ತೀರಿ. വർഷങ്ങളുടെ പാരമ്പര്യം പറഞ്ഞൊരു രോഗവും ബാധിച്ച ഒരു സ്ത്രീ കരയുകയാണ്. ವರ್ಷಗಳಿಂದ ಅನೇಕ ವೇದನೆಗಳನ್ನು ಬಾಧೆಗಳನ್ನು ಹೊಂದಿಕೊಂಡಂತ ಸ್ತ್ರೀ ಕರ್ತನನ್ನು ನೋಡಿ ಅಳುತ್ತಿದ್ದಾಳೆ. പല വൈദ്യന്മാരാൽ ഏറിയൊന്ന് താൻ ശുശ്രൂഷ അനുഭവിച്ചു, താനൊന്ന് രോഗത്തിന് വേണ്ടിയുള്ള മരുന്നുകളൊക്കെ ചെയ്ത് ഏറിയൊന്ന് സഹിച്ചു എന്ന ബൈബിളിൽ എഴുതിയിരിക്കുന്നു. ಅನೇಕ ವೈದ್ಯರುಗಳಿಂದ ಬಹಳವಾಗಿ ನೋವನ್ನು ಅನುಭವಿಸಿಕೊಂಡು ವೇದನೆಗಳನ್ನು ಅನುಭವಿಸಿದಂತ ಒಂದು ಸ್ತ್ರೀಯನ್ನು ನಾವು ಸತ್ಯವೇದದಲ್ಲಿ ಕಾಣುತ್ತೇವೆ. തനിക്ക് ഒട്ടും സൗഖ്യം വരാണ്ട് താൻ യേശുവിന്റെ വർത്തമാനം ആ സമയത്ത് കേട്ടു. ಅಂದ್ರೆ ತನಗೆ ಬಹಳ ನೋವು ಇದ್ದಂತ ಆ ಒಂದು ವೇದನೆಯ ಸಮಯದಲ್ಲಿ ಯೇಸುವಿನ ಸುದ್ದಿ ಅವಳ ಕಿವಿಗೆ ಬಿತ್ತು. യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിലെങ്കിലും തൊട്ടാൽ എനിക്ക് സൗഖ്യം വരും എന്നുള്ള വിശ്വാസം ആ സ്ത്രീയുടെ മേൽ വ്യാപരിച്ചു. ಯೇಸು ಕ್ರಿಸ್ತನ ಆ ಒಂದು ತುದಿಯ ಆ ಒಂದು ಗೊಂಡೆಯನ್ನು ಮುಟ್ಟಿದರೆ ನನಗೆ ಸೌಖ್ಯ ಉಂಟಾಗುತ್ತದೆ ಅಂತ ಹೇಳಿ ನಂಬಿಕೆ ಅವಳ ಹೃದಯದಲ್ಲಿ ಉಂಟಾಯಿತು. വിശ്വാസം വർദ്ധിച്ചപ്പോൾ അവൻ ദേശത്തിൽ ആരും ചെയ്യരുതെന്ന് പറഞ്ഞു വിലക്കിയ കാര്യം അവൾ ചെയ്യാൻ തുടങ്ങി. ಅಂದ್ರೆ ವಿಶ್ವಾಸವು ಅವಳ ನಂಬಿಕೆಯ ಅವಳ ಹೃದಯದಲ್ಲಿ ಬಂದಾಗ ಯಾವ ಕಾರ್ಯಗಳನ್ನು ಮಾಡಬಾರ್ದು ಅಂತೇಳಿ ಲೋಕದವರು ಹೇಳಿದ್ರು ಸಹ ಅವಳು ಯಾವುದಕ್ಕೂ ಸಹ ಕಿವಿಗೊಡದೆ ಅವಳು ಮಾಡೋದಕ್ಕೆ ಪ್ರಾರಂಭಿಸಿದಳು. കർത്താവിൽ പൂർണ്ണമായി വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ, ಕರ್ತನಾದಂತ ಯೇಸು ಕ್ರಿಸ್ತನ ಮೇಲೆ ನಿಮಗೆ ಪೂರ್ಣವಾದಂತ ನಂಬಿಕೆ ಇರುವುದಾದರೆ, ദിവസം നാല് ഗുളികയെങ്കിലും കഴിച്ചിട്ടേ നമുക്ക് ഉറക്കം വരത്തുള്ളൂ. ಅಂದ್ರೆ ಒಂದು ದಿನಕ್ಕೆ 4 ಆ ಒಂದು ಮಾತ್ರೆಗಳನ್ನು ತೆಗೆದುಕೊಂಡರೆ ಮಾತ್ರ ನಮಗೆ ನಿದ್ರೆ ಬರುತ್ತದೆ. യേശുവിൽ വിശ്വാസം ഉണ്ടെങ്കിൽ, ಆದ್ರೆ ಯೇಸುವಿನ ಮೇಲೆ ನಿಮಗೆ ನಂಬಿಕೆ ಇರುವುದಾದರೆ 4 നേരം കഴിക്കുന്ന ഗുളിക കഴിച്ചില്ലേലും നിങ്ങൾക്ക് ഉറക്കം വരാൻ പോകും. 4 ಹೊತ್ತು ತೆಗೆದುಕೊಳ್ಳುವಂತ 4 ಮಾತ್ರೆಗಳನ್ನು ತೆಗೆದುಕೊಳ್ಳದಿದ್ದರೂ ಸಹ ಯೇಸುವಿನ ಮೇಲೆ ನಿಮಗೆ ನಂಬಿಕೆ ಇರುವುದಾದರೆ ಒಳ್ಳೆ ನಿದ್ರೆ ಬರುತ್ತದೆ. നിങ്ങൾ ആഹാരം കഴിക്കുന്നതിനേക്കാളും കൂടുതൽ കഴിക്കുന്നത് ഗുളികയായിരിക്കും. ಅಂದ್ರೆ ಆಹಾರ ತೆಗೆದುಕೊಳ್ಳೋಕ್ಕಿಂತಲೂ ಹೆಚ್ಚಾಗಿ ನೀವು ಮಾತ್ರೆಗಳನ್ನೇ ತಿನ್ನುವವರಾಗಿರುತ್ತೀರಿ. അത് നിമിത്തം നിങ്ങളുടെ ശരീരം ഏറ്റവും കൂടുതൽ തളർന്നുകൊണ്ടിരിക്കുന്നുണ്ടാകും. ಆದ್ದರಿಂದಲೇ ನಿಮ್ಮ ಶರೀರವು ಬಹಳ ಬಲಹೀನವಾಗುತ್ತಾ ಇದೆ. ഇന്ന് രാത്രി ഞാൻ ശരീരങ്ങളോട് ആത്മാവിൽ പ്രഖ്യാപിക്കുന്നു, ಈ ರಾತ್ರಿ ವೇಳೆಯಲ್ಲಿ ಆತ್ಮಕ ಶರೀರಕ್ಕೆ ನಾವು ಒಂದು ಪ್ರಖ್ಯಾಪಿಸುತ್ತಾ ಇದ್ದೇನೆ.
നാമത്തിൽ ഈ സമയത്ത് സൗഖ്യം നടക്കട്ടെ. സൗഖ്യം ഉണ്ടാകട്ടെ യേശുവിന്റെ ഈ നാമത്തിൽ. സമയത്ത് സൗഖ്യം നടക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യം ഉണ്ടാകട്ടെ. ഈ കോൺഫറൻസിൽ അത്ഭുതകരമായ സൗഖ്യങ്ങൾ ദൈവാത്മാവ് ഈ ഹാളിനകത്ത് ചെയ്യാൻ തുടങ്ങി. ಕಾನ್ಫರೆನ್ಸಿನಲ್ಲಿ ದೈವಿಕವಾದಂತ ಕ್ರಿಯೆಗಳು, ದೈವಿಕವಾದಂತ ಒಂದು ಮಹತ್ವಗಳು ಇಲ್ಲಿ ಪ್ರಕಟವಾಗಿ ಹೊರಬರಲಿ ಎಂದು ಪ್ರಾರ್ಥಿಸುತ್ತೇನೆ. ಮೆಡಿಸಿನ್ ಮತ್ತೊಂದು ರೋಗಕ್ಕೆ ಸಮ್ಮಾನಿക്കാൻ കഴിയും. ಅಂದ್ರೆ ಮೆಡಿಸಿನ್ ಕೇವಲ ಆ ಒಂದು ರೋಗಕ್ಕೆ ಸ್ವಲ್ಪ ಹೊತ್ತು ಅದು ರಿಲೀಫ್ ಕೊಡ್ತದೆ ಅಷ್ಟೇ. പക്ഷേ സാന്നിധ്യത്തിന് രോഗത്തെ പൂർണ്ണമായി സൗഖ്യമാക്കാൻ കഴിയും. ಆದರೆ ಸಾನ್ನಿಧ್ಯವು ಬರುವಾಗ ರೋಗವೇ ಪರಿಪೂರ್ಣವಾಗಿ ನೀಗಿ ಹೋಗುತ್ತದೆ. ಆಮೆನ್. ഒരാൾക്ക് വിശ്വസിച്ച് ആമേൻ പറ. ഇനി ഞാൻ ಕ್ಯಾನ್ಸರ್ പേഷ്യന്റ് ಅಲ್ಲ. ನಾವು ದೃಢವಾಗಿ ನಂಬಿ ಬಾಯಿಗಳಲ್ಲಿ ಅರಿಕೆ ಮಾಡಿ ಹೇಳಬೇಕು, ನಾನು ಯಾವ ಕಾರಣಕ್ಕೂ ರೋಗಿ ಅಲ್ಲ. ഇനി ഞാൻ ഷുഗറിന് അടിമയല്ല. ನಾನು ಯಾವ ಕಾರಣಕ್ಕೂ ಶುಗರ್ಗೆ ಗುಲಾಮ ಅಲ್ಲ. ഞാൻ ബിപിക്ക് അടിമയല്ല. ಇನ್ನು ನಾನು ಬಿಪಿಗೆ ಗುಲಾಮ ಅಲ್ಲ. ഞാൻ തളർവാദ രോഗി അല്ല. ಇನ್ನು ನಾನು ಯಾವ ಕಾರಣಕ್ಕೂ ಪಾರ್ಶ್ವ ರೋಗಿ ಅಲ್ಲ. എന്റെ ശരീരത്തിനകത്ത് രോഗം ഇല്ല. ಇನ್ನು ನನ್ನ ಶರೀರದ ಮೇಲೆ ಯಾವ ರೋಗವೂ ಇಲ್ಲ. നസ്രായനായ യേശു ഈ രാത്രി നിങ്ങളെ സൗഖ്യമാക്കുകയാണ്. ನಜರೇತಿನ ಯೇಸು ಕ್ರಿಸ್ತನ ನಾಮದಲ್ಲಿ ಸೌಖ್ಯವನ್ನು ಹೊಂದಿಕೊಂಡಿದ್ದೇನೆ. ആമേൻ പറഞ്ഞോട്ടെ. ದೃಢವಾಗಿ ಒಂದು ಆಮೆನ್. ഞാൻ ഈ വാക്ക് പറയുന്നതല്ല, പരിശുദ്ധാത്മാവരോട് പറയാൻ പറയുന്നു. ಪರಿಶುದ್ಧಾತ್ಮನು ಹೇಳು ಅಂತ ಹೇಳಿದ ನಿಮಿತ್ತವಾಗಿ ನಾನು ಈ ಮಾತನ್ನು ಹೇಳ್ತಾ ಥೈರಾಯ್ಡ್ಗಳು ಇದ್ದೇನೆ. ರಾತ್ರಿ ಕೂಟವಾಗಿ ಸೌಖ್ಯವಾಗಲು ತಯಾರಾಯಿಕೊಳ್ಳು. ಥೈರಾಯ್ಡ್ಗಳು ಇರುವುದಾದರೆ ಗುಂಪು ಗುಂಪಾಗಿ ಥೈರಾಯ್ಡ್ ನೋವನ್ನು ಅನುಭವಿಸುತ್ತಿರುವವರು ರೋಗಿಗಳು ಅವರು ಸೌಖ್ಯವನ್ನು ಹೊಂದಿಕೊಳ್ಳುವವರಾಗಿರುತ್ತಾರೆ. ಚೆಕ್ ചെയ്ത് നോക്കുമ്പോൾ ಥೈರಾಯ್ಡ್ಗಳು നിങ്ങളുടെ ശരീര ഭാഗത്ത് കാണത്തില്ല. ನೀವು ಚೆಕ್ ಮಾಡುವಾಗ ನಿಮ್ಮ ಶರೀರದಲ್ಲಿ ಯಾವುದೇ ರೀತಿಯ ಥೈರಾಯ್ಡ್ಗಳು ಇರುವುದಿಲ್ಲ. കുഞ്ഞുങ്ങളില്ലാത്തവർ പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. ഉദരങ്ങളെ കെട്ടിയിരിക്കുന്ന കെട്ടുകൾ രാത്രി പൊട്ടാൻ പോകുക. ಮಕ್ಕಳಿಲ್ಲದೆ ಇರುವವರು ನಂಬಿರಿ, ಮಕ್ಕಳಿಲ್ಲದೆ ಇರುವಂತವರು ಕರ್ತನನ್ನು ನಂಬಿರಿ. ನಿಮ್ಮ ಜೀವಿತದಲ್ಲಿ ದೇವರು ಆ ಒಂದು ಮಗುವನ್ನು ಕೊಡುವವನಾಗಿರುತ್ತಾನೆ. അത്ഭുതകരമായ സാക്ഷ്യങ്ങൾക്ക് ആരംഭം കുറിക്കാൻ ദൈവം ഒരു വിടുതൽ ഇരപ്പിൽ നിങ്ങളുടെ ശരീരങ്ങൾക്ക് നൽകുന്നു. ಅದ್ಭುತಕರವಾದಂತ ಸಾಕ್ಷಿ ಹೇಳುವ ಹಾಗೆ ನನ್ನ ದೇವರು ನಿಮಗೆ ಅವಕಾಶವನ್ನು ಮಾಡಿಕೊಡುವವನಾಗಿರುತ್ತಾನೆ. അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും കർത്താവിന്റെ ആത്മാവിനെ പകരും എന്ന് തന്നെയാണ് ദൈവവചനം പറഞ്ഞിരിക്കുന്നത്. ಯಾಕೆಂದರೆ ಕಡೆಯ ದಿನಗಳಲ್ಲಿ ಎಲ್ಲಾ ಮನುಷ್ಯರ ಮೇಲೆ ನನ್ನ ಆತ್ಮವನ್ನು ಸುರಿಸುತ್ತೇನೆ ಅಂತ ಯೆಹೋವನು ತಾನೇ ಹೇಳಿರುತ್ತಾನೆ. ആത്മാവിന്റെ സാന്നിധ്യം ഇറങ്ങുന്നിടത്ത് സൗഖ്യം നിശ്ചയമാണ്. ಆತ್ಮನ ಸಾನ್ನಿಧ್ಯ ಎಲ್ಲೆಲ್ಲಿ ಇಳಿದು ಬಂದಿರುತ್ತದೋ ಅಲ್ಲೆಲ್ಲವೂ ಸೌಖ್ಯವು ನಿಶ್ಚಯವಾಗಿರುತ್ತದೆ. ഞാൻ ഉറപ്പിച്ച് പറയുന്നു, ഈ പ്രാർത്ഥന കഴിഞ്ഞ് നിങ്ങൾ വീട്ടിലേക്ക് പോകാൻ പോകുന്നത് സൗഖ്യത്തോടെ ആകും. ನಾನು ಒಂದನ್ನು ಹೇಳುತ್ತೇನೆ, ಈ ಪ್ರಾರ್ಥನೆ ಮುಗಿಸಿ ನೀವು ಹೋಗುವಾಗ ನಿಮ್ಮ ಶರೀರದಂತ ಎಲ್ಲ ರೋಗಗಳು ನೀಗಲ್ಪಟ್ಟಿರುತ್ತದೆ. രോഗികൾക്ക് വേണ്ടി ഇന്ന് രാത്രി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. ರೋಗಿಗಳಿಗೋಸ್ಕರವಾಗಿ ರಾತ್ರಿ ವೇಳೆಯಲ್ಲಿ ಪ್ರಾರ್ಥಿಸೋದಕ್ಕೆ ಇಷ್ಟಪಡುತ್ತೇನೆ. രാത്രി ഞാൻ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. ರೋಗಿಗಳಿಗೋಸ್ಕರವಾಗಿ ರಾತ್ರಿ ವೇಳೆಯಲ್ಲಿ ಪ್ರಾರ್ಥಿಸುತ್ತೇನೆ. യേശുവിന് സൗഖ്യം നൽകാൻ കഴിയുമെങ്കിൽ യേശുവിന്റെ ശക്തി അകത്തിരിക്കുന്നിടത്തോളം കാലം എന്നെ കൊണ്ട് അത് പറ്റും. ಅಂದ್ರೆ ಯೇಸುವಿಗೆ ಸೌಖ್ಯಪಡಿಸಲು ಸಾಧ್ಯವಿರುವುದಾದರೆ ಆ ಯೇಸುವಿನ ಸಾನ್ನಿಧ್ಯ, ಯೇಸುವಿನ ಮಾತಿನ ಮೂಲಕವೂ ಸಹ ಸೌಖ್ಯ ಉಂಟಾಗುತ್ತದೆ. പ്രസംഗം തീരുന്നത് വരെ നിങ്ങൾ കാത്തിരിക്കേണ്ട. ಈ ಪ್ರಸಂಗ ಮುಗಿಯುವವರೆಗೂ ನೀವು ಕಾಯುವುದು ಬೇಡ. ദൈവദാസനെ അറിയാം. ಒಂದು ದೇವ ಸೇವಕನಿಗೆ ಚೆನ್ನಾಗಿ ಗೊತ್ತುಂಟು. ശുശ്രൂഷയ്ക്ക് മുമ്പ് അദ്ദേഹം ചെയ്യുന്ന ഒരു കാര്യം എന്തെന്ന് ಅವರು ಸೇವೆಗೆ ಹೋಗೋದಕ್ಕಿಂತ ಮುಂಚಿತವಾಗಿ, ಅವರು ವಾಕ್ಯ ಸಂದೇಶ ಹೇಳೋದಕ್ಕಿಂತ ಮುಂಚಿತವಾಗಿ ಅವರು ಒಂದು ಕಾರ್ಯವನ್ನು ಮಾಡುತ್ತಾರೆ. ഇരിക്കുന്നവർക്ക് വേണ്ടി അദ്ദേഹം പ്രാർത്ഥിക്കും. ಕಿವಿ ಕೇಳದೆ ಇರುವವರಿಗೋಸ್ಕರವಾಗಿ ಅವರು ಮೊದಲೇ ಪ್ರಾರ್ಥಿಸುತ್ತಾರೆ. കണ്ടുകൂടാതിരിക്കുന്നവർക്ക് വേണ്ടി അദ്ദേഹം പ്രാർത്ഥിക്കും. ಕಣ್ಣು ಕಾಣದಿರುವವರಿಗೋಸ್ಕರವಾಗಿ ಮೊದಲು ಪ್ರಾರ್ಥಿಸುತ್ತಾರೆ. കാത് കേട്ടുകൂടാതെ ഒരു വ്യക്തി ഈ ഹാളിനകത്തിരുന്ന് കഴിഞ്ഞാൽ ഞാൻ പ്രസംഗിക്കുന്നത് അവർക്ക് കേൾക്കാൻ പറ്റുന്നില്ല. ಅಂದ್ರೆ ಕಿವುಡಾದವರು ಬಂದು ಕುಳಿತುಕೊಂಡು ದೇವರ ಸಂದೇಶವನ್ನು ಕೇಳುವುದಾದರೆ ನಾನು ಹೇಳುವಂತದ್ದು ಯಾವುದು ಸಹ ಅವರಿಗೆ ಅರ್ಥವಾಗುವುದಿಲ್ಲ. ಅದಕ್ಕೋಸ್ಕರವಾಗಿ ಅವರು ಕಿವುಡವರಿಗೋಸ್ಕರವಾಗಿ ಮೊದಲೇ ಪ್ರಾರ್ಥಿಸುತ್ತಾರೆ. കണ്ണ് കണ്ടുകൂടാതെ ഒരു വ്യക്തി ഇതിനകത്തിരുന്ന് കഴിഞ്ഞാൽ എന്നെ നിങ്ങൾ എത്ര വളരെ നന്നായി ഞാൻ ഒരുങ്ങി വന്നു നിന്നാലും നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റത്തില്ല. ಅಂದ್ರೆ ಕುರುಡರು ಬಂದು ಇಲ್ಲಿ ಕುಳಿತುಕೊಂಡು ಸುಮ್ಮನೆ ಕುತ್ಕೊಂಡು ನೋಡ್ತಾ ಇದ್ರೆ ನಾನು ಎಷ್ಟು ಸುಂದರವಾಗಿ ಅಲಂಕಾರವಾಗಿ ಇಲ್ಲಿ ಬಂದ್ರು ಸಹ ಕುರುಡರು ಯಾರು ಸಹ ನನ್ನನ್ನು ನೋಡಲು ಸಾಧ್ಯವಿಲ್ಲ. ಅದಕ್ಕೋಸ್ಕರವಾಗಿ ಕುರುಡರಿಗೋಸ್ಕರವಾಗಿ ಮೊದಲೇ ಅವರು ಪ್ರಾರ್ಥಿಸಿರುತ್ತಾರೆ. ಆ ದೇವ ಸೇವಕರು ಮಾಡುವಂತ ಒಂದು ಕಾರ್ಯವನ್ನು ನಾನು ಬಹಳ ಗಮನದಿಂದ ಕೇಳಿದ್ದೇನೆ. ಅಂದ್ರೆ ರೋಗಿಗಳ ಮೇಲೆ ಕೈ ಇಟ್ಟಲ್ಲ ಅವರು ಪ್ರಾರ್ಥನೆ ಮಾಡುವಂತದ್ದು. ಅವರು ಮೊಟ್ಟ ಮೊದಲ ಒಂದು ಮಾತನ್ನು ಹೇಳುತ್ತಾರೆ. ಆ ಸಮಯത്തെ ഹീലിംഗുകൾ കൂട്ടം കൂട്ടമായി ഗ്രൗണ്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ಆ ಒಂದು ಸಮಯದಲ್ಲಿಯೇ ಗುಂಪುಗುಂಪಾಗಿ ರೋಗ ಸ್ವಸ್ಥತೆಗಳು ಉಂಟಾಗುತ್ತಲೇ ಇರುತ್ತದೆ. ಆಮೆನ್. കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് യേശുവിന്റെ ശക്തി അദ്ദേഹത്തിന്റെ അകത്തിരിപ്പുണ്ട്. ಅಂದ್ರೆ ಆ ಒಂದು ಸೇವಕರು ಆ ಒಂದು ಕಾರ್ಯಗಳನ್ನು ಮಾಡುತ್ತಾ ಇರುವುದಾದರೆ ಅವರ ಒಳಗಡೆ ದೈವಿಕವಾದ ಶಕ್ತಿ ಇದೆ. അങ്ങനെയെങ്കിൽ ಈ ಪ್ಲಾಟ್ಫಾರ್ಮಿൽ നിന്ന് ആത്മാവിൽ ഞാൻ പ്രഖ്യാപിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ രോഗശക്തി ശരീരങ്ങൾ വിടട്ടെ. ಹಾಗಾದರೆ ನಾ ಈ ಒಂದು ಪೀಠಿಗೆಯಲ್ಲಿ ಇದ್ದುಕೊಂಡು ಈ ಒಂದು ಪೀಠದಲ್ಲಿ ಇದ್ದುಕೊಂಡು ನಾ ಹೇಳುತ್ತೇನೆ, ಯಾವುದೇ ರೀತಿಯ ರೋಗಗಳು ಇರುವುದಾದ್ರೆ ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ಸೌಖ್ಯವನ್ನು ಹೊಂದಿಕೊಳ್ಳಿರಿ ಅಂತ ಹೇಳಿ. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റാതിരുന്നു അത് നിങ്ങൾ ചെയ്തു തുടങ്ങുക. ನೀವು ಏನು ಮಾಡಲು ಸಾಧ್ಯವಿಲ್ಲದೆ ನೋವನ್ನು ಅನುಭವಿಸುತ್ತಾ ಇದ್ದೀರೋ ಅದು ನಿಮಗೆ ಮಾಡಲು ಸಾಧ್ಯವಾಗುತ್ತದೆ. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റാതിരുന്നു അത് നിങ്ങൾ ചെയ്തു തുടങ്ങുക. ನೀವು ಏನನ್ನು ಮಾಡಲು ಸಾಧ್ಯವಿಲ್ಲದೆ ಇದ್ದೀರೋ ಅದನ್ನು ನೀವು ಮಾಡಲು ಸಾಧ್ಯವಾಗುತ್ತದೆ. നിങ്ങളുടെ ശരീരത്തിന്റെ ഏത് ഭാഗത്തിലാണ് രോഗം ഇരുന്നേ രോഗമുള്ളിടത്ത് രോഗികൾ കൈവച്ചാട്ടെ. ಅಂದ್ರೆ ನಿಮ್ಮ ಶರೀರದಲ್ಲಿ ಯಾವ ಭಾಗಗಳಲ್ಲಿ ರೋಗ ಇದೆಯೋ ಆ ಒಂದು
ರೋಗಿಗಳ ಆ ರೋಗಗಳ ಮೇಲೆ ಆ ಒಂದು ಭಾಗಗಳ ಮೇಲೆ കൈകളെ ഇട്ടു കണ്ണുകളെ മുച്ചി പ്രാർത്ഥിസിരി. ഒന്ന് പറഞ്ഞ യേശുവേ ഈ സമയത്ത് ശരീരങ്ങൾക്കകത്തളങ്ങളിലേക്ക് ഒരു ഹീലിംഗ് നടക്കട്ടെ. അതെ ബായികളെ തെരഞ്ഞു ಹೇಳಿರಿ യേശുവേ ನನ್ನ ശരീರದ ಮೇಲೆ ಒಂದು ರೋಗ ನನಗೆ ಸ್ವಸ್ಥತೆ ಉಂಟಾಗಲಿ. ഈ സമയം നിങ്ങളുടെ ശരീരങ്ങളിലേക്ക് ഒരു അസാധാരണമായ വിടുതലുകൾ അയക്കുക. ಪರಿಶುದ್ಧಾತ್ಮನ ಅಸಾಧಾರಣವಾದಂತ ಬಿಡುಗಡೆ ಈ ಸಮಯದಲ್ಲಿ ಉಂಟಾಗಲಿ. അസാധാരണമായ വിടുതലുകൾ അയക്കുക. ಅಸಾಧಾರಣವಾದಂತ ಬಿಡುಗಡೆ ಉಂಟಾಗಲಿ. നിങ്ങളുടെ ശരീരങ്ങൾ നിങ്ങൾക്ക് ചലിപ്പിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ചലിപ്പിച്ചു തുടങ്ങുക. ನಿಮ್ಮ ಶರೀರದಲ್ಲಿ ಯಾವುದೇ ರೀತಿಯ ವೇದನೆಗಳನ್ನು ಇಟ್ಟುಕೊಂಡು ಚಲಿಸಲು ಸಾಧ್ಯವಿಲ್ಲದಂತ ಪರಿಸ್ಥಿತಿ ಇರುವುದಾದ್ರೆ ಈ ಸಮಯದಲ್ಲಿ ಚಲಿಸಿ ನೋಡಿರಿ. നിങ്ങൾക്ക് കുനിയാൻ മേല എന്ന ആ അവസ്ഥയിലാണ് ഇന്ന് രാത്രി ഇതിനകത്ത് വന്നെങ്കിൽ ഒന്ന് കുനിഞ്ഞു നോക്കിയാട്ടെ. ಅಂದ್ರೆ ನಿಮಗೆ ಈ ಒಂದು ಹಾಲಿಗೆ ಬರಬೇಕಾದ್ರೆ ಒಂದು ಬಗ್ಗಲು ಸಾಧ್ಯವಿಲ್ಲದಂತ ಪರಿಸ್ಥಿತಿಯಲ್ಲಿ ನೀವು ಬಂದಿರಬಹುದು. ಆದ್ರೆ ಈ ಸಮಯದಲ್ಲಿ ಪರೀಕ್ಷಿಸಿ ನೋಡಿ, ಬಗ್ಗಿ ನೋಡಿ, ದೇವರು ಸಹಾಯ ಮಾಡುತ್ತಾನೆ. ആത്മാവ് നിങ്ങളെ തൊടുന്ന ഈ സമയം തൊടുന്ന സമയമായി മാറാൻ പോകുന്നു. ದೇವರ ಆತ್ಮನ ಮುಟ್ಟುವಂತ ಸಮಯವಾಗಿರುತ್ತದೆ ಈ ಸಮಯ. നിങ്ങൾ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ദൈവാത്മാവിനോട് പറയുന്നു. ನೀವು ಯಥಾರ್ಥವಾಗಿ ದೇವರ ಸನ್ನಿಧಾನ ಪ್ರಾರ್ಥಿಸುವುದಾದರೆ ದೇವರಾತ್ಮನ ಹೇಳುವುದೇನೆಂದರೆ ഈ സമയം ഒരു വിടുതൽ നിങ്ങളുടെ ശരീരങ്ങൾക്കകത്തളങ്ങളിൽ ചലിക്കുന്നു. ಈ ಸಮಯವು ಒಂದು ಬಿಡುಗಡೆಯ ಸಮಯವಾಗಿರುತ್ತದೆ. ದೇವರು ಇಲ್ಲಿ ಕಾರ್ಯಗಳನ್ನು ಮಾಡುವನಾಗಿರುತ್ತಾನೆ. ഈ സമയം നിങ്ങളുടെ ശരീരങ്ങളിൽ അസാധാരണമായ മിറക്കിളുകൾ നടക്കുന്നു. ಈ ಸಮಯದಲ್ಲಿ ಅಸಾಧಾರಣವಾದಂತ ಒಂದು ಶಕ್ತಿಗಳು, ಅದ್ಭುತಗಳು ನಿಮ್ಮ ಶರೀರದಲ್ಲಿ ಉಂಟಾಗುತ್ತದೆ. അത് യേശുവിൻ നാമത്തിൽ സംഭവിക്കട്ടെ. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ಹಾಗೆಯೇ ಸಂಭವಿಸಲಿ. യേശുവിൻ നാമത്തിൽ തന്നെ. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ആമേൻ. ಆಮೆನ್. ഉറക്കരാമേൻ പറഞ്ഞു. ಓ ಜೋರಾಗಿ ಹೇಳೋಣ ಆಮೆನ್. കരങ്ങൾ ഉയർത്തി പിടിച്ച് ഉറക്കരാമേൻ പറഞ്ഞു. കരಗಳನ್ನು ಮೇಲಕ್ಕೆ ಮಾಡಿ ಒಳ್ಳೆ ರೀತಿಯಲ್ಲಿ ಹೇಳುವ ಆಮೆನ್. അയ്യോ അരക്കൈ മുക്കാ കൈ ഒന്നും കർത്താവിന് വേണ്ട. ഒരു നല്ല കൈ ഉയർത്തി പിടിച്ച് ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ಅರ್ಧ ಕೈ ಮುಕ್ಕಾಲ್ ಕೈ ದೇವರಿಗೆ ಬೇಡ, ಒಳ್ಳೆ ರೀತಿಯಲ್ಲಿ ಮೇಲೆ ಮಾಡಿ ದೇವರಿಗೆ ಆಮೆನ್ ಹೇಳುವ. കൊടുക്കുന്നെങ്കിലൊന്ന് നന്നായിട്ട് കൊടുത്തേ. ಕೊಡುವುದಾದರೆ ಒಳ್ಳೆಯದನ್ನೇ ನಾವು ದೇವರಿಗೆ ಕೊಡಬೇಕು. എനിക്ക് സ്തോത്രം പറയാനല്ല ഞാൻ നിങ്ങളോട് പറഞ്ഞേ. ನನಗೆ ಸ್ತೋತ್ರ ಹೇಳುವುದಕ್ಕೆ ಆಗುವುದಿಲ್ಲ, ಅದಕ್ಕೋಸ್ಕರವಾಗಿ ನೀವು ಹೇಳಿ ಅಂತ ಹೇಳಿ ಅಲ್ಲ ನಾ ಹೇಳ್ತಾ ಇರುವಂತದ್ದು. സ്തോത്രം കൊടുക്കാനാ പറഞ്ഞേ. ಕರ್ತನಿಗೆ ಸ್ತೋತ್ರ ಕೊಡಿ ಅಂತ ಹೇಳಿ ಹೇಳ್ತಾ ಇದ್ದೀನಿ. കൊടുക്കുന്നെങ്കിൽ ആ കരങ്ങൾ ഉയർത്തി പിടിച്ചൊരു നല്ല ഹല്ലേലൂയ. ಕರ್ತನಿಗೆ ಕೊಡ್ಲಿಕ್ಕೆ ಇರುವುದಾದ್ರೆ ಒಳ್ಳೆ ರೀತಿಯಲ್ಲಿ ಕರಗಳನ್ನು ಮೇಲಕ್ಕೆ ಚಾಚಿ ಒಳ್ಳೆ ಹಲ್ಲೆಲೂಯ ಹೇಳುವ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. ശ്രദ്ധിക്കും, ഞാൻ പറഞ്ഞു പോയപ്പോൾ എന്നിലേക്ക് തിരിച്ചു വരികയാണ്. ಗಮನಿಸುವ, ನಾನು ಯಾವುದನ್ನು ಹೇಳುತ್ತಾ ಇದ್ದೇನೆ ಅದಕ್ಕೆ ಹಿಂತಿರುಗಿ ಬರುತ್ತಿದ್ದೇನೆ. ലൂക്കോസ് എന്ന മനുഷ്യൻ, ಲೂಕನೆಂಬವನು പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ അദ്ദേഹം നിറഞ്ഞു. ಪರಿಶುದ್ಧಾತ್ಮನ ಶಕ್ತಿಯಿಂದ ತುಂಬಲ್ಪಟ್ಟನು. അതിനുള്ള കാരണത്തിലേക്കാണ് ഞാൻ വരുന്നത്. ಅದರ ಕಾರಣಕ್ಕೆ ನಾವು ಬರ್ತಾ ಇದ್ದೇವೆ. സന്ദർഭത്തിലേക്ക് ഞാൻ ಆ വരുന്നത്. ಒಂದು ಸಂದರ್ಭಕ್ಕೆ ನಾವು ಬರುತ್ತಿದ್ದೇವೆ. ശ്രദ്ധിച്ചോ, അദ്ദേഹം വൈദ്യനായിരിക്കെ ಆತನ ವೈದ್ಯನಾಗಿದ್ದನು. പുതിയ മരുന്നുകൾ അന്വേഷിച്ച് അദ്ദേഹം യാത്ര ചെയ്യുന്ന ಹೊಸ ಹೊಸ ಮದ್ದುಗಳನ್ನು ಕಂಡುಹಿಡಿದು ಆತನ ಪ್ರಯಾಣಗಳನ್ನು ಬೆಳೆಸುತ್ತಾ ಇದ್ದನು. അദ്ദേഹം ഒരു കാഴ്ച കണ്ടു. ಆತನ ಒಂದು ದೃಶ್ಯವನ್ನು ಕಂಡನು. എന്താ കാഴ്ച എന്നറിയാമോ? ಏನಾಗಿದೆ ಆ ದೃಶ್ಯ? എഫെസോനായ പൗലോസ് രോഗികളെ സൗഖ്യമാക്കുന്നു. ಆತನು ರೋಗಿಗಳನ್ನು ಸೌಖ್ಯಪಡಿಸುತ್ತಿದ್ದಾನೆ. ഇദ്ദേഹത്തിന് ഈ കാഴ്ച വല്ലാണ്ട് ആകർഷിച്ചു. ಅಂದ್ರೆ ಈ ಒಂದು ದೃಶ್ಯ ಅವನನ್ನು ಬಹಳವಾಗಿ ಆಕರ್ಷಿಸಿತು. ഞാൻ ചിന്തിക്കുന്നു, ನಾನು ಗಮನಿಸುತ್ತೇನೆ, മാനസിക ബുദ്ധിയിൽ അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചു കാണും. ಅವನು ಮಾನಸಿಕವಾಗಿ ಈ ರೀತಿಯಲ್ಲಿ ಯೋಚನೆ ಮಾಡಿರಬಹುದು. അദ്ദേഹം ഒരു നല്ല വൈദ്യനാണല്ലോ. ಆತನು ಒಳ್ಳೆ ವೈದ್ಯನು ತಾನೆ. അതുകൊണ്ടാണല്ലോ പുതിയ മരുന്നുകൾ അന്വേഷിച്ച് നടക്കുന്നത്. ಆದುದರಿಂದಲೇ ಆತನು ಹೊಸ ಹೊಸ ಮದ್ದುಗಳನ್ನು ಕಂಡುಹಿಡಿದು ಆತನ ತೆಗೆದುಕೊಂಡು ಹೋಗುತ್ತಾ ಇದ್ದಾನೆ. അപ്പോൾ അദ്ദേഹത്തിന് ഒരു ചിന്ത വന്നു കാണും. ಆತನಿಗೆ ಈ ರೀತಿಯ ಯೋಚನೆ ಬಂದಿರಬಹುದು. മരുന്ന് കൊടുക്കാതെ രോഗികളെ സൗഖ്യമാക്കുന്ന ഒരു വൈദ്യശാല ഇടാനായിട്ട് അദ്ദേഹം ഈ സൂത്രം എന്താണെന്ന് കണ്ടുപിടിക്കാനായിരിക്കും പൗലോസ്. ಅಂದ್ರೆ ಮದ್ದುಗಳನ್ನೇ ಕೊಡದೆ ಯಾವ ರೀತಿಯಲ್ಲಿ ಇವನು ಸೌಖ್ಯಪಡಿಸುತ್ತಾ ಇದ್ದಾನೆ ಅಂತ ಕಂಡುಹಿಡಿಯುವುದಕ್ಕೋಸ್ಕರವಾಗಿ ಆತನಲ್ಲಿ ಹೋಗಿರಬಹುದು. പൗലോസിനോടൊപ്പം ചില നാളുകൾ അദ്ദേഹം ചേർന്ന് നിന്നു. ಪೌಲನ ಜೊತೆಯಲ್ಲಿ ಕೆಲವೊಂದು ದಿನ ಆತನು ಸೇರಿ ಇದ್ದನು. കുറച്ചു നാൾ പൗലോസിനോടൊപ്പം ഉണ്ടായിരുന്നു. ಪೌಲನ ಜೊತೆಯಲ್ಲಿ ಆತನು ಇದ್ದನು. അങ്ങനെ കുറച്ചു നാൾ നിന്നപ്പോഴേക്കും പൗലോസും പുള്ളിക്കാരൻ രണ്ടുപേരും തമ്മിൽ നല്ല സ്നേഹബന്ധത്തിലായി. ಹಾಗೆ ಪೌಲನು ಮತ್ತೆ ಒಂದು ಲೂಕನು ಇಬ್ಬರು ಸಹ ಒಂದಾಗಿದ್ದ ನಿಮಿತ್ತವಾಗಿ ಅವರ ಮಧ್ಯದಲ್ಲಿ ಒಳ್ಳೆ ಪ್ರೀತಿ ಸಂಬಂಧ ಬೆಳೆಯಿತು. എന്നോടൊപ്പം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നല്ല അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാരൊക്കെ ഉണ്ടായിരുന്നു. ಅಂದ್ರೆ ಕಳೆದ ದಿನಗಳಲ್ಲಿ ಒಳ್ಳೆ ಒಳ್ಳೆ ದೇವ ಸೇವಕರು ನನ್ನ ಜೊತೆಲಿ ಇದ್ದರು. ഞങ്ങൾ ഒരുമിച്ച് ഒരു റൂമിലാണ് ഞങ്ങൾ കിടന്നേ. ನಾವು ಒಂದೇ ರೂಮಲ್ಲಿ ಇದ್ದೇವೆ. അവർ ഞങ്ങളെ വിട്ടു പോയപ്പോഴേക്കും ഞങ്ങൾക്ക് വല്ലാണ്ട് സങ്കടമായി. ಅಂದ್ರೆ ಯಾರಾದ್ರೂ ಬಂದವರು ನಮ್ಮನ್ನು ಬಿಟ್ಟು ಹೋಗ್ಬೇಕಾದ್ರೆ ನಮಗೆ ಬಹಳ ಸಂಕಟ ಉಂಟಾಗುತ್ತದೆ. ഭയങ്കര സന്തോഷമായിരുന്നു. ಕೂಟಕ್ಕೆ ಬಂದಾಗ ಭಯಂಕರ ಸಂತೋಷ, വിട്ടുപോയപ്പോൾ ഭയങ്കര സങ്കടം, ಬಿಟ್ಟು ಹೋಗುವಾಗ ಬಹಳ ಸಂಕಟ. എന്തായാലും കൂട്ടത്തിൽ നിന്നപ്പോൾ ഞങ്ങൾ പരസ്പരം ഞങ്ങളുടെ ജീവിതത്തെ ഷെയർ ചെയ്തു, ഞങ്ങളുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്തു, പരസ്പരം ഞങ്ങളുടെ വേദനകൾ ഷെയർ ചെയ്തു. ഇതെല്ലാം ഞങ്ങൾ പരസ്പരം സംസാരിച്ചു. ಅಂದ್ರೆ ಒಂದಾಗಿ ಇದ್ದಂತ ವೇಳೆಯಲ್ಲಿ ನಮ್ಮ ನೋವುಗಳು, ನಮ್ಮ ವೇದನೆಗಳು ಮಾತ್ರವಲ್ಲ, ನಮ್ಮ ಅನುಭವಗಳನ್ನು, ಸೇವೆಯ ಒಂದೊಂದು ಹಂತಗಳನ್ನು ನಾವು ಅವರ ಜೊತೆಲಿ ಹಂಚಿಕೊಳ್ಳುತ್ತಾ ಇದ್ದೆವು. അതാണ് കേട്ടോ ഒരു ദൈവസഭയുടെ ഒരു നല്ല കൂട്ടായ്മ എന്ന് പറയുന്നത്. ಅದೇ ಆಗಿದೆ ಸಭೆಯ ಒಳ್ಳೆಯ ಕೂಟ ಅಂತ ಹೇಳುವಂತದ್ದು. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞല്ലോ, തമ്മിൽ ദൈവസഭയിൽ പരസ്പരം ഭാരങ്ങളെ വഹിക്കണം, വിഷയങ്ങൾ അറിഞ്ഞിരിക്കണം, പരസ്പരം നിങ്ങൾ പ്രാർത്ഥിക്കണം. ಕಳೆದ ದಿನಗಳಲ್ಲಿ ನಾನು ನಿಮಗೆ ಹೇಳಿಕೊಟ್ಟೆ, ಸಭೆಯಾಗಿ ಕೂಡಿ ಬರಬೇಕಾದ್ರೆ ಒಬ್ಬರಿಗೆ ಒಬ್ಬರು ಭಾರವನ್ನು ಹೊರಬೇಕು, ಮಾತ್ರವಲ್ಲ ಒಬ್ಬರಿಗೊಬ್ಬರು ಪ್ರೋತ್ಸಾಹ ಮಾಡಬೇಕು, ಒಬ್ಬರ ಭಾರವನ್ನು ಹೊತ್ತು ಒಬ್ಬರಿಗೋಸ್ಕರವಾಗಿ ಪ್ರಾರ್ಥಿಸಿ ಅವರನ್ನು ಪ್ರೋತ್ಸಾಹಿಸಿ ನಡೆಸಬೇಕು ಅಂತ ಹೇಳಿ. ഹല്ലേലൂയ ಹಲ್ಲೆಲೂಯ ഹല്ലേലൂയ ಹಲ್ಲೆಲೂಯ. പരസ്പരം എന്ത് ചെയ്യണം? നന്നായിട്ട് എന്ത് ചെയ്യണം? ಪರಸ್ಪರ ಒಂದಾಗಿ ನಿಲ್ಲಬೇಕು, പ്രാർത്ഥിക്കണം.
ಪ್ರಾರ್ಥಿಸಬೇಕು. അപ്പോസ്തലനായ പൗലോസിനോടൊപ്പം ഈ ലൂക്കോസ് കൂടെ കൂടുകയാണ്. ಅಪೊಸ್ತಲನಾದ ಪೌಲನ ಜೊತೆಲಿ ಈ ಲೂಕನು ಈಗ ಇದ್ದಾನೆ. ചില നാൾ കൂടെ കൂടിയപ്പോഴേക്കും പൗലോസിന് മുഖപരിചയമായി. ಅಂದ್ರೆ ಕೆಲವು ದಿನ ಅವನ ಜೊತೆಲಿ ಇದ್ದ ನಂತರವಾಗಿ ಲೂಕನಿಗೆ ಗೊತ್ತಾಯ್ತು. നല്ലൊരു ഫ്രണ്ടായി മാറി അപ്പോസ്തലനായ പൗലോസിന്റെ നല്ലൊരു ഫ്രണ്ടായി മാറി. ಅಪೊಸ್ತಲನಾದಂತ ಪೌಲನ ಒಳ್ಳೆ ಸ್ನೇಹಿತನಾದನು ಈ ಲೂಕನು. അപ്പോ കാര്യങ്ങളൊക്കെ തുറന്ന് സംസാരിക്കത്തക്ക രീതിയിലുള്ള ഒരു അനുഭവമായി. ಕಾರ್ಯಗಳೆಲ್ಲವೂ ಒಳ್ಳೆ ರೀತಿಯಲ್ಲಿ ಮನ ತೆರೆದು ಹೇಳುವಂತ ಒಂದು ಸನ್ನಿವೇಶಗಳು ಅವರ ಜೀವಿತದಲ್ಲಿ ಬಂತು. ഇവിടെ വന്നപ്പോൾ എനിക്ക് ഭാഷയുടെ ഒരു ഭയങ്കര പ്രയാസം ഉണ്ടായിരുന്നു. ಆದ್ರೆ ಕಳೆದ ದಿನಗಳಲ್ಲಿ ನಾನು ಇಲ್ಲಿ ಬಂದಾಗ ಭಾಷೆಗಳು ಬಹಳ ವ್ಯತ್ಯಾಸ ಉಂಟಾಗಿತ್ತು. ദൈവദാസനോട് ദൈവദാസിയോട് ദൈവമക്കളോടൊക്കെ സംസാരിക്കുന്നതിൽ ഞാൻ ഇങ്ങനെ നോക്കി നിൽക്കും നിങ്ങൾ സംസാരിക്കും. ಅಂದ್ರೆ ದೇವರ ಮಕ್ಕಳ ಜೊತೆಲಿ ಸೇವಕರ ಸೇವಿಕೆಯ ಜೊತೆಲಿ ಮಕ್ಕಳ ಜೊತೆಲಿ ಮಾತನಾಡುವಂತದ್ದು ನನಗೆ ಬಹಳ ಒಂದು ರೀತಿಯಾದಂತ വളരെ സിമ്പിൾ ആയി തോന്നി. കാരണം എനിക്ക് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ദൈവസഭയോടുണ്ട്, ദൈവദാസനോട് കുടുംബത്തോടും ഒക്കെ. ಅಂದ್ರೆ ಈ ಸಾರಿ ಬಂದಾಗ ನನಗೆ ಏನು ಅದು ಒಂದು ಕಷ್ಟವಾಗ್ಲಿಲ್ಲ. ಯಾಕೆಂದ್ರೆ ಅವರ ಜೊತೆಲಿ ಬಹಳ ಸ್ನೇಹದೊಂದಿಗೆ ಸ್ನೇಹ ಭಾವನೆಯೊಂದಿಗೆ ನಾನಿದ್ದೇನೆ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ എനിക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ തന്നെ ഒരു പേടിയായിരുന്നു. ಅಂದ್ರೆ ಕಳೆದ ದಿನಗಳಲ್ಲಿ ನಾನು ಬಂದಾಗ ಮನೆಯಿಂದ ಹೊರಗಡೆ ಹೋಗುವಂತದೇ ನನಗೆ ಭಯವಾಗಿತ್ತು. കാരണം എന്നോട് സംസാരിക്കാനായിട്ട് എന്റെ ഭാഷയിൽ സംസാരിക്കാൻ ഒരു കൂട്ടുകാരൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാവരും എന്റെ ഭാഷ അറിഞ്ഞുകൊള്ളാത്തവരാണ്. ಅಂದ್ರೆ ನಾನು ಕಳೆದ ದಿನದಲ್ಲಿ ಇಲ್ಲಿ ಬಂದಾಗ ನನ್ನ ಭಾಷೆಯಲ್ಲಿ ಮಾತನಾಡುವವರು ಒಬ್ಬರು ಮಾತ್ರ, ಮತ್ತೆ ಬೇರೆಲ್ಲರೂ ಅನ್ಯ ಅಂದ್ರೆ ಬೇರೆ ಭಾಷೆಯಲ್ಲಿ ಮಾತನಾಡುವವರೇ ಅಲ್ಲಿ ಸುತ್ತಲಿದ್ದಿದ್ದು. ഇപ്രാവശ്യം ആംഗ്യ ഭാഷ കാണിച്ചായെങ്കിൽ പോലും അവർക്ക് എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായി. ಅಂದ್ರೆ ನಾನು ಸುಮ್ಮನೆ ಅಲ್ಲಿ ಇದ್ಕೊಂಡು ನನ್ನ ಆ ಒಂದು ಕೈ ಸನ್ನೆಯನ್ನು ಮಾಡಿದ್ರೆ ಅವರಿಗೆ ಅರ್ಥ ಆಗುತ್ತದೆ. അതാണ് നല്ലൊരു കൂട്ടിന്റെ നല്ലൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കുന്നതിന്റെ പ്രത്യേകത. ಅಂದ್ರೆ ಅದೇ ಆಗಿದೆ ಒಳ್ಳೆ ಸಂಬಂಧವನ್ನು ಬೆಳೆಸುವಂತಹ ಸನ್ನಿವೇಶಗಳು. ആ ഒരു ബന്ധത്തിൽ പൗലോസും ലൂക്കോസും എത്തിച്ചേർന്നപ്പോൾ, ಆ ಒಂದು ಬಂಧಕ್ಕೆ ಆ ಒಂದು ಪೌಲನು ಲೂಕನು ಒಂದಾಗುವಾಗ വേദപുസ്തകത്തിൽ പൗലോസിൻ തന്റെ ലൂക്കോസിന്റെ ജീവിതത്തെ മാറ്റിയെടുത്തൊരു അനുഭവത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ಅಂದ್ರೆ ಪೌಲನು ಆ ಲೂಕನ ಜೀವಿತವನ್ನು ಪರಿಪೂರ್ಣವಾಗಿ ಬದಲಾಯಿಸಿದ್ದನ್ನು ನಾವು ಸತ್ಯವೇದದಲ್ಲಿ ನೋಡುತ್ತೇವೆ. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിലും അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിലും പൗലോസിന്റെ എഴുത്തു ഭാഷയുടെ ചെറിയൊരു ചായ്വ്, ചെറിയൊരു സാദൃശ്യം അത് നമുക്ക് ഈ രണ്ട് പുസ്തകങ്ങളിലും കാണാൻ പറ്റും. ಅಂದ್ರೆ ಲೂಕನ ಸುವಾರ್ತೆ ಮಾತ್ರವಲ್ಲ, ಅಪೊಸ್ತಲ ಕೃತ್ಯಗಳು ಈ ಎರಡನ್ನು ಸಹ ನಾವು ಓದುವಾಗ ಒಂದು ವಿಶೇಷವಾದಂತ ಒಂದು ಸಂದೇಶವನ್ನು ಆತನು ಕೊಟ್ಟಿರುವುದನ್ನು ನಾವು ಗಮನಿಸಬಹುದು. പൗലോസിന്റെ ഭാഷ വളരെ കട്ടിയുള്ള ഭാഷയാണ്. ಆದ್ರೆ ಪೌಲನ ಒಂದು ಭಾಷೆ ಬಹಳ ಗಟ್ಟಿಯಾಗಿರುವಂತ ಭಾಷೆ ಆಗಿದೆ. ഒരിക്കൽ വായിക്കുമ്പോൾ ചിലപ്പോൾ ലേഖനങ്ങൾ നമുക്ക് മനസ്സിലായില്ല. ಒಂದು ಸಾರಿ ಓದುವಾಗ ಲೇಖನಗಳು ಕೆಲವೊಮ್ಮೆ ಅರ್ಥವಾಗ್ತದೆ, ಇಲ್ಲ ಕೆಲವೊಮ್ಮೆ ಅರ್ಥವಾಗದೇ ಇರ್ತದೆ. ആവർത്തിച്ച് നമ്മൾ വായിക്കേണ്ടി വരും. ಆದ್ರೆ ಒಂದು ಸಾರಿ ಓದಿದ್ರೆ ಅದು ಅರ್ಥವಾಗುದಿಲ್ಲ. ಪುನಃ 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 ಪತ್ರಿಕೆಗಳನ್ನು ಓದಿದ್ರೆ ಮಾತ್ರ ಅದು ನಮಗೆ ಅರ್ಥವಾಗುತ್ತದೆ. എന്നാൽ അദ്ദേഹം ലേഖനം എഴുതുന്നതിൽ ശ്രദ്ധിച്ചിരുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. ಆದರೆ ಆತನ ಪತ್ರಿಕೆಗಳು ಬರೆಯುವಾಗ ಬಹಳ ಗಮನದಿಂದ ನಾವು ನೋಡುವಂತದ್ದೇನೆಂದರೆ, ചിട്ടയോടും കൂടി ഒരു പുസ്തകം എഴുതാൻ പൗലോസിനെ കൊണ്ട് കഴിഞ്ഞിരുന്നു. ಆತನು ಬಹಳ ಸಾಧಾರಣವಾಗಿ ಆತನು ಸಹ ಬರೆಯಬಹುದಾಗಿತ್ತು. അതേ രീതി തന്നെ ലൂക്കോസും ഫോളോ ചെയ്യുന്നുണ്ട്. ಅದೇ ಪ್ರಕಾರವಾಗಿ ಲೂಕನು ಸಹ ಆತನನ್ನೇ ಅವಲಂಬಿಸುತ್ತಿದ್ದಾನೆ. പുസ്തകം എഴുതുമ്പോഴും അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം എഴുതുമ്പോഴും അദ്ദേഹം വളരെ അടുക്കും ചിട്ടയോടും കൂടി പുസ്തകം എഴുതി. ಸುವಾರ್ತೆಯನ್ನು ಬರೆಯುವಾಗಲೂ ಮಾತ್ರವಲ್ಲ, ಅಪೊಸ್ತಲ ಕೃತ್ಯಗಳನ್ನು ಬರೆಯುವಾಗ ಆತನ ಕ್ರಮಾನುಕ್ರಮವಾಗಿ ಆತನು ಬರೆಯುವುದನ್ನು ನಾವಲ್ಲಿ ನೋಡುತ್ತೇವೆ. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാൻ ನಾನೊಂದು ಕಾರ್ಯ ನಿಮ್ಮ ಬಳಿಯಲ್ಲಿ ಹೇಳಲು ಇಷ್ಟಪಡುತ್ತೇನೆ. കുറ്റം പറയുന്നവരോട് ചേർന്ന് നടക്കരുത്. ಅಂದ್ರೆ ದೂಷಣೆ ಮಾಡುವವರ ಜೊತೆಯಲ್ಲಿ ನೀವು ಸೇರಿ ದೂಷಣೆ ಮಾಡಿಕೊಂಡು ನಡೆಯಬಾರದು. അഭിഷേകമില്ലാത്തവരോട് കൂട്ടുകെട്ടാൻ പോകരുത്. ಅಭಿಷೇಕ ಇಲ್ಲದವರ ಜೊತೆಯಲ್ಲಿ ಸೇರಿ ನೀವು ನಿಂತುಕೊಳ್ಳಬಾರದು എന്ന് പറഞ്ഞ് നിങ്ങൾ ആരും പറഞ്ഞുകൊണ്ട് നടക്കരുത്. പാസ്റ്റർ പ്രസംഗിച്ചു, ആരോടും ബന്ധം പാലിക്കാൻ പാടില്ല എന്ന് ഞാൻ അങ്ങനെ പ്രസംഗിച്ചിട്ടില്ല. ನೀವು ಯಾರು ಸಹ ಹೇಳಬಾರ್ದು, ಅಯ್ಯೋ ಪಾಸ್ಟರ್ ಯಾರ ಜೊತೆಯಲ್ಲಿ ಸೇರಬಾರ್ದು ಅಂತ ಹೇಳಿದ್ದಾರೆ, ಅದಕ್ಕೋಸ್ಕರವಾಗಿ ನಾನು ಯಾರ ಜೊತೆಯಲ್ಲಿ ಸೇರುವುದಿಲ್ಲ, ವಿಂಗಡವಾಗಿಯೇ ನಾನು ಇರುತ್ತೇನೆ ಅಂತ ನೀವು ಎಂದಿಗೂ ಸಹ ಹೇಳಬೇಡಿ. ನಾನು ಆ ರೀತಿ ನಿಮಗೆ ಹೇಳಿಕೊಡ್ಲೂ ಇಲ್ಲ. എല്ലാവരോടും സ്നേഹം വേണം. ಎಲ್ಲರ ಜೊತೆಯಲ್ಲಿ ಪ್ರೀತಿಯಿಂದ ಇರಬೇಕು, ಎಲ್ಲರ ಜೊತೆಯಲ್ಲಿ ಮಾತನಾಡಬೇಕು. അതാണ് ക്രിസ്തീയ ജീവിതം. ಅದೇ ಆಗಿದೆ ಕ್ರಿಸ್ತನ ಜೀವಿತ. എല്ലാവരോടും എന്ത് ചെയ്യണം? ಎಲ್ಲರ ಜೊತೆಯಲ್ಲಿ ಮಾತನಾಡಬೇಕು, ಎಲ್ಲರ ಜೊತೆಯಲ್ಲಿ ಪ್ರೀತಿಯಿಂದ ಇರಬೇಕು. പക്ഷേ ഒരൊറ്റ കാര്യം, ಆದ್ರೆ ಒಂದು ಕಾರ್ಯ, അവരുമായി നല്ല ബന്ധത്തിന് പോകരുത്. ಆದರೆ ಅವರ ಜೊತೆಲಿ ಒಳ್ಳೆ ಸಂಬಂಧ ಇಟ್ಕೊಳ್ಬಾರ್ದು. കാരണം ഒരു ആത്മീകനോട് ഒരു മനുഷ്യൻ ചേർന്ന് നടന്നാൽ, ಕಾರಣ ಒಂದು ಆತ್ಮೀಯನ ಜೊತೆಯಲ್ಲಿ ನೀನು ಸಂಬಂಧವನ್ನು ಬೆಳೆಸಿಕೊಂಡು ಹೋದರೆ ആത്മീകന്റെ അതേ സ്വഭാവം, അതേ ശൈലി നമ്മളിലേക്കും കിട്ടും. ಅಂದ್ರೆ ಆತ್ಮಿಕನಾದಂತ ಅದೇ ಶೈಲಿ, ಅದೇ ಜೀವನ, ಅದೇ ನಡತೆಯನ್ನು ನಾವು ಅವಲಂಬಿಸುತ್ತೇವೆ. ഞാൻ ഒരു ഉദാഹരണം പറയട്ടെ. ನಾನು ಒಂದು ಉದಾಹರಣೆಯನ್ನು ಹೇಳುತ್ತೇನೆ. എപ്പോഴും പോരാട്ടം, പ്രതികൂലം, പ്രശ്നം എന്ന് പറയുന്നവരോട് കൂടെ നടന്നാൽ, ಅಂದ್ರೆ ಯಾವಾಗಲೂ ಹೋರಾಟ, ಯಾವಾಗಲೂ ಸಮಸ್ಯೆ, ಯಾವಾಗಲೂ ನೋವು ಅಂತ ಹೇಳಿಕೊಳ್ಳುವವರ ಜೊತೆಯಲ್ಲಿ ನೀವು ಸೇರಿ ನಡೆಯುತ್ತಾ ಇದ್ರೆ നമ്മളും പറഞ്ഞു തുടങ്ങും പോരാട്ടം. ನಮಗೆ ಗೊತ್ತಿಲ್ಲದೆ ನಾವು ಸಹ ಬಾಯಲ್ಲಿ ಹೇಳ್ತೇವೆ ಭಯಂಕರ ಹೋರಾಟ. എപ്പോഴും അവിശ്വാസിയോട് കൂടെ നടന്നാൽ, ನಾವು ಯಾವಾಗಲೂ ಅವಿಶ್ವಾಸಿಗಳ ಜೊತೆಯಲ್ಲಿ ಸಂಬಂಧವನ್ನು ಬೆಳೆಸಿಕೊಂಡು ಹೋಗುತ್ತಾ ಇರುವುದಾದರೆ, പാസ്റ്റർ ഇന്നലെ പറഞ്ഞു അത് നടക്കുമായിരിക്കുമല്ലേ,
ಅಯ್ಯೋ ಪಾಸ್ಟರ್ ನೆನ್ನೆ ಹೇಳಿದ್ದಾರೆ, ಅದನ್ನ ನಡೀತದೋ ಏನೋ ಗೊತ್ತಿಲ್ಲ. കാരണം വിശ്വാസി അല്ലാത്ത വ്യക്തിയോട് കൂട്ടുകൂടി അവിശ്വാസം നമ്മുടെ അകത്ത് കയറി. ಅಂದ್ರೆ ವಿಶ್ವಾಸಿಗಳು ಅಲ್ಲದ ಅವಿಶ್ವಾಸಿಗಳ ಜೊತೆಯಲ್ಲಿ ನಾವು ಸಹವಾಸ ಮಾಡೋದ್ರಿಂದ ನಮ್ಮ ಜೀವನದಲ್ಲಿ ಯಾವುದೇ ರೀತಿಯಾದಂತ ನಂಬಿಕೆ ಇರುವುದಿಲ್ಲ. ನಾವು ಸಹ ಅಪನಂಬಿಕೆ ಮಾತುಗಳನ್ನೇ ಆಡುತ್ತಾ ಇರ್ತೇವೆ. ഹല്ലേലൂയ ಹಲ್ಲೆಲೂಯ, ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. ലൂക്കോസ് പൗലോസിനോട് ചേർന്ന് നടന്നപ്പോൾ ಲೂಕನ ಪೌಲನ ಜೊತೆಯಲ್ಲಿ ಸೇರಿ ನಡೆಯುವಾಗ ലൂക്കോസിന്റെ കാഴ്ചപ്പാട് മാറി. ಲೂಕನ ಆ ಒಂದು ದರ್ಶನ ಬದಲಾಯಿತು. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. പൗലോസിന്റെ ദർശനം അതുപോലെ തന്നെ പകർത്തി ലൂക്കോസും എടുത്തു. ಆ ಪೌಲನಿಗೆ ಇದ್ದಂತ ಅದೇ ದರ್ಶನ ಈ ಒಂದು ಲೂಕನ ಮೇಲೆಯೂ ವರ್ಗಾವಣೆ ಆದುದನ್ನು ನಾವಲ್ಲಿ ನೋಡುತ್ತೇವೆ. അടുത്തിരിക്കുന്നവർക്ക് ഒന്ന് കൈ കൊടുക്കാമോ? ഒന്ന് ഉറങ്ങാൻ തുടങ്ങുന്നു തോന്നുന്നു. നല്ല കൈയൊക്കെ കൊടുത്തേ ഒന്ന്. അടുത്തിരിക്കുന്ന ആരാണെന്ന് നോക്കിയേ. ചായ കുടിച്ചിട്ട് വന്നിട്ട് എല്ലാവരും വീടുകളിൽ പോയോ അത് അടുത്തുണ്ടോ നോക്കിയേ ഒന്ന്. ಪಕ್ಕದಲ್ಲಿ ಇರೋರಿಗೆ ಸ್ವಲ್ಪ ಕೈಯನ್ನು ಕುಲುಕಿಸಿ ನೋಡಿ, ಚಾ ಕುಡಿದು ಬಂದಿದ್ದಾರಾ ಇಲ್ವಾ, ಇಲ್ಲ ಮನೆಗೆ ಹೋಗ್ಬಿಟ್ಟಿದ್ದಾರಾ ಅಂತೇಳಿ ಸ್ವಲ್ಪ ನೋಡಿ ನೋಡಿ ಅಕ್ಕಪಕ್ಕದಲ್ಲಿ ಇರುವವರೆಲ್ಲ ಇದ್ದಾರಾ ಅಥವಾ ಎಲ್ಲಿಯಾದ್ರೂ ಹೋಗಿದ್ದಾರಾ ಅಂತ ನೋಡಿ. ഓക്കേ, പിടിച്ചോ, കൈ പിടിച്ചോ. ಸ್ವಲ್ಪ ಕೈಯನ್ನು ಹಿಡ್ಕೊಳ್ಳಿ, കൈയൊക്കെ പിടിച്ചോ. ಕೈ ಸ್ವಲ್ಪ ಹಿಡ್ಕೊಳ್ಳಿ. ഒന്ന് ഉയർത്തി പിടിച്ചോ. നിങ്ങൾ പിടിച്ചോന്ന് എനിക്കൊന്ന് കാണണ്ടേ. ಕೈ കൈ ഒന്ന് ഉയർത്തി. ಎಲ್ಲರೂ ಸಹ ಕೈ ಹಿಡ್ಕೊಂಡಿದ್ದೀರಾ? ಹಾಗಾದ್ರೆ ಸ್ವಲ್ಪ ಕೈಯನ್ನು ಹಿಡ್ಕೊಂಡು ಮೇಲೆ ಮಾಡಿ. എന്നിട്ടൊന്ന് ഉറക്കെ പറഞ്ഞേ, ಅವಿಶ್ವಾಸಿಯೋಡು ಕೂಡ ಕೂಡരുത്. ಅಂದ್ರೆ ಅವರ ಜೊತೆಯಲ್ಲಿ ಅಯ್ಯೋ ಕೈ ಬಿಡಬೇಡಿ, ಕೈ ಮೇಲೆ ಎತ್ತಿ ಹೇಳಿರಿ, ಅವಿಶ್ವಾಸಿಗಳ ಜೊತೆಯಲ್ಲಿ ಸಹವಾಸ ಮಾಡಬಾರದು. വിശ്വാസിയോട് കൂടെ കൂടുക. ವಿಶ್ವಾಸಿ ಜೊತೆಯಲ್ಲಿ ಸಹವಾಸ ಮಾಡಬೇಕು. വിശ്വാസിയോട് കൂടെ കൂടുക. ವಿಶ್ವಾಸಿ ಜೊತೆಯಲ್ಲಿ ನಾವು ಇರಬೇಕು. കൈ വിട്ടാട്ടെ. ಕೈ ಬಿಡಿ ಈಗ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. കല്യാണം കഴിഞ്ഞവർക്കൊക്കെ ചില കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നുണ്ട് അല്ലേ? ಮದುವೆ ಆದವರಿಗೆ ಸ್ವಲ್ಪ ಮಾತುಗಳ ನೆನಪು ಬರ್ಬಹುದು. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. ചിലരൊക്കെ ചിന്തിച്ചോണ്ടിരിക്കുക, ഞാൻ പെട്ടത് ഇതുപോലെയാണല്ലോ. ഇങ്ങനെയാന്നോ? ಕೆಲವರು ಈ ರೀತಿಯಲ್ಲಿ ಯೋಚನೆ ಮಾಡುವುದು, ಅಯ್ಯೋ ಹೀಗೆ ಆಗ್ಬಿಡ್ತಲ್ಲ ಅಂತೇಳಿ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. ഓക്കേ, ഞാൻ പറഞ്ഞു വന്നത്, ನಾನು ಹೇಳಿಕೊಂಡು ಬರ್ತಾ അഭിഷേകമുള്ള ಇರುವಂತದ್ದು, പൗലോസിനോടൊപ്പം ചേർന്ന് നടന്നപ്പോൾ കാഴ്ചപ്പാട് മുഴുവനും മാറി. ಅಭಿಷೇಕ ಇರುವಂತಹ ಪೌಲನ ಜೊತೆಯಲ್ಲಿ ಇವನು ಸಹವಾಸ ಬೆಳೆಸಿದ ನಿಮಿತ್ತವಾಗಿ ಈತನ ಮೇಲಿದ್ದಂತ ದರ್ಶನ ಅವನಿಗೆ ಹಾಗೆ ವರ್ಗಾವಣೆ ಆಯಿತು. അദ്ദേഹത്തിന്റെ മനസ്സിനകത്തൊരു ചിന്ത ഉടലെടുത്തു. ಆತನ ಮನಸ್ಸಿನಲ್ಲಿ ಒಂದು ಚಿಂತನೆ ಉಂಟಾಯಿತು. എങ്ങനെ പൗലോസ് ചെയ്യുന്നത് പോലെ ഒരു വിടുതൽ ശുശ്രൂഷ എനിക്കും ചെയ്യാൻ പറ്റും? ಹೇಗೆ ಪೌಲನು ಬಿಡುಗಡೆಯ ಸೇವೆಯನ್ನು ಮಾಡುತ್ತಾ ಇದ್ದಾನೆ ಅದೇ ಪ್ರಕಾರವಾಗಿ ನಾನು ಸಹ ಒಂದು ಬಿಡುಗಡೆಯ ಸೇವೆಯನ್ನು ಮಾಡಬೇಕು. ചോദ്യം ചോദിക്കുന്നവർ രാത്രി ഇതിനകത്തുണ്ടോ? ಈ ರಾತ್ರಿ ವೇಳೆಯಲ್ಲಿ ಇಂತಹ ಪ್ರಶ್ನೆಗಳನ್ನು ಕೇಳುತ್ತಾ ಇರುವವರು ಇದರೊಳಗಡೆ ಯಾರೇ ಇದ್ದೀರೋ? അതുകൊണ്ട് പാസ്റ്റർ പ്രാർത്ഥിക്കുമ്പോൾ വിടുതൽ നടക്കുന്നു, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ വിടുതൽ നടക്കുന്നു. ಅಂದ್ರೆ ನೀವು ಕೆಲವೊಮ್ಮೆ ಈ ರೀತಿಯಲ್ಲಿ ಹೇಳಬಹುದು, ಪಾಸ್ಟರ್ ಪ್ರೇಯರ್ ಮಾಡುವಾಗ ಬಿಡುಗಡೆ ಆಗುತ್ತದೆ, ನಾನು ಪ್ರೇಯರ್ ಮಾಡಬೇಕಾದ್ರೆ ಯಾಕೆ ಬಿಡುಗಡೆ ಆಗೋದಿಲ್ಲ? എന്തുകൊണ്ട് മറ്റുള്ളവരുടെ പ്രാർത്ഥനയ്ക്കകത്ത് അത്ഭുതം നടക്കുന്നു, എന്റെ പ്രാർത്ഥനയ്ക്കകത്ത് അത്ഭുതം? ಬೇರೆಯವರು ಪ್ರೇಯರ್ ಮಾಡುವುದಾದ್ರೆ ಅಲ್ಲಿ ಅದ್ಭುತಗಳು ನಡೆಯುತ್ತದೆ, ನಾನು ಪ್ರಾರ್ಥಿಸುವುದರ ಅದ್ಭುತ ಯಾಕೆ ನಡೆಯುವುದಿಲ್ಲ ಅಂತ ಅನೇಕರು ಪ್ರಶ್ನೆಗಳನ್ನು ಹಾಕುತ್ತಿರಬಹುದು. അങ്ങനെ ചോദിക്കുന്ന ആരെങ്കിലും ഈ രാത്രി എന്നെ കേൾക്കുന്നുണ്ടോ? ಆ ರೀತಿಯಲ್ಲಿ ಪ್ರಶ್ನೆಗಳನ್ನು ಹಾಕಿಕೊಂಡು ಕುಳಿತುಕೊಂಡಿರುವವರು ಯಾರೇ ಇರುವುದಾದರೂ ಸಹ ദൈവ ശബ്ദം ഞാൻ നിങ്ങളോട് പറയാം. ದೇವರ ಶಬ್ದವನ್ನು ನಾನು ನಿಮಗೆ ಹೇಳುತ್ತೇನೆ. നിങ്ങൾ ഇന്ന് രാത്രി മുതൽ അത് ചെയ്യാൻ പോകുന്നു. ನೀವು ಇವತ್ತು ರಾತ್ರಿಯಿಂದಲೇ ಅದನ್ನು ಮಾಡಲು ಹೋಗುತ್ತೀರಿ. നിങ്ങളെ കൊണ്ട് കർത്താവ് അത് ചെയ്യിക്കാൻ ആഗ്രഹിക്കുന്നു. ಮೂಲಕವಾಗಿ ನನ್ನ ದೇವರು ಮಾಡುವವನಾಗಿರುತ್ತಾನೆ. ಆಮೆನ್. ആമേൻ. ഉറക്കെ പറഞ്ഞേ, ഞാൻ അത്ഭുതം കാണുന്നവനായിട്ടല്ല. ನಾವು ಬಾಯಿಗಳನ್ನು ತೆರೆದು ಹೇಳುವ, ದೃಢವಾಗಿ ಹೇಳುವ, ಬಾಯಿಗಳನ್ನು ತೆರೆದು ಗಟ್ಟಿಯಾಗಿ ಹೇಳುವ, ನಾನು ಅದ್ಭುತಗಳನ್ನು ಕಾಣುವವನಾಗಿ ಅಲ್ಲ. അത്ഭുതം കാണുക മാത്രമല്ല, ಅದ್ಭುತಗಳನ್ನು ಕೇವಲ ನೋಡುವಂತದ್ದು ಮಾತ್ರವಲ್ಲ, അത്ഭുതം അനുഭവിക്കുകയും ನಾನು ಅದ್ಭುತಗಳನ್ನು ಅನುಭವಿಸುತ್ತೇನೆ, അത്ഭുതം ചെയ്യുകയും ചെയ്യും. ಅದ್ಭುತಗಳನ್ನು ಮಾಡುತ್ತೇನೆ. അങ്ങനെ പറയുന്നത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ, ಅದು ಯಥಾರ್ಥವಾಗಿ ನೀವು ಹೇಳುವುದಾದರೆ നിങ്ങളെ കൊണ്ട് കർത്താവ് അത് ನಿಮ್ಮ ചെയ്യിക്കാൻ ಜೀವಿತದಲ್ಲಿ ಅದು ಕರ್ತನು ಮಾಡುವವನಾಗಿರುತ್ತಾನೆ. നിങ്ങളെ കൊണ്ട് അത് ನಿಮ್ಮ ചെയ്യിക്കാൻ ಮೂಲಕವಾಗಿ ದೇವರು ಅದನ್ನು ಮಾಡುತ್ತಾನೆ. അതിന് വിടുതൽ നടക്കേണ്ടത് നിങ്ങളുടെ ഫിനാൻഷ്യൽ മണ്ഡലങ്ങളിൽ വിടുതൽ നടക്കുകയാണ്. ಮಾತ್ರವಲ್ಲ, ನಿಮ್ಮ ಆರ್ಥಿಕವಾದಂತಹ ಪರಿಸ್ಥಿತಿಯಲ್ಲಿ ನನ್ನ ದೇವರು ಬಿಡುಗಡೆ ಮಾಡುವವನಾಗಿರುತ್ತಾನೆ. ಶಾರೀರಿಕമായി വിടുതൽ നടക്കുകയാണ്. ಶಾರೀರಿಕವಾದಂತಹ ಬಿಡುಗಡೆ ನಿಮಗೆ ಸಂಭವಿಸುತ್ತದೆ, ಆತ್ಮಿಕವಾದಂತಹ ಬಿಡುಗಡೆ ನಿಮ್ಮ ಜೀವಿತದಲ್ಲಿ ಸಂಭವಿಸುತ್ತದೆ. ಇದು ಮೂರು ಸಂಭವಿಸುವಂತ ವೇಳೆಯಲ್ಲಿ ಅದ್ಭುತವಾಗಿ ನೀವು ಸಂಭವಿಸುತ್ತೀರಿ. നിങ്ങൾ അത്ഭുതമായി മാറുക മാത്രമല്ല, നിങ്ങളിൽ നിന്ന് അത്ഭുതം പട്ടണങ്ങളിൽ വ്യാപിക്കാൻ പോകുന്നു. ನೀವು ಅದ್ಭುತವಾಗಿ ಆಗುವುದು ಮಾತ್ರವಲ್ಲ, ನಿಮ್ಮ ಮೂಲ ಕರಗಳನ್ನು ತಟ್ಟಿ ಶಕ್ತಿಯನ್ನು ಆಮೇನ್ ಹೇಳುವ, ശക്തിയോടെ ചലിച്ച കൈകൾ ചലിപ്പിച്ച് കർത്താവിന് ആരാധന കൊടുത്തേ. ಶಕ್ತಿಯೊಂದಿಗೆ ಕರಗಳನ್ನು ತಟ್ಟಿ ನಾವು ಆಮೇನ್ ಹೇಳುವ ಪ್ರಿಯರೇ. ശക്തി നമ്മുടെ ഇടയിലേക്ക് ചലിക്കാൻ തുടങ്ങട്ടെ. ಶಕ್ತಿಯು ನಮ್ಮ ಬಾಯಿಂದಲೂ ನಮ್ಮ ಶರೀರದಿಂದಲೂ ಹೊರಬರಲಿ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. നിങ്ങൾ തവളയെ കണ്ടിട്ടുണ്ടോ? തവള തവള ನೀವು ಕಪ್ಪೆಯನ್ನು ನೋಡಿದ್ದೀರಾ? ಕಪ್ಪೆಯನ್ನು ನೋಡ್ಲಿಲ್ವಾ? ಕಪ್ಪೆ നിങ്ങളുടെ ഇരിപ്പ് കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സാധനം കേട്ടിട്ടുമില്ലെന്ന് തോന്നുന്നു. ನೀವು ಕುಳಿತುಕೊಂಡಿರುವಂತ ಶೈಲಿ ನೋಡಿದ್ರೆ ಕಪ್ಪೆ ಕೇಳಲೇ ಇಲ್ಲ ಪಾಸ್ಟ್ರೆ ಅಂತ ಹೇಳೋ ಸ್ಟೈಲಲ್ಲಿ ಕುತ್ಕೊಂಡಿದ್ದೀರಾ. കണ്ടിട്ടുള്ളവർ ആ കരങ്ങളൊന്ന് ഉയർത്തി പിടിച്ചേ. ನೋಡಿರೋರು ಕರಗಳನ್ನು ಮೇಲಕ್ಕೆ ಮಾಡಿರಿ. ഇതിനൊരു പ്രത്യേകതയുണ്ട്. ಅದರ ಪ್ರತ್ಯೇಕತೆ ಇದೆ. എന്താ പ്രത്യേകത അറിയാമോ? ಏನದು ಪ್ರತ್ಯೇಕತೆ ಗೊತ್ತುಂಟಾ? ജീവൻ ഉണ്ടെങ്കിൽ
ಜೀವ ಇರುವುದಾದರೆ ഒരിടത്ത് മര്യാദയ്ക്ക് ഇരിക്കത്തില്ല. ಅದು ಸುಮ್ಮನೆ ಒಂದು ಕಡೆಯಲ್ಲಿ ಇರುವುದಿಲ್ಲ. ഇരിക്കോ ദൈവദാസന്മാരെ? ಇರ್ತದಾ? ഇരിക്കോ? ಇರ್ತದಾ? നിന്നെ പിടിച്ചിരുത്താൻ പോകുന്നവനെ ഇരുത്തിയിട്ട് അത് പറക്കും, ചാടും. ಅಂದ್ರೆ ಇಲ್ಲ ಇಲ್ಲ ನೀ ಎಲ್ಲೂ ಹೋಗ್ಬಾರ್ದು ಅಂತ ಹೇಳಿ ಕಟ್ಟಿ ಹಾಕಿದ್ರು ಸಹ ಅದು ಒಂದು ಕಡೆಯಲ್ಲಿ ಇರುವುದಿಲ್ಲ. ശരിയാണോ? ಹೌದಾ ಅಲ್ವಾ? ശരിയാണോ? നിങ്ങളെ ഇരുത്താൻ നോക്കുന്നവരുടെ നടുവിൽ നിങ്ങൾ ഇരിക്കരുത്. ಅಂದ್ರೆ ನೀವು ಇಲ್ಲೇ ಇರಬೇಕು ಅಂತ ಹೇಳಿ ಯಾರು ಬಯಸುತ್ತಾರೋ ಯಾರು ಹೇಳುತ್ತಾರೋ ಅವರು ಹೇಳುವಾಗಲೂ ಸಹ ನೀವು ಅಲ್ಲಿ ಇರಬಾರ್ದು. ഞാൻ പറഞ്ഞു വരുന്നത് സഭയിൽ നിന്ന് അപ്പുറത്തെ സഭയിലോട്ട് ചാടണമെന്നല്ല. ನಾನು ಹೇಳಿ ಬರ್ತಾ ಇರುವಂಥದ್ದು ಈ ಸಭೆಯನ್ನು ಬಿಟ್ಟು ಇನ್ನೊಂದು ಸಭೆಗೆ ಹೋಗಿ ಜಂಪ್ ಹೊಡಿಯೋಣ ಅಂತ ಹೇಳಿ ಆ ಸಂದೇಶ ಅಲ್ಲ ನಾ ಹೇಳ್ತಾ ಇರುವಂಥದ್ದು. ആത്മീകമായ മുന്നേറ്റമാണ് പറയുന്നത്. ನಾನು ಆತ್ಮಿಕವಾಗಿ ಮುಂದಕ್ಕೆ ಯಾವ ರೀತಿಯಲ್ಲಿ ಹೋಗುವಂಥದ್ದು ನಾ ಹೇಳಿಕೊಡ್ತಾ ಇದ್ದೇನೆ. എന്ത് ചെയ്യണം? ಏನ್ ಮಾಡ್ಬೇಕು? പറഞ്ഞ എന്ത് ചെയ്യണം? ಏನ್ ಮಾಡ್ಬೇಕು? ഇരുത്താൻ നോക്കുന്നവർ ഇങ്ങനെ വരും. ಅಂದ್ರೆ ಇಲ್ಲೇ ನೀನ್ ಇರ್ಬೇಕು, ಇಲ್ಲೇ ಕುತ್ಕೊಳ್ಬೇಕು ಅಂತ ಹೇಳಿ ಹೇಳಿಕೊಂಡು ಅವರು ಬರ್ತಾರೆ. നമ്മുടെ നാട്ടിലൊക്കെ പച്ചത്തവളയാണെങ്കിൽ ഇത് കഴിക്കാൻ കൊള്ളാന്നൊക്കെ പറയാറുണ്ട്. ನಮ್ಮ ಊರಿನಲ್ಲಿ ನಮ್ಮ ಊರಿನಲ್ಲಿ ಈ ಪ್ರಕಾರವಾಗಿ ಹೇಳುತ್ತಾರೆ. മരുന്നാണെന്ന് പറയാറുണ്ട്. ಮದ್ದು, മെഡിസിൻ ആണെന്ന് പറയുന്നുണ്ട്. ಮದ್ದು. ഹല്ലേലൂയ, ಹಲ್ಲೆಲೂಯ. പക്ഷെ ഞാനിതുവരെ കഴിച്ചു നോക്കിയിട്ടില്ല കേട്ടോ. ಆದ್ರೆ ಕಹಿಯಾದ ಮದ್ದು ಅಂದ್ರೆ ನಾನು ಇಲ್ಲಿವರೆಗೂ ನಾನು ತಿನ್ಲಿಲ್ಲ. ഹല്ലേലൂയ, ಹಲ್ಲೆಲೂಯ. നല്ല മരുന്നാണെന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട്. ಅಂದ್ರೆ ಒಳ್ಳೆ ಮದ್ದು ಅಂತ ಎಲ್ಲರೂ ಹೇಳ್ತಾರೆ. ഇതിനൊരു പ്രത്യേകത ഉണ്ട്. ഇതിനെ പിടിക്കാൻ പോയി കഴിഞ്ഞാൽ പിടി തരത്തൂല്ല. ಅಂದ್ರೆ ಇದನ್ನು ಹಿಡಿಬೇಕು ಅಂತ ಹೇಳಿ ಹೋದ್ರು ಸಹ ಅದು ಅಲ್ಲಿ ಇರುವುದಿಲ್ಲ, ಅದು ಜಾರ್ಕೊಂಡು ಹೋಗ್ಬಿಡ್ತದೆ. ಸ್ತೋತ್ರ, ಸ್ತೋತ್ರ. ആരെങ്കിലും പിടിച്ചിരുത്താൻ വരുന്നെങ്കിൽ അവർക്ക് പിടി കൊടുക്കരുത്. ಅಂದ್ರೆ ಯಾರಾದ್ರೂ ನಿಮ್ಮನ್ನು ಹಿಡಿದುಕೊಂಡು ಇಲ್ಲಿ ಕುಳ್ಳಿರಿಸಬೇಕು ಅಂತ ಹೇಳಿ ಆಲೋಚನೆ ಮಾಡಿ ಬಂದ್ರೆ ಅವರ ಕೈಗೆ ಸಿಕ್ಬಾರ್ದು. ನೀವು ഇനി അടുത്തിരിക്കുന്നവർക്ക് കൈ എടുത്തിട്ട് പറഞ്ഞേ, ಪಕ್ಕದಲ್ಲಿರೋರಿಗೆ ಸ್ವಲ್ಪ ಕೈ ಕೊಟ್ಟು ಹೇಳಿರಿ. പിടിച്ചിരുത്താൻ വരുന്നവരുടെ നടുവിൽ ಅಂದ್ರೆ ಈ ಒಂದೇ ಕಡೆಯಲ್ಲಿ ಅಂದ್ರೆ ಕುಳ್ಳಿರಿಸಬೇಕು ಅಂತೇಳಿ ಯಾರೆಲ್ಲ ಬರ್ತಾರೋ ತವಳೆ പോലെ ಇರಿಕരുതെന്ന് പറഞ്ഞു. ಅವರ ಮಧ್ಯದಲ್ಲಿ ಸತ್ತು ಹೋದಂತ ಕಪ್ಪೆಯಾಗಿ ಇರಬಾರ್ದು. ಜೀವನುಳ್ಳದನೆ പോലെ ഇരിക്കണം. ಜೀವಂತ ಕಪ್ಪೆಯಾಗಿ ಇರಬೇಕು. ಅಯ್ಯೋ, ഞാൻ ചിന്തിച്ചു അങ്ങനെയെങ്കിലും ഒന്ന് ചാടി എണീറ്റ് പറയുമെന്ന് വിചാരിച്ചു. ಹಾಗಾದ್ರೂ ಸ್ವಲ್ಪ ಗಟ್ಟಿಯಾಗಿ ಹೇಳ್ತೀರಾ ಅಂತ ನಾನು ನೆನ್ಸ್ಕೊಂಡೆ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവനുള്ള ಜೀವ ಇರುವ ഒരു തവളയെ പോലെ ഇരിക്കണം. തവളയായിട്ടല്ല ഇരിക്കണ്ടേ, ಅಂದ್ರೆ ಕಪ್ಪೆ ಹಾಗೆ ಅಲ್ಲ, ಅಂದ್ರೆ ಕಪ್ಪೆ ತರ ಅದು ತರ ಇರಿക്കണം. ತರ ಇರಬೇಕು, ಹಾಗೆ ಆಗಬಾರ್ದು. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശമൊക്കെ ക്ഷീണം മാറുന്നു ചിന്തിക്കുന്നുണ്ട്. ನಾನು ಸ್ವಲ್ಪ ಆದ್ರೂ ಬೇಜಾರು ಹೋಗಿರ್ಬಹುದು ಅಂತ ನಾನು ಎನಿಸ್ತಾ ಇದ್ದೇನೆ. ಆರಾಧಿക്കുമ്പോൾ കുറച്ച് ಕ್ಷീಣമൊക്കെ മാറിക്കോളും. ಸ್ವಲ್ಪ ಆರಾಧನೆ ಎಲ್ಲ ಮಾಡ್ಬೇಕಾದ್ರೆ ನಿಮ್ಮ ಇಲ್ಲಿರುವಂತ ಎಲ್ಲ ಬಲಂತಗಳು ನೀಗಿ ಹೋಗುತ್ತದೆ. ನೀವೆಲ್ಲ ನನ್ನ ಜೊತೆಲೇ ಇದ್ದೀರಾ? ಕರಗಳನ್ನು ಮೇಲಕ್ಕೆ ಮಾಡಿ ದೇವರಿಗೆ ಸ್ತೋತ್ರ ಸಲ್ಲಿಸುವ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പൗലോസിനോടൊപ്പം ചേർന്ന് നടന്നപ്പോൾ കാഴ്ചപ്പാട് മാറി. ಪೌಲನ ಜೊತೆಯಲ್ಲಿ ಸೇರಿ ನಡೆದಂತ ಲೂಕನ ದರ್ಶನವು ಸಹ ಬದಲಾಯಿತು. നല്ല ഫ്രണ്ട്ഷിപ്പ്, നല്ലൊരു ബന്ധം പൗലോസുമായി സ്ഥാപിച്ചെടുത്തപ്പോൾ ಒಳ್ಳೆಯ ಸಂಬಂಧ ಅಲ್ಲಿ ಉಂಟಾಯಿತು. ലൂക്കോസ് പൗലോസിനോട് ചോദിച്ചു, ಲೂಕನ ಪೌಲನಿಗೆ ಈ ಪ್ರಕಾರವಾಗಿ ಹೇಳಿದನು, ಅಲ್ಲ ದೇವದಾಸನೇ, അങ്ങ് ഒരു വ്യക്തിയുടെ തലയിൽ കൈവച്ചാൽ അത് സൗഖ്യമോ? ಒಂದು ವ್ಯಕ್ತಿಯ ಮೇಲೆ ತಲೆಯ ಮೇಲೆ ಕೈ ಇಟ್ಟರೆ ಸೌಖ್ಯವಾಗುತ್ತದೆ ಹೇಗೆ? രോഗിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അത് സൗഖ്യമോ? ನೀವು ಯಾವುದೇ ರೀತಿಯ ರೋಗಿಗಳ ಮೇಲೆ ಕೈಗಳನ್ನು ಇಡುವಾಗ ಅಲ್ಲಿ ಸೌಖ್ಯವಾಗುತ್ತದೆ ಹೇಗೆ? മരുന്ന് കൊടുത്താൽ സൗഖ്യമാക്കുന്നു. ನಾನು ಮದ್ದುಗಳನ್ನು ಕೊಟ್ಟು ಸೌಖ್ಯಪಡಿಸುತ್ತೇನೆ. 100% ಸೌಖ್ಯವಾಗണമെന്നിಲ್ಲ. ಅದು 100% ಸೌಖ್ಯವಾಗಬೇಕು ಅಂತ ಏನಿಲ್ಲ. ചിലപ്പോൾ സൗഖ്യമാവും, ചിലപ്പോൾ തട്ടിപ്പോകും. ಕೆಲವೊಮ್ಮೆ ಸೌಖ್ಯವಾಗುತ್ತದೆ, ಕೆಲವೊಮ್ಮೆ ತಪ್ಪಿ ಹೋಗ್ತದೆ. ഹല്ലേലൂയ. പക്ഷേ അങ്ങ് പ്രാർത്ഥിക്കുമ്പോൾ മെഡിക്കൽ സയൻസ് വിധി എഴുതി മരിച്ചു പോകും, മരിച്ചു എന്ന് പറയുന്നതിനെ പോലും അങ്ങ് എഴുന്നേൽപ്പിക്കുക. ಆದ್ರೆ ವೈದ್ಯಶಾಸ್ತ್ರ ಹೇಳುತ್ತದೆ ಇದು ಮದ್ದು ತಿನ್ಬಹುದಾದ್ರೆ ತಿಂದ್ರೂ ಸಹ ನೀನೇನು ಬದುಕಿಕೊಳ್ಳುವುದಿಲ್ಲ, ಸಾಯ್ತೇನೆ ಅಂತ ಹೇಳುವವರನ್ನು ನೀ ಕೈಗಳನ್ನಿಟ್ಟು ಪ್ರಾರ್ಥಿಸುವಾಗ ಅವರು ಬದುಕಿಕೊಳ್ಳುತ್ತಾರಲ್ಲ ಹೇಗೆ? ದೇವದಾಸನ ಎങ്ങനെ ಇದು ಸಂಭವಿക്കുന്നത്? ಅಯ್ಯೋ ದೇವಸೇವಕನ ಹೇಗೆ ಇದು ಸಂಭವಿಸುವಂತದ್ದು? ചോദ്യത്തിന്റെ മറുപടി പൗലോസ് പറഞ്ഞു. ಆ ಪ್ರಶ್ನೆಗೆ ಸರಿಯಾಗಿ ಉತ್ತರ ಪೌಲನು ಈ ಪ್ರಕಾರವಾಗಿ ಹೇಳುತ್ತಾನೆ, ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുവിന്റെ ശക്തി ഞങ്ങളുടെ അകത്തിരിക്കുക. ಅದೇ ನಾನು ಪ್ರಸಂಗ ಮಾಡುವಂತ ಯೇಸುವಿನ ಶಕ್ತಿ ನನ್ನ ಒಳಗಡೆ ಇದೆ. ശക്തിയുടെ പ്രത്യേകത ಆ ಶಕ್ತಿಯ ಪ್ರತ್ಯೇಕತೆ ಏನು ಗೊತ್ತುಂಟಾ? ബലഹീനനാകുമ്പോൾ ബലഹീനതയിൽ താങ്ങുന്നതാണ് ആ ശക്തിയുടെ പ്രത്യേകത. ಬಲಹೀನನಾಗುವಾಗ ನನ್ನನ್ನು ಹೊತ್ತುಕೊಂಡು ಹೋಗುವಂತದ್ದು ಆತನ ಶಕ್ತಿಯಾಗಿದೆ. ബലഹീനതയിൽ തികഞ്ഞു വരുന്നതാണ് ദൈവശക്തിയുടെ പ്രത്യേകത. ನನ್ನ ಬಲಹೀನತೆಗಳಲ್ಲಿ ನನ್ನನ್ನು ಪೂರ್ಣ ಬಲವನ್ನಾಗಿ ಮಾರ್ಪಡಿಸುವಂತದ್ದಾಗಿದೆ ಆತನ ಶಕ್ತಿ. ಆ ಶಕ್ತಿ എൻ്റെ അകത്തിരിക്കുന്നത് കൊണ്ട്, ಆ ಶಕ್ತಿ ನನ್ನ ಒಳಗಡೆ ಇರುವುದರಿಂದ ഞാൻ കൽപ്പിക്കുമ്പോൾ രോഗി സൗഖ്യമാകുകയാണ്. ಕಲ್ಪಿಸುವಾಗ ರೋಗಿಗಳು ಸೌಖ್ಯವಾಗುತ್ತಾರೆ. എൻ്റെ നോട്ടത്തിൽ ദൈവശക്തി വ്യാപരിക്കുകയാണ്. ನೋಟದ ಮೂಲಕವಾಗಿ ದೈವಿಕವಾದ ಶಕ್ತಿ തട്ടുമ്പോൾ രോഗി സൗഖ്യമാകുകയാണ്. ನನ್ನ ನೆರಳು ಯಾರ ಮೇಲೆ ಬೀಳುತ್ತದೆ ಅವರಿಗೆ ಸೌಖ್ಯವಾಗುತ್ತದೆ. ഈ ആത്മാവിൽ ഒരു പ്രവചന ദൂതൻ ವೇಳೆಯಲ್ಲಿ ಒಂದು ಆತ್ಮನ ಮೂಲಕವಾಗಿ ಪ್ರವಾದಿಸುತ್ತೇನೆ. സഭയുടെ വാക്കിന് അധികാരമുണ്ട്. ದೇವರ ಸಭೆಯ ಮಾತಿನಲ್ಲಿ ಅಧಿಕಾರವಿದೆ. നിങ്ങളുടെ വാക്കിന് അഭിഷേകമുണ്ട്. ನಿಮ್ಮ ಮಾತಿನಲ್ಲಿ ಅಭಿಷೇಕವಿದೆ. ಆಮೆನ್. ഈ രാത്രി നിങ്ങൾ പറയുന്നത് നടക്കാൻ പോകുകയാണ്. ಈ ರಾತ್ರಿ ವೇಳೆಯಲ್ಲಿ ನೀವೇನನ್ನು ಹೇಳುತ್ತೀರಾ ಅದು ಸಂಭವಿಸುತ್ತದೆ. നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് നടക്കാൻ പോകുകയാണ്. ನೀವು ಏನನ್ನು ಪ್ರಾರ್ಥಿಸುತ್ತೀರಾ ಅದೆಲ್ಲವೂ ಸಂಭವಿಸುತ್ತದೆ. ഓ നസ്രനായ യേശു ഈ രാത്രി ഈ ഹാളിനകത്ത് ചലിക്കാൻ തുടങ്ങുകയാണ്. ನಸರೇತಿನ ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ಈ ರಾತ್ರಿ ವೇಳೆ ಚಲಿಸಲ್ಪಡಲಿ. ಈ ಹಾಲಿನಲ್ಲಿ പറഞ്ഞതുപോലെ യഹോവ
യഹോവ നമ്മുടെ ഇടയിൽ നടക്കുകയും ചെയ്യുന്നു. ನಾನು ಕಳೆದ ದಿನಗಳಲ್ಲಿ ಹೇಳಿದ ಪ್ರಕಾರವಾಗಿ ಯೆಹೋವನು ನಮ್ಮ ಮಧ್ಯದಲ್ಲಿ ಚಲಿಸುವನಾಗಿದ್ದಾನೆ. വിശ്വസിക്കുന്നുണ്ടോ യേശുവിന്റെ സാന്നിധ്യം എന്റെ പക്കലുണ്ടെന്ന്? ಎಷ್ಟು ಜನ ನಂಬುತ್ತೀರಿ ಯೇಸುವಿನ ಸಾನ್ನಿಧ್ಯ ನನ್ನ ಜೊತೆಯಲ್ಲಿ എന്റെ ನನ್ನ ಒಳಗಡೆ അടുക്കൽ ആ ദൈവ സാന്നിധ്യം ഉണ്ടെന്ന് ದೇವರ വിശ്വസിക്കുന്നുണ്ടോ? ಸಾನ್ನಿಧ್ಯ ನನ್ನ ಪಕ್ಕದಲ್ಲಿ ಇದೆ ಅಂತ ಎಷ್ಟು ಜನ ನಂಬುತ್ತೀರಿ? നിങ്ങൾ അനുഭവിച്ചോ? ആ ദൈവ സാന്നിധ്യത്തിന്റെ സ്പർശനം നിങ്ങൾ ഏൽക്കാൻ പോകുകയാണ്. ನೀವು ಅನುಭವಿಸಿರಿ ಆ ಒಂದು ದೈವಿಕವಾದ ಸಾನ್ನಿಧ್ಯ ನನ್ನ ಪಕ್ಕದಲ್ಲಿ ಇದೆ ಅಂತ ಹೇಳಿ. ಆಮೆನ್. ആ ദൈവ സാന്നിധ്യത്തിന്റെ ആ നിറവ് നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നു. ಆ ದೇವರ ಸಾನ್ನಿಧ್ಯದ ತುಂಬುವಿಕೆ ನೀವು ಅನುಭವಿಸುತ್ತೀರಿ. ഈ രാത്രി നിങ്ങൾക്ക് മറക്കാൻ പറ്റാത്ത രാത്രിയായി നിങ്ങൾ ഡയറിയിൽ നിങ്ങൾ എഴുതി ശേഖരിക്കുന്ന ഒരു രാത്രിയായി മാറാൻ പോകുന്നു. ಈ ರಾತ್ರಿಯು ನೀವು ಮರೆಯಲು ಆಗದಿರುವಂತ ಒಂದು ರಾತ್ರಿಯಾಗಿ ನನ್ನ ದೇವರು ಮಾರ್ಪಡಿಸುವನಾಗಿರುತ್ತಾನೆ. പരിശുദ്ധാത്മാവിനോട് പറയുന്നു, പരിശുദ്ധാത്മാവ് ಹೇಳುತ್ತಾನೆ, ദൈവം നിങ്ങളുടെ കുടുംബത്തിനകത്ത് അയക്കാൻ തുടങ്ങി. ಅಂತ ಅದ್ಭುತವನ್ನು ನನ್ನ ದೇವರು ನಿಮ್ಮ ಕುಟುಂಬಗಳಲ್ಲಿ ಕೊಡುವವನಾಗಿರುತ್ತಾನೆ. വിശ്വസിക്കുന്നവർ കരം തട്ടി ശൈത്യയോടെ ആമേൻ പറഞ്ഞാട്ടെ. ನಮ್ಮವರು ಮಾತ್ರ ಕರಗಳನ್ನು ತಟ್ಟಿ ದೇವರಿಗೆ ಸ್ತೋತ್ರ വിശ്വസിക്കുന്നവർ ಸಲ್ಲಿಸುವ. ആമേൻ പറഞ്ഞു തുടങ്ങിയാട്ടെ. ಕರಗಳನ್ನು ತಟ್ಟಿ ದೇವರಿಗೆ ಸ್ತೋತ್ರ ಸಲ್ಲಿಸುವ. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞു തുടങ്ങിയാട്ടെ. ನಂಬುವವರು ಮಾತ್ರ ಆಮೇನ್ ಹೇಳುವ. നിങ്ങൾ ക്ഷീണിതനാകുമ്പോൾ നിങ്ങളുടെ ഇടയ്ക്ക് ഇറങ്ങി വരുന്ന ദൈവ സാന്നിധ്യം, ನೀವು ಬಲಹೀನರಾಗುವಾಗ ನಿಮ್ಮನ್ನು ಬಲಪಡಿಸುವುದಕ್ಕಾಗಿ ನನ್ನ ದೇವರ കരയുമ്പോൾ നിങ്ങളെ ಸಾನ್ನಿಧ್ಯ, സമാധാനിപ്പിക്കുന്ന ദൈവ സാന്നിധ്യം, ನೀವು ಅಳುವಾಗ ನಿಮ್ಮನ್ನು ಕಣ್ಣೀರು ಓಡಿಸಿ ಸಮಾಧಾನ ಪಡಿಸುವಂತದಾಗಿರೋ ದೇವರ ಸಾನ್ನಿಧ್ಯ. എല്ലാവരും കൈവിട്ട് ബിസിനസ്സിൽ പൊളിഞ്ഞു നിൽക്കുമ്പോൾ നിങ്ങളുടെ ബിസിനസ്സിൽ കൈത്താങ്ങുന്ന ഒരു ദൈവ സാന്നിധ്യം, ಅಂದ್ರೆ ವ್ಯವಹಾರಗಳಲ್ಲಿ ಎಲ್ಲರೂ ನಿಮ್ಮನ್ನು ಕೈ ಬಿಟ್ಟು ನೀವೆಲ್ಲರೂ ಒಬ್ಬಂಟಿಗರಾಗಿರುವಾಗಲೂ ನಿಮ್ಮನ್ನು ಹೊತ್ತುಕೊಂಡು ಹೋಗುವಂತದ್ದು, ನಿಮ್ಮನ್ನು ಸಂತೈಸುವಂತದ್ದು ದೇವರ ಸಾನ್ನಿಧ್ಯವಾಗಿರುತ್ತದೆ. ಈ ರಾತ್ರಿ ವೇಳೆಯಲ್ಲಿ ನನ್ನ ಮಾತನ್ನು ಕೇಳುತ್ತಿರುವಂತಹ ಪ್ರಿಯ ದೇವಜನ ನಿಮ್ಮ ಕುಟುಂಬಗಳಲ್ಲಿ ಸಂಭವಿಸುತ್ತದೆ. എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങളുടെ കുടുംബത്തിനകത്ത് ശക്തി ചലിക്കാൻ പോകുന്നു. ಈ ರಾತ್ರಿ ವೇಳೆಯಲ್ಲಿ ನನ್ನ ಮಾತನ್ನು ಕೇಳುತ್ತಿರುವಂತಹ ಪ್ರಿಯರೇ, ನಿಮ್ಮ ಕುಟುಂಬಗಳಲ್ಲಿ ಈ ಶಕ್ತಿಯು ಚಲಿಸುವಂತದ್ದಾಗಿದೆ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് ആത്മാവിൽ ഒരു ദൂത് പറയുന്നു. ಇಲ್ಲಿ ಕುಳಿತುಕೊಂಡು ಮಾತ್ರವಲ್ಲ, ನಮ್ಮನ್ನು ವೀಕ್ಷಿಸುವಂತ ಪ್ರತಿಯೊಬ್ಬರನ್ನು ನೋಡಿ ನಾನು ಹೇಳುವುದೇನೆಂದರೆ, പരാജയപ്പെട്ട പട്ടണത്തിൽ നിങ്ങൾ എഴുന്നേൽക്കാൻ പോകുന്നു. ನೀವು ಎಲ್ಲೆಲ್ಲಿ ಅಪಚಯವನ್ನು ಹೊಂದಿಕೊಂಡಿದ್ದೀರೋ, ಯಾವ ಪಟ್ಟಣದಲ್ಲಿ ನೀವು ಅಪಚಯವನ್ನು ಅವಮಾನವನ್ನು ಹೊಂದಿಕೊಂಡಿದ್ದೀರೋ ಆ ಒಂದು ಪಟ್ಟಣದಲ್ಲಿ ನೀವು ಮಾನವನ್ನು ಹೊಂದಿಕೊಂಡು ಎದ್ದೇಳುತ್ತೀರಿ. ശൂന്യമായിടത്ത് നിറഞ്ഞ ആത്മാവിന്റെ ശക്തിയോടെ സന്തോഷത്തോടെ എഴുന്നേൽക്കാൻ പോകുന്നു. ನೀವು ಶೂನ್ಯಾವಸ್ಥೆಯಲ್ಲಿ ಇದ್ದುಕೊಂಡು ಎಲ್ಲಿ ಇದ್ದೀರೋ ಅಲ್ಲಿಯೇ ನನ್ನ ದೇವರು ಸಂತೃಪ್ತಿಕರವಾಗಿ ನಿಮ್ಮನ್ನು ಮುನ್ನಡೆಸುವನಾಗಿರ್ತಾನೆ. അവൻ എന്റെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു. ನಾವೆಲ್ಲರೂ ದೃಢವಾಗಿ ಹೇಳುವ ಆತ ನನ್ನ ಬಲಗೈಯನ್ನು ಹಿಡಿದುಕೊಂಡಿದ್ದಾನೆ. എന്റെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു. ದೇವರು ನನ್ನ ಬಲಗೈಯನ್ನು ಹಿಡಿದಿದ್ದಾನೆ. കൈ ബലമുള്ള കൈ അത്രേ. ಕರ್ತನ ಹಸ್ತವು ಬಲವಾದಂತ ಹಸ್ತವಾಗಿದೆ. അവന്റെ കൈ ബലമുള്ള കൈ അത്രേ. ಕರ್ತನ ಹಸ್ತವು ಬಲವುಳ್ಳ ಹಸ್ತವಾಗಿದೆ. കഴിഞ്ഞ പകലിൽ ദൈവദാസൻ സംസാരിച്ചപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ನೀವು ಕಳೆದ ದಿನಗಳಲ್ಲಿ ದೇವ ಸೇವಕರು ಹೇಳಿದ ಪ್ರಕಾರವಾಗಿ ನಾವು ಕೇಳಿರಬಹುದು. മനുഷ്യനെ ഏൽപ്പിച്ചു. ದೇವರು ಒಂದು ಮನುಷ್ಯನನ್ನು ಅಲ್ಲಿ ನೇಮಿಸಿದನು. ഇസ്രായേലിന്റെ മധ്യത്തിൽ ജയം വെളിപ്പെട്ടു വരുവാൻ, ಇಸ್ರಾಯೇಲರ ಮಧ್ಯದಲ್ಲಿ ಒಂದು ಜಯವು ಉಂಟಾಗುವುದಕ್ಕೋಸ್ಕರವಾಗಿ കൈ ഉയർന്നിരിക്കണം. ನಿನ್ನ ಕೈ ಎತ್ತಲ್ಪಡಬೇಕು. മോശയോട് പറഞ്ഞ വാക്ക്, ಮೋಶೆಗೆ ದೇವರು ಹೇಳಿದಂತ ಮಾತು, മോശയ്ക്ക് അനുസരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആ ഒരു അനുഭവം അല്ലായിരുന്നു. തന്റെ ശരീരം അതിന് അനുഭവിച്ചില്ല. ಅಂದ್ರೆ ಮೋಶೆಯು ಇದನ್ನು ಅನುಮತಿಸಿ ಈತನು ಕೈಗಳನ್ನು ಎತ್ತಿಕೊಳ್ಳುವಷ್ಟು ಸಾಮರ್ಥ್ಯ ಅವನಿಗೆ ಇರಲಿಲ್ಲ. ಯಾಕೆಂದ್ರೆ ಅವನ ಪ್ರಾಯ ಹೆಚ್ಚಾಗಿತ್ತು. താനൊരു മനുഷ്യനായതുകൊണ്ട് തന്റെ കൈ തളർന്നു പോകുവാണ്. ಅಂದ್ರೆ ಆತನು ಒಂದು ಮನುಷ್ಯನಾಗಿದ್ದ ನಿಮಿತ್ತವಾಗಿ ಆತನು ಬಳಲಿ ಹೋಗುತ್ತಾ ಇದ್ದನು. നിങ്ങൾക്കറിയാവോ, ആ സമയത്ത് അഹരോൻ വന്ന് സപ്പോർട്ട് ചെയ്യുന്നു. ಆ ಸಮಯದಲ್ಲಿ ಆರೋನನು ಬಂದು ಅವನಿಗೆ ಆತನ ಬೆಂಬಲವಾಗಿ ನಿಂತನು. സമയത്ത് മറ്റൊരുത്തൻ അടുക്കൽ വന്ന് സപ്പോർಟ್ ചെയ്യുകയാണ്. ಅಂದ್ರೆ ಬಳಲಿ ಹೋಗುವಂತ ವೇಳೆಯಲ್ಲಿ, ಸೋತು ಹೋಗುವಂತ ವೇಳೆಯಲ್ಲಿ ಇನ್ನೊಬ್ಬರು ಬಂದು ಆತನ ಕೈಗಳಲ್ಲಿ ಎತ್ತಿಕೊಂಡನು. എന്നാൽ എന്നെ ചിന്തിപ്പിച്ച ഒരു ഭാഗം അവിടെ കിടപ്പുണ്ട്. ಆದ್ರೆ ನನಗೆ ಯೋಚನೆ ಮಾಡುವಂತ ರೀತಿಯಲ್ಲಿ, ಧ್ಯಾನ ಮಾಡುವಂತ ರೀತಿಯಲ್ಲಿ ಅಲ್ಲಿ ಒಂದು ಸಂದೇಶವಿದೆ. സ്ഥാനത്തിലേക്ക് അപ്പോൾ ഒരു സമയത്ത് കൈ താങ്ങാൻ തളർന്നു പോയ ദൈവദാസനെ കൈ താങ്ങാൻ മറ്റൊരു വ്യക്തി എഴുന്നേറ്റ് വന്നു. ಆದ್ರೆ ಆ ಸಮಯದಲ್ಲಿ ಸೋತು ಹೋದಂತಹ ಒಂದು ಬಲಹೀನವಾದಂತ ಸೇವಕರನ್ನು ಎತ್ತುವುದಕ್ಕೋಸ್ಕರವಾಗಿ ಅಲ್ಲಿ ಅವರು ಬಂದಿದ್ರು. പക്ഷേ ಆ ಯುದ್ಧത്തിന് നേതൃത്വം കൊടുക്കുന്ന, ಆದ್ರೆ ಆ ಯುದ್ಧದಲ್ಲಿ ನೇತೃತ್ವ ಕೊಡುವಂತ ഒരു മനുഷ്യനുണ്ടായിരുന്നു. ಒಂದು ಮನುಷ್ಯನಲ್ಲಿದ್ದನು. ആ മനുഷ്യനെ ഒറ്റ മനുഷ്യർ തിരിച്ചറിഞ്ഞില്ല. ಆ ಮನುಷ್ಯನ ಯಾರು ಅಂತೇಳಿ ಯಾರಿಗೆ ಗೊತ್ತಾಗ್ಲಿಲ್ಲ. ആരെന്നറിയാമോ? ಆದ್ರೆ ಅವನನ್ನು ಅರ್ಥ ಮಾಡಿಕೊಂಡವರು ಯಾರು ಗೊತ್ತುಂಟಾ? അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ള യഹോവയുടെ കണ്ണ്, ಅಗ್ನಿ ಜ್ವಾಲೆಯ ಕಣ್ಣುಳ್ಳವನಾದಂತ ಯೆಹೋವನ ಕಣ್ಣುಳ್ಳವನು. മനുഷ്യനെ തിരിച്ചറിഞ്ഞു. ಆ ಮನುಷ್ಯನಿಗೆ ಆ ವ್ಯಕ್ತಿ ಯಾರು ಅಂತೇಳಿ ಗೊತ್ತಾಯ್ತು. അറിയാവോ ആ വ്യക്തി ആരെന്ന്? ನಿಮಗೆ ಗೊತ್ತುಂಟು ಆ ವ್ಯಕ್ತಿ ಯಾರು ಅಂತೇಳಿ? മോശയുടെ കാലശേഷം യോശുവയെ കർത്താവ് തിരഞ്ഞെടുത്തു. ಮೋಶೆಯ ಕಾಲ ಆದ ನಂತರವಾಗಿ ದೇವರು ಆ ಒಂದು ಯೆಹೋಶುವನನ್ನು ಆರಿಸಿಕೊಂಡನು. ശുശ്രൂഷയ്ക്ക് വേണ്ടി പിന്നത്തതിൽ തിരഞ്ഞെടുത്ത യോശുവയായിരുന്നു ആ മനുഷ്യൻ. ಅಂದ್ರೆ ಮೋಶೆ ನಂತರವಾಗಿ ಸೇವೆಗೋಸ್ಕರವಾಗಿ ದೇವರು ಯೆಹೋಶುವನನ್ನು ಆರಿಸಿಕೊಂಡಿದ್ದನು. ശ്രദ്ധിക്കൂ, ಗಮನಿಸಿ. കൂടെ നിന്ന് വിടുതൽ പ്രാപിക്കാൻ എല്ലാവരും തയ്യാറാണ്. ಅಂದ್ರೆ ಪಕ್ಕದಲ್ಲಿ ಇದ್ದುಕೊಂಡು ಬಿಡುಗಡೆಗೋಸ್ಕರವಾಗಿ ಎಲ್ಲರೂ ಸಿದ್ಧರಾಗಿರ್ತಾರೆ. പക്ഷേ നേതൃസ്ഥാനത്തിൽ വരാൻ ഇച്ചിരി ബുദ്ധിമുട്ടാ. കസാരയ്ക്ക് അടിക്കും. ಅಂದ್ರೆ ನೇತೃತ್ವದಲ್ಲಿ ಬಂದು ಸಹಾಯ ಮಾಡುವವರಿಗೆ ಬಹಳ ಕಷ್ಟ. കസാരയ്ക്ക് അടിക്കും. ಅಂದ್ರೆ ಕುರ್ಚಿಗಳು ಬೇಕಾದ್ರೆ ಬೇಗ ಬರ್ತಾರೆ. എല്ലാവർക്കും കസാര കിട്ടിയില്ലെങ്കിൽ അടിയാ. ಅಂದ್ರೆ ಇವತ್ತು ಕುರ್ಚಿಗಳು ಸಿಗಲಿಲ್ಲದಿದ್ರೆ ಏಟುಗಳ ಮೇಲೆ ಏಟು ಹೊಡಿತಾ പക്ഷെ ಇರ್ತಾರೆ. നിന്ന് വില കൊടുക്കാൻ
ಆದ್ರೆ ನಿಂತು ಬೆಲೆ ಕಟ್ಟುವುದಕ್ಕೆ ಯಾರು ಸಿದ್ಧರಾಗಿರುವುದಿಲ್ಲ. നേതൃസ്ഥാനത്ത് നിൽക്കുന്ന ഈ യോശുവയ്ക്ക് യുദ്ധം ചെയ്യാൻ അധികമൊന്നും അറിയത്തില്ല, നേതൃത്വം കൊടുക്കാനും അധികം അറിയത്തില്ല. ಅಂದ್ರೆ ಈ ಒಂದು ಪಾಳ್ಯದಲ್ಲಿ ಇದ್ದುಕೊಂಡು ಯುದ್ಧ ಮಾಡುವಂತ ಈ ಒಂದು ಯೌಶುವನಿಗೆ ಯುದ್ಧದ ಆ ಒಂದು ವಿದ್ಯೆಯೂ ಇಲ್ಲ, ಆತನಿಗೆ ಯಾವುದೇ ರೀತಿಯ ನೇತೃತ್ವವೂ ಇಲ್ಲ. പക്ഷെ അദ്ദേഹത്തിന്റെ അകത്ത് വെളിപ്പെട്ടു വന്ന ദൈവശക്തി അദ്ദേഹത്തെ സ്ഥാനത്ത് കൊണ്ടുവന്നു. ಆದರೆ ಅವನ ಒಳಗಡೆ ವ್ಯಾಪರಿಸುತ್ತಿದ್ದಂತ ದೈವಿಕವಾದಂತ ಶಕ್ತಿ ಅವನನ್ನು ಆ ರೀತಿಯಲ್ಲಿ ನಡೆಸಿತು. എനിക്കറിയാം ആദ്യം വരുന്ന അമ്പ് തന്റെ ശരീരത്തിൽ തുളച്ചു കയറിയിട്ടേ മറ്റുള്ളവരുടെ ശരീരത്തിലേക്ക് ആ അമ്പ് പോകത്തുള്ളൂ. ಅಂದ್ರೆ ಅವನಿಗೆ ಗೊತ್ತಿತ್ತು, ಇಲ್ಲಿ ನಾನು ಯುದ್ಧದ ಆ ಒಂದು ರಣರಂಗದಲ್ಲಿ ಇದ್ದೇನೆ, ಯಾವುದೇ ರೀತಿಯ ಬಾಣ ಬರುವುದಾದ್ರೆ ಮೊದಲು ಅದು ನನ್ನನ್ನು ತಾಕಿದ ನಂತರವಾಗಿ ಅದು ಹಿಂದಕ್ಕೆ ಹೋಗುತ್ತದೆ ಅಂತ ಹೇಳಿ ಅವನಿಗೆ ಮೊದಲೇ ಗೊತ್ತಿತ್ತು. ആക്രമിക്കാൻ വരുന്നത് നേതൃസ്ഥാനത്ത് നിൽക്കുന്ന തന്നെയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ಅಂದ್ರೆ ಯುದ್ಧಕ್ಕೆ ಆತನು ಮೊದಲು ನಿಂತಿರುವಾಗ ಆತನು ಹೇಳಿದನು, ಏನೇ ಆದ್ರೂ ಮೊದಲು ನನಗೆ ಸಂಭವಿಸುತ್ತದೆ, ನಂತರವಾಗಿ ಹಿಂದೆ ಸಂಭವಿಸುತ್ತದೆ. എങ്കിലും നേതൃത്വം കൊടുക്കാൻ തൻ മുന്നിൽ വന്നു. ಆದ್ರೂ ಸಹ ನೇತೃತ್ವ ಕೊಡುವುದಕ್ಕೋಸ್ಕರವಾಗಿ ಆತನ ಮುಂದಕ್ಕೆ ಬಂದನು. ನಾ ಒಂದು ಕಾರ್ಯವನ್ನು ಹೇಳುತ್ತೇನೆ, ನಿಯೋಗമുള്ളവൻ എത്ര ആഴത്തിൽ ചെന്ന് ഒളിച്ചിരുന്നാലും, ಅಂದ್ರೆ ಯಾರ ಮೇಲೆ ದೇವರ ಯೋಚನೆ ಇರುತ್ತದೆ ಅವನು ಎಷ್ಟೇ ಆಳದಲ್ಲಿ ಆತನ ಅಡಗಿದ್ದರೂ ಸಹ ദൈവം അവനെ ഉയർത്തി എഴുന്നേൽപ്പിച്ചു കൊണ്ടുവരിക തന്നെ ചെയ്യും. ದೇವರು ಅವನನ್ನು ಎತ್ತಿ ಹೊರ ತಂದೆ ತರುತ್ತಾನೆ. ಆಮೆನ್. ನಿಯೋಗമുള്ളവൻ എത്ര മറഞ്ഞിരുന്നാലും, ಅಂದ್ರೆ ದೇವರ ಯೋಚನೆಯನ್ನು ಹೊಂದಿಕೊಂಡವನು ಎಷ್ಟೇ ಅಡಗಿಕೊಂಡಿದ್ದರೂ ಸಹ വാഗ്ദത്തത്തിന്റെ നിവർത്തിയുടെ ടൈം ആകുമ്പോൾ വെളിപ്പെട്ട് പുറത്തു വരിക തന്നെ ചെയ്യും. ವಾಗ್ದಾನದ ನೆರವೇರಿಕೆ ಬರುವಾಗ ಆತನ ಹೊರಗೆ ಬಂದೇ ಬರುತ್ತಾನೆ. ദൈവത്തിന്റെ ആത്മാവ് അവനെ പുറത്തെടുക്കുന്ന കാലഘട്ടം വരാൻ പോകുന്നെന്ന്, ದೇವರ ಆ ಒಂದು ಆತ್ಮವು ಆತನನ್ನು ಉಪಯೋಗಿಸುವಂತ ಕಾಲಘಟ್ಟ ಬಂದೇ ಬರುತ್ತದೆ ಅಂತ ഈ ಹೇಳಿ രാത്രി ആത്മാവ് ശക്തമായി ദൈവസഭയോട് ദൂത് പറയും. ಈ ರಾತ್ರಿ ವೇಳೆಯಲ್ಲಿ ದೇವರ ಆತ್ಮನು ಸ್ಪಷ್ಟವಾಗಿ ಸಭೆಗೆ ಹೇಳುತ್ತಾ ಇದ್ದಾನೆ. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ കരം തട്ടി ആമേൻ പറഞ്ഞാട്ടെ. ನಿಮಗೆ ನಂಬುವುದಕ್ಕೆ ಸಾಧ್ಯ ಇರುವುದಾದರೆ ಕರಗಳನ್ನು ಒಳ್ಳೆ അഭിഷേകത്തിന്റെ ശക്തി ഈ രാത്രി ഇതിനകത്ത് ചലിക്കട്ടെ. ಅಭಿಷೇಕದ ಶಕ್ತಿ ಈ ರಾತ್ರಿ ವೇಳೆಯಲ್ಲಿ ಚಲಿಸಲಿ. അഭിഷേകത്തിന്റെ ശക്തി ഈ രാത്രി ഇതിനകത്ത് ചലിക്കട്ടെ. ಅಭಿಷೇಕದ ಶಕ್ತಿ ಈ ರಾತ್ರಿ ವೇಳೆಯಲ್ಲಿ ಚಲಿಸಲಿ. ചിലരെ പരിശുദ്ധാത്മാവ് തൊടാൻ തുടങ്ങുന്ന രാത്രിയായി രാത്രി മാറട്ടെ. ಕೆಲವರನ್ನು ಮುಟ್ಟುವಂತ ರಾತ್ರಿ ಆಗಿರಲಿ. ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊന്ന് പൂർത്തീകരിക്കുന്നു. ನಾನು ಪ್ರಾರ್ಥನೆಗೆ ಹೋಗುವುದಕ್ಕಿಂತ ಮುಂಚಿತವಾಗಿ ನಾನು ಹೇಳಿದಂತ ಒಂದು ಮಾತನ್ನು ಪೂರ್ತಿಗೊಳಿಸಲು ಇಷ್ಟಪಡುತ್ತೇನೆ. ലൂക്കോസ് പൗലോസിനടുത്ത് ചോദിക്കുക, ಈ ಒಂದು ಲೂಕನು ಪೌಲನನ್ನು ನೋಡಿ ಹೇಳುತ್ತಿದ್ದಾನೆ, ಅಭಿಷಿಕ್ತನೇ എങ്ങനെയാ സംഭവിക്കുന്നത്? ಅಭಿಷಿಕ್ತನೇ, ನೀ ಇಷ್ಟೆಲ್ಲ ಕಾರ್ಯಗಳನ್ನು ಮಾಡುತ್ತಾ ಇದೆಯಲ್ಲ, ಇದು ಹೇಗೆ ಸಂಭವಿಸುತ್ತಾ ಇದೆ? എങ്ങനെ നിന്നിൽ കൂടി അത്ഭുതങ്ങൾ നടക്കുന്നു? ಹೇಗೆ ನಿನ್ನ ಮೂಲಕವಾಗಿ ಅದ್ಭುತಗಳು ನಡೆಯುತ್ತಾ ಇದೆ? ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞു കൊടുത്തു, യേശു എൻ്റെ അകത്തിരിക്കുന്നുണ്ട് കുഞ്ഞേ. ಪ್ರಶ್ನೆಗಳಿಗೆ ಆತನ ಉತ್ತರ ಈ ಪ್ರಕಾರವಾಗಿ ಹೇಳುತ್ತಿದ್ದಾನೆ, ಯೇಸು ನನ್ನ ಒಳಗಡೆ ಇದ್ದಾನೆ, ശക്തി എൻ്റെ അകത്തിരിപ്പുണ്ട്, ಪರಿಶುದ್ಧಾತ್ಮನ ಶಕ್ತಿ ನನ್ನ ಒಳಗಡೆ ಇದೆ. ശക്തി എൻ്റെ ಅಗತ್ತಿರಿക്കുന്നത് കൊണ്ട് ദൈവ പ്രവൃത്തി വെളിപ്പെട്ട് വരികയാണ്. ಶಕ್ತಿ ನನ್ನ ಒಳಗಡೆ ಇರುವುದರಿಂದ ದೇವರ ಕ್ರಿಯೆಗಳು ಹೊರಗೆ ಬರುತ್ತಿದೆ. അന്നേരം ചോദ്യം മാറി. ನಂತರವಾಗಿ ಆತನ ಪ್ರಶ್ನೆ ಮುಕ್ತಾಯವಾಯಿತು. ആ ശക്തി എവിടെന്നാ കിട്ടാന്നേ? ಹಾಗಾದ್ರೆ ಆ ಶಕ್ತಿ ಎಲ್ಲಿಂದ ಬರುತ್ತದೆ? അദ്ദേഹം ആ ചോദ്യത്തിന്റെ മറുപടിയായി കണ്ടെത്തിയതായിരുന്നു ക്രിസ്തുവിന്റെ ജീവിതം. ಅಂದ್ರೆ ಆತನ ಆ ಒಂದು ಪ್ರಶ್ನೆಗೆ ಸರಿಯಾದಂತ ಉತ್ತರವನ್ನು ಕ್ರಿಸ್ತನ ಜೀವಿತ ಯಾವ ರೀತಿ ನಡೆಸಬೇಕು ಅಂತ ಆತನ ಹೇಳಿಕೊಟ್ಟನು. കാര്യം മുഴുവനും അദ്ദേഹത്തിന് മനസ്സിലാക്കി എടുക്കാൻ പറ്റി. ಕ್ರಿಸ್ತನು ಹೇಳಿದಂತ ಪ್ರತಿಯೊಂದು ಮಾತುಗಳನ್ನು ಈತನು ಅರ್ಥೈಸಿಕೊಂಡನು. മുഴുവനും അദ്ദേഹം പഠിച്ചു. ಆತನು ಎಲ್ಲವನ್ನೂ ಆತನು ಓದಿದನು. അതുകൊണ്ട് കർത്താവ് എന്താ ചെയ്തെന്ന് അറിയാമോ? ನಂತರವಾಗಿ ಕರ್ತನು ಏನು ಮಾಡಿದನು ಗೊತ್ತುಂಟಾ? വൈദ്യനായിരുന്ന ലൂക്കോസിനെ കൊണ്ട്, ವೈದ್ಯನಾದಂತ ಈ ಲೂಕನನ್ನು യേശുവിന്റെ ജീവചരിത്രത്തെ കുറിച്ച് കൃത്യമായി പഠിക്കുവാനുള്ള അവസരം കൊടുത്തു. ಯೇಸು ಕ್ರಿಸ್ತನ ಜೀವನ ಚರಿತ್ರೆಯನ್ನು ಸ್ಪಷ್ಟವಾಗಿ ಓದುವುದಕ್ಕೆ ಬೇಕಾದಂತ ಕಾಲಾವಕಾಶ ಕೊಟ್ಟು അവനെ കൊണ്ട് തന്നെ പുസ്തകം എഴുതിപ്പിച്ചു. ಅವನ ಮುಖಾಂತರವಾಗಿ ದೇವರು ಆತನ ಪುಸ್ತಕವನ್ನು ಬರೆಸಿದನು. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികൾ വെളിപ്പെട്ടത് ദൈവദാസന്മാരിൽ കൂടി വെളിപ്പെട്ടത്, ಪರಿಶುದ್ಧಾತ್ಮನ ಕೃತ್ಯಗಳು ದೈವ ಸೇವಕರ ಮೂಲಕವಾಗಿ ಪ್ರಕಟವಾದದ್ದು ಹೇಗೆ ಅಂತ ಹೇಳಿದರೆ, എഴുതി സൂക്ഷിക്കാൻ, ಬರೆದು ಅದನ್ನು ಕಾಪಾಡಬೇಕು. ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച, ಆಶಿಸಿ ನಾವು ಪ್ರಾರ್ಥಿಸುವುದಾದರೆ അകത്ത് നിയോഗം കർത്താവ് കൊടുത്തു, അപ്പോസ്തലന്മാരുടെ പ്രവൃത്തി എഴുതിക്കോ. ಅಂದ್ರೆ ಲೂಕನ ಒಳಗಡೆ ದೇವರು ಒಂದು ಪ್ರೇರೇಪಣೆಯನ್ನು ಕೊಟ್ಟನು ಈ ಒಂದು ಅಪೊಸ್ತಲ ಕೃತ್ಯವನ್ನು ಬರೆಯುವುದಕ್ಕೋಸ್ಕರವಾಗಿ. രണ്ട് പുസ്തകങ്ങളും വായിക്കുമ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയി കൊടുത്ത അദ്ദേഹം എഴുതിയിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാണ്. ಅಂದ್ರೆ ಎರಡು ಪುಸ್ತಕಗಳನ್ನು ನಾವು ಓದುವಾಗ ಬಹಳ ಪ್ರಾಮುಖ್ಯತೆಯನ್ನು ಆತನು ಕೊಟ್ಟಿರುವಂತದ್ದು ಪರಿಶುದ್ಧಾತ್ಮನಿಗೆ ಆಗಿದೆ. തിരിച്ചറിഞ്ഞു, ಈ ಶಕ್ತಿ എന്റെ ಅಗത്തുണ്ടെങ്കിൽ, ಆತನು ಈ ಪ್ರಕಾರವಾಗಿ ತಿಳಿದುಕೊಂಡನು, ಆತನ ಈ ಶಕ್ತಿ ನನ್ನ ಒಳಗಡೆ ಇರುವುದಾದರೆ ಈ ವೈದ್ಯ ಶಾಸ್ತ್ರಕ್ಕಿಂತಲೂ ಮಿಗಿಲಾಗಿ ಈ ಶಕ್ತಿ എന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കും. ಈ ಶಕ್ತಿಯು ನನ್ನ ಒಳಗಡೆ ಕಾರ್ಯ ಮಾಡುತ್ತದೆ. ആ ചിന്ത അദ്ദേഹത്തെ പുറത്തെടുത്തു. ಆ ಒಂದು ಚಿಂತೆಯಿಂದ ಆತನು ಹೊರ ಬಂದನು. ആ ചിന്ത അദ്ദേഹത്തെ പുറത്തെടുത്തു. ಆ ಚಿಂತೆಯು ಅವನನ್ನು ಹೊರ ತಂದಿತು. ഇന്ന് രാത്രി എനിക്ക് നന്നായിട്ട് അറിയാം നിങ്ങളെ പരിശുദ്ധാത്മാവ് ഏതിൽ നിന്നൊക്കെയോ പുറത്തെടുക്കാൻ പോകുന്നു. ಈ ರಾತ್ರಿ ವೇಳೆಯಲ್ಲಿ ನನಗೆ ಚೆನ್ನಾಗಿ ಸ್ಪರ್ಶವಾಗುತ್ತಾ ಇದೆ. ಯಾವುದೋ ಒಂದು ವಿಷಯಗಳಿಂದ ನನ್ನ ದೇವರು ನಿಮ್ಮನ್ನು ಹೊರತರುವವನಾಗಿರುತ್ತಾನೆ. നിങ്ങളായിരിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളെ ನೀವು ಆಗಿರುವಂತಹ ಸನ್ನಿವೇಶಗಳಿಂದ ನನ್ನ ದೇವರು ನಿಮ್ಮನ್ನು ಹೊರತರುವವನಾಗಿರುತ್ತಾನೆ. ആത്മീകമായിട്ടുള്ള ഒരു ബന്ധം നിങ്ങളെ കാഴ്ചപ്പാട് മാറ്റിയവരായി പുറത്തെടുക്കാൻ പോകുന്നു. ಆತ್ಮಿಕವಾದಂತಹ ಸನ್ನಿವೇಶಗಳು
ಆತ್ಮಿಕವಾದಂಥ ರೀತಿಯಲ್ಲಿ ಆತ್ಮಿಕ ಸಂದರ್ಶನ, ಆತ್ಮಿಕ ಒಂದು ದರ್ಶನವನ್ನು ಹೊಂದಿಕೊಂಡು ಹೊರಬರುವಾಗಿ ದೇವರು ಮಾರ್ಪಡಿಸುತ್ತಾನೆ. ഒരു നല്ല അഭിഷക്തനുമായി കൂട്ടുകെട്ടാൻ നിങ്ങൾക്ക് പറ്റിയില്ലേലും ಅಂದ್ರೆ ಒಂದು ಒಳ್ಳೆಯ ಅಭಿಷಕ್ತನ ಜೊತೆಯಲ್ಲಿ ಸೇರಿ ನಿಲ್ಲುವುದಕ್ಕೆ ನಿಮಗೆ ಸಾಧ್ಯವಾಗಲಿದೆ. കർത്താവിനോട് കൂട്ടുകെട്ടാൻ നിങ്ങൾക്ക് കഴിയുമോ? ನಿಮಗೆ ಕರ್ತನ ಜೊತೆಯಲ್ಲಿ ಒಳ್ಳೆ ಸಂಬಂಧವನ್ನು ಇಟ್ಟುಕೊಂಡು ನಡೆಯುವುದಕ್ಕೆ ಸಾಧ್ಯವಿದೆಯೋ? ഇന്ന് രാത്രി നിങ്ങളിൽ കൂടി അത്ഭുതം വെളിപ്പെട്ടു വരും. ನೀವು ಈ ರಾತ್ರಿ ವೇಳೆ ನಿಮ್ಮ ಜೀವಿತವನ್ನು ಒಪ್ಪಿಸಿಕೊಳ್ಳುವುದಾದ್ರೆ ನಮ್ಮ ಮೂಲಕವಾಗಿ ದೇವರು ಅದ್ಭುತ ಮಾಡುತ್ತಾನೆ. വിശ്വസിക്കാൻ പറ്റുമോ? ഈ ನೀವು രാത്രി ನಂಬುವುದಕ್ಕೆ ಸಾಧ್ಯವಿದೆಯೋ? ಈ ರಾತ್ರಿ ವೇಳೆಯಲ್ಲಿ നിങ്ങളിൽ കൂടി അത്ഭുതം വെളിപ്പെട്ടു വരും. ನಿಮ್ಮ ಮೂಲಕವಾಗಿ ಅದ್ಭುತಗಳು ನಡೆಯುತ್ತದೆ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ನಾನು ആഗ്രഹിക്കുന്നു. ನಿಮಗೋಸ್ಕರವಾಗಿ ಪ್ರಾರ್ಥಿಸುವಿಕೆ ಇಷ್ಟಪಡುತ್ತೇನೆ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ನಾನು ആഗ്രഹിക്കുന്നു. ನಿಮಗೋಸ್ಕರವಾಗಿ ಪ್ರಾರ್ಥಿಸುವಿಕೆ ಇಷ್ಟಪಡುತ್ತೇನೆ. നമ്മൾ കുറിവാക്യം എടുത്ത ഭാഗത്തിലേക്ക് ഞാൻ ഒന്ന് തൊടുകയാണ്. ಆದ್ರೆ ನಾನು ಒಂದು ವಾಕ್ಯವನ್ನು ನಿಮ್ಮ ಮುಂದೆ ಹೇಳಿದೆ. അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും കർത്താവിന്റെ ആത്മാവിനെ ಕಡೆಯ പകരും. ದಿನದಲ್ಲಿ ಎಲ್ಲರ ಮೇಲೆ ನನ್ನ ಆತ್ಮವನ್ನು ಸುರಿಸುವೆನು. കർത്താവിന്റെ ആത്മാവിനെ പകരും. ಕರ್ತನ ಆತನ ಆತ್ಮವನ್ನು ನಮ್ಮ ಮೇಲೆ ಸುರಿಸುವನು. വേഗത്തിൽ എഴുന്നേറ്റ് ഓടി മുന്നോട്ട് വന്നാണ്. ವೇಗವಾಗಿ ಎದ್ದು ಮುಂದಕ್ಕೆ ಓಡಿ ಬನ್ನಿರಿ. കർത്താവിന്റെ ആത്മാവിനെ കർത്താവ് ഈ രാത്രി പകരാൻ ആഗ്രഹിക്കുന്നു. ಕರ್ತನ ಆತ್ಮವನ್ನು ನಮ್ಮ ಮೇಲೆ ಆತನು ಸುರಿಸುವನಾಗಿದ್ದಾನೆ. പരിശുദ്ധാത്മാവിന്റെ ഒരു പകർച്ച ഈ രാത്രി ഇതിനകത്ത് സംഭവിക്കാൻ പോകുന്നു. ಈ ಪರಿಶುದ್ಧಾತ್ಮನ ಕ್ರಿಯೆಗಳು, ಪರಿಶುದ್ಧಾತ್ಮನ ಕಾರ್ಯಗಳು ಇಲ್ಲಿ ಸಂಭವಿಸಲು ಹೋಗುತ್ತದೆ. ഏൽപ്പിച്ചു കൊടുക്കാമോ ഈ രാത്രി? ಈ ರಾತ್ರಿ ವೇಳೆ ಒಪ್ಪಿಸಿಕೊಡಿರಿ. ഏൽപ്പിച്ചു കൊടുക്കാമോ ഈ രാത്രി? ಒಪ್ಪಿಸಿಕೊಡಿ ಈ ರಾತ್ರಿ ವೇಳೆಯಲ್ಲಿ. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ദൈവാത്മാവ് നിങ്ങളെ നിറയ്ക്കാൻ തുടങ്ങി. ಪರಿಶುದ್ಧಾತ್ಮನ ಶಕ್ತಿಯಿಂದ ದೇವರ ಆತ್ಮನ ನಮ್ಮ ಪ್ರತಿಯೊಬ್ಬರನ್ನು ತುಂಬಿಸುವನಾಗಿರುತ್ತಾನೆ. ആത്മാവിൽ വിട്ടുകൊടുത്ത കർത്താവിനെ ನಾವು ಈ ಸಮಯದಲ್ಲಿ ಆತ್ಮನಿಗೆ ಒಪ್ಪಿಸಿಕೊಡುವ, ആത്മാവിൽ വിട്ടുകൊടുത്ത ಆತ್ಮನಿಗೆ ಒಪ್ಪಿಸಿಕೊಟ್ಟು ನಾವು ಪ್ರಾರ್ಥಿಸುವ ಪ್ರಿಯರೇ. ഇന്ന് രാത്രിയിൽ അസാധാരണ മിറക്കിളുകൾ കാണാൻ പോകുന്നു. ನಾವು ಅಸಾಧಾರಣವಾದಂತಹ ಅದ್ಭುತಗಳನ್ನು ಕರ್ತನಿಂದ ನಾವು ಹೊಂದಿಕೊಳ್ಳುವವರಾಗಿರುತ್ತೇವೆ. അസാധാരണമായ വിടുതലുകൾ ഈ രാത്രി കാണാൻ പോകുന്നു. ಅಸಾಧಾರಣವಾದಂತಹ ದೈವಿಕವಾದಂತಹ ಕಾರ್ಯಗಳು. വേഗത്തിൽ മുന്നോട്ട് വന്നാട്ടെ. ವೇಗವಾಗಿ ಮುಂದಕ್ಕೆ ಬನ್ನಿರಿ. ആരും കസേരകളിൽ ഇരിക്കാതെ വേഗത്തിൽ മുന്നോട്ട് വന്നാട്ടെ. ಯಾರು ಸಹ ಕುರ್ಚಿಗಳಲ್ಲಿ ಕುಳಿತುಕೊಳ್ಳದೆ ಪ್ರತಿಯೊಬ್ಬರು ಮುಂದಕ್ಕೆ ಬನ್ನಿರಿ. നിറവിന്റെ അനുഭവം ഈ രാത്രി പരിശുദ്ധാത്മാവ് തരുന്നു. ಈ ಒಂದು ರಾತ್ರಿ ವೇಳೆಯಲ್ಲಿ ಆತ್ಮನು ಸುರಿಸುವನಾಗಿರುತ್ತಾನೆ. പക്ഷേ ഇനി നിങ്ങൾക്ക് ഒരു അവസരം കിട്ടിയെന്ന് വരത്തില്ല. ಅಂದ್ರೆ ಒಂದು ಪಕ್ಷ ನಿಮಗೆ ಇಂತಹ ಅವಕಾಶ ಸಿಗದೇ ಇರಬಹುದು. ഒരു പുതിയ ദൈവകൃപയാൽ ഇന്ന് രാത്രി നിങ്ങൾ തുറക്കട്ടെ. ಒಂದು ದೈವಿಕವಾದಂತಹ ಹೊಸ ಕೃಪೆಯಲ್ಲಿ ದೇವರು ನಿಮ್ಮ ನಡೆಸಲಿ. എനിക്കറിയാം ഇന്ന് രാത്രി ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്ന നിമിഷം തന്നെ ಈ ರಾತ್ರಿ ವೇಳೆಯಲ್ಲಿ ನಿಮಗೋಸ್ಕರವಾಗಿ ನಾನು ಪ್ರಾರ್ಥನೆ ಮಾಡುವಾಗ രോഗികളെ രാത്രി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. ಅಂದ್ರೆ ರೋಗಿಗಳು ಯಾರೇ ಇರುವುದಾದ್ರೂ ನೀವು ಪ್ರಾರ್ಥನೆ ಮಾಡುತ್ತಲೇ ಇರಿ. ನೀವು ಅದ್ಭುತಗಳನ್ನು, ರೋಗ ಸ್ವಸ್ಥತೆಯನ್ನು ಹೊಂದಿಕೊಳ್ಳುತ್ತೀರಿ. ബിസിനസ്സുകൾ പൊളിഞ്ഞവർ പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. ಅಂದ್ರೆ ಬಿಸ್ನೆಸ್ ಗಳೆಲ್ಲ ಒಡೆಯಲ್ಪಟ್ಟ ಅನುಭವದಲ್ಲಿ ಯಾರೇ ಇರುವುದಾದ್ರೂ, ವ್ಯಾಪಾರಗಳು ನಷ್ಟವಾಗಿರುವುದಾದ್ರೂ ಅಂತವರು ಸಹ ಪ್ರಾರ್ಥಿಸಿರಿ. നിങ്ങൾ അത്ഭുതങ്ങൾ കാണും. ನೀವು ಸಹ ಅದ್ಭುತಗಳನ್ನು ಹೊಂದಿಕೊಳ್ಳುತ್ತೀರಿ. അതിനൊക്കെ മുമ്പ്, ಅದಕ್ಕಿಂತ ಮುಂಚಿತವಾಗಿ ഇന്ന് രാത്രി കണ്ണടച്ച് ഒരു കാര്യം നമ്മൾ ಈ ರಾತ್ರಿ ವೇಳೆಯಲ್ಲಿ ಕಣ್ಣುಗಳನ್ನು ಮುಚ್ಚಿ ಪ್ರಾರ್ಥಿಸುವ. പിതാവേ, ಪ್ರಿಯ ತಂದೆಯೇ, അന്ത്യകാലത്ത് ಅಂತ್ಯಕಾಲದಲ್ಲಿ സകല ജഡത്തിന്മേലും ಎಲ್ಲಾ ಜನರ ಮೇಲೆ അങ്ങയുടെ ആത്മാവിനെ പകരുമെന്ന് ನಿನ್ನ ಆತ್ಮವನ್ನು ಸುರಿಸುತ್ತೇನೆ ಅಂತ ಹೇಳಿ ദൈവവചനത്തിൽ ನೀನು പറഞ്ഞു. ನಿನ್ನ ವಾಕ್ಯದ ಮೂಲಕವಾಗಿ ಹೇಳಿದಿ. ഞങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കുമെന്ന് ಕರ್ತನೇ, കർത്താവ് ನಿಮ್ಮ പറഞ്ഞു. ಪುತ್ರರು ಪುತ್ರಿಯರು ಪ್ರವಾದಿಸುತ್ತರು ಅಂತ ಹೇಳ್ತಾರೆ. യൗവനക്കാർ ദർശനം കാണുമെന്ന് ನಿಮ್ಮ കർത്താവ് പറഞ്ഞു. ಯೌವನಸ್ಥರ ದಿವ್ಯ ದರ್ಶನಗಳು ಉಂಟಾಗುತ್ತದೆ ಅಂತ ಹೇಳಿದ್ಯಪ್ಪ. വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണുമെന്ന് ನಿಮ್ಮ കർത്താവ് ಹಿರಿಯರಿಗೆ പറഞ്ഞു. ಕನಸುಗಳು ಬೀಳುತ್ತದೆ ಅಂತ ನೀ ಹೇಳಿದ್ಯಪ್ಪ. ഞങ്ങളുടെ വീട്ടിൽ വേലയ്ക്ക് നിൽക്കുന്ന ദാസന്മാരും ദാസിമാരും പോലും അന്ന് പ്രവചിക്കുമെന്ന് കർത്താവ് പറഞ്ഞു. ಕರ್ತನೇ, ನೀ ಹೇಳಿದೆ, ಇದಲ್ಲದೆ ಆ ದಿನಗಳಲ್ಲಿ ದಾಸದಾಸ್ಯರ ಮೇಲೆ ನನ್ನ ಆತ್ಮವನ್ನು ಸುರಿಸುವೆನು, ಅವರೂ ಪ್ರವಾದಿಸುವರು ಅಂತ ಹೇಳಿದೆಯಲ್ಲ. കർത്താവേ, ಕರ್ತನೇ, ഈ രാത്രിയിൽ അങ്ങയുടെ ശക്തി എന്റെ മേൽ പകരണം. ಈ ರಾತ್ರಿ ವೇಳೆಯಲ್ಲಿ ನಿಮ್ಮ ಶಕ್ತಿಯನ್ನು ನಮ್ಮ ಮೇಲೆ ಸುರಿಸು. ശക്തി എന്റെ മേൽ പകരണം. ನಿಮ್ಮ ಶಕ್ತಿಯನ್ನು ನಮ್ಮ ಮೇಲೆ ಸುರಿಸು. അടിയനിതാ ദേവാ, ദേവാ. ചേർന്ന് പറഞ്ഞേ. ಸೇರಿ ಆಡುವ. ഓ അടിയനിതാ ദേവാ, അടിയനിതാ, അടിയനിതാ, അടിയനിതാ ദേവാ, അടിയനിതാ ദേവാ, അടിയനിതാ ദേവാ, അടിയനിതാ, അടിയനിതാ. ഏൽപ്പിച്ചു കൊടുത്തോട്ടെ. ನಾವೆಲ್ಲರೂ ಸುಕರ್ತನ ಸನ್ನಿಧಿಯಲ್ಲಿ ಒಪ್ಪಿಸಿಕೊಡುವ ಪ್ರಿಯರೇ. ആ ദൈവശക്തി നിങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. ದೇವರ ಶಕ್ತಿ ನಮ್ಮ ಮಧ್ಯದಲ್ಲಿ ವ್ಯಾಪರಿಸಲಿ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. ನಾನು ನಿಮಗೋಸ್ಕರವಾಗಿ ಪ್ರಾರ್ಥಿಸಲು ಹೋಗುತ್ತೇನೆ. ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ನೀವು ಇಲ್ಲಿಯವರೆಗೂ ಅನುಭವಿಸದೇ ಇರುವಂತಹ ದೈವಿಕವಾದಂತಹ ಸಾನ್ನಿಧ್ಯ, ഇതുവരെ നിങ്ങൾ അനുഭവിച്ചിട്ടില്ലാത്ത ಇಲ್ಲಿಯವರೆಗೂ ನೀವು ಅನುಭವಿಸದೇ ಇರುವಂತಹ ದೈವಿಕವಾದಂತಹ ಕೃಪೆ ഇന്ന് രാത്രി നിങ്ങളുടെ മേൽ ചലിക്കും. ಈ ರಾತ್ರಿ ವೇಳೆ ನಿಮ್ಮ ಮೇಲೆ ಚಲಿಸುತ್ತದೆ. യൗവനക്കാർ പ്രാർത്ഥിച്ചു തുടങ്ങി. ಯವನಸ್ಥರು ಪ್ರಾರ್ಥಿಸಿರಿ. ഒരു പ്രവചന ആത്മാവിനാൽ ಪ್ರವಾದನ പരിശുദ്ധാത്മാവിനാൽ ಆತ್ಮವನ್ನು ತುಂಬಿಸು ಸ್ವಾಮಿ ಅಂತೇಳಿ ಪ್ರಾರ್ಥಿಸಿರಿ. ഒരു നദിയിൽ നിന്ന് വെള്ളം ഒഴുകുന്നത് പോലെ
ಆ ಒಂದು ನೀರು ಯಾವ ರೀತಿ ಹರಿದು ಬರ್ತದೆ ಅದೇ ಪ್ರಕಾರವಾಗಿ ഒരു നദിയിൽ നിന്ന് വെള്ളം ഒഴുകുന്നത് പോലെ ಒಂದು ನದಿಯಿಂದ ಆ ಒಂದು ನೀರು ಹರಿದು ನಿಮ್ಮಲ್ಲಿಗೆ ಬರುವ ದೈವ ಸಾನ್ನಿಧ್ಯ ರೀತಿಯಲ್ಲಿ ಚಲಿക്കാൻ ನಿಮ್ಮ ಮೇಲೆ തുടങ്ങുന്ന ದೈವ പ്രിയായി. ಶಕ್ತಿ ಚಲಿಸುವಂತದಾಗಿರುತ್ತದೆ. അടിയനിതാ ദേവാ, അടിയനിതാ ദേവാ, അടിയനിതാ ദേവാ, അടിയനിതാ. Come on. ചേർന്ന് പറഞ്ഞേ. ಸೇರಿ ಆಡುವ ಪ್ರಿಯರೇ, ದೇವರ ಸಾನ್ನಿಧ್ಯ ನಮ್ಮ ಮಧ್ಯದಲ್ಲಿ ಚಲಿಸುತ್ತಾ ಇದೆ ಪ್ರಿಯರೇ. ಸೇರಿ ಆಡುವ ದೈವಿಕವಾದಂತಹ ಸಾನ್ನಿಧ್ಯ ನಮ್ಮ ಮಧ್ಯದಲ್ಲಿ ಪ್ರಾರ್ಥಿക്കുന്നു. ಕರ್ತನೇ, ತಂದೆಗಾಗಿ ನಾನು ಪ್ರಾರ್ಥಿಸುತ್ತೇನೆ ಯೇಸುವಿನ ನಾಮದಲ್ಲಿ. പൊളിച്ചു കളഞ്ഞ ചില മണ്ഡലങ്ങൾ, ಒಡೆಯಲ್ಪಟ್ಟ ಅವಸ್ಥೆಗಳು, ജീവിതത്തെ തകർച്ചു കളഞ്ഞ ചില മണ്ഡലങ്ങൾ, ಜೀವಿತವನ್ನು ಒಡೆಯಲ್ಪಟ್ಟಿರುವಂತಹ ಎಲ್ಲ ಸನ್ನಿವೇಶಗಳು ഈ രാത്രി പരിശുദ്ധാത്മാവ് പണിയാൻ ಈ തുടങ്ങുന്നു. ರಾತ್ರಿ ವೇಳೆಯಲ್ಲಿ ನೀ ಕಟ್ಟಬೇಕಾಗಿ ನಾ ಬೇಡಿಕೊಳ್ತಾನೆ. നീ ഒത്തിരി തകർന്നവനാ. ನೀನು ಬಹಳವಾಗಿ ಒಡೆಯಲ್ಪಟ್ಟವನು. നിന്റെ കുടുംബത്തിനകത്ത് നീ ഉയർച്ച പ്രാപിക്കത്തില്ലെന്ന്, ನೀನು ನಿನ್ನ ಕುಟುಂಬದಲ್ಲಿ ಉನ್ನತಿ ಬರುವುದಿಲ್ಲ ಅಂತ ಅನೇಕರು ನೋಡಿ ಹೇಳಿದರು. നന്മ പ്രാപിക്കത്തില്ലെന്ന്, ಯಾವ ಕಾರಣಕ್ಕೂ ನೀನು ಆಶೀರ್ವಾದವನ್ನು ಹೊಂದಿಕೊಳ್ಳುವುದಿಲ್ಲ ಅಂತ ಅನೇಕರು ಹೇಳಿದರು. ചില പോരുകൾ ಅನೇಕರು ನಿಮ್ಮ ವಿಷಯದಲ್ಲಿ ಬರೆಯಲ್ಪಟ್ಟರು. ഈ രാത്രി കുടുംബം വിട്ട് അഴിഞ്ഞു മാറുകയാണ്. ಈ ರಾತ್ರಿ ವೇಳೆ ನಿಮ್ಮ ಕುಟುಂಬವನ್ನು ಬಿಟ್ಟು ಹೋಗಲಿ. ആർക്കും നിങ്ങളെ വേണ്ടായിരിക്കാം, ಯಾರಿಗೂ ನೀವು ಬೇಡವಾಗಿರಬಹುದು, പക്ഷെ കർത്താവിന് നിങ്ങളെ വേണം. ಆದ್ರೆ ಕರ್ತನಿಗೆ ನೀವು ಬೇಕು. കർത്താവിന് നിങ്ങളെ വേണം. ಕರ್ತನಿಗೆ ನೀವು ಬೇಕು. കർത്താവിന് നിങ്ങളെ ഞാനിത് പറയുമ്പോൾ ನಾ ಇದನ್ನು ಹೇಳುತ್ತಿರುವಾಗಲೇ ബിപി ശരീരത്തിൽ വിട്ട് അഴിഞ്ഞു മാറുന്നു. ಬಿಪಿ ನಿಮ್ಮ ಶರೀರವನ್ನು ಬಿಟ್ಟು ಹೋಗುತ್ತಾ ಇದೆ. ബ്ലഡ് പ്രഷർ അഴിഞ്ഞു മാറുന്നു. ಬ್ಲಡ್ ಪ್ರೆಷರ್ ನಿಮ್ಮನ್ನು ಬಿಟ್ಟು ಹೋಗುತ್ತಾ ಇದೆ. ദൈവാത്മാവിനോട് പറയുന്നു, ದೇವರ ಆತ್ಮನು ಹೇಳುವುದೇನೆಂದರೆ, നീ ഒത്തിരി കരയുന്ന ഒരു വിഷയം, ಅನೇಕ ಅಳುವಂತ ವಿಷಯಗಳಿದೆ. നല്ലൊരു ആഹാരം കഴിക്കാൻ പോലും പറ്റത്തില്ല. ಅದೇ ಸರಿಯಾಗಿ ನಿಮಗೆ ಊಟ ಮಾಡಲು ಸಹ ಕೆಲವೊಮ್ಮೆ ಸಾಧ್ಯವಾಗುವುದಿಲ್ಲ. നല്ലൊരു ആഹാരം നിനക്ക് കഴിക്കാൻ പറ്റുന്നില്ല. ಒಳ್ಳೆ ಆಹಾರವನ್ನು ನಿಮಗೆ ತಿನ್ನಲು ಸಾಧ್ಯವಿಲ್ಲ. പരിശുദ്ധാത്മാവിനോട് പറയുന്നു, ಪರಿಶುದ್ಧಾತ್ಮನು ಹೇಳುವುದೇನೆಂದರೆ, ദൈവാത്മാവ് ഈ ശരീരത്തിലെ രോഗക്കെട്ടുകൾ അഴിക്കുക. ದೇವರ ಆತ್ಮನು ಈ ಶರೀರದ ಎಲ್ಲ ರೋಗ ಕಟ್ಟುಗಳು ನೀಗಲ್ಪಡಲಿ. ಪ್ರಾರ್ಥಿಸಿರಿ. രാത്രി ദൈവാത്മാവ് നിങ്ങളെ നിറയ്ക്കാൻ തുടങ്ങുന്നു. ಈ ರಾತ್ರಿ ವೇಳೆಯಲ್ಲಿ ದೇವರು ನಿಮ್ಮನ್ನು ತುಂಬಿಸುವನಾಗಿರ್ತಾನೆ. ದೇವರಾತ್ಮ ನಿಮ್ಮನ್ನು ತುಂಬಿಸುತ್ತಾನೆ. ದೇವರಾತ್ಮ ನಿಮ್ಮನ್ನು ತುಂಬಿಸುತ್ತಾನೆ. ದೇವರು ನಿಮ್ಮನ್ನು ತುಂಬಿಸುತ್ತಾನೆ. ഞാൻ നിങ്ങളെ തൊടാൻ വേണ്ടി നിങ്ങൾ ആഗ്രഹിച്ചു നിൽക്കാണ്ട് ദൈവം നിങ്ങളെ തൊടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ಆದರೆ ನಾನು ಬಂದು ನಿಮ್ಮನ್ನು ಮುಟ್ಟಬೇಕು ಅಂತ ಹೇಳಿ ನೀವು ಬಯಸಬೇಡಿರಿ. ದೇವರ ಹಸ್ತವು ನಿಮ್ಮನ್ನು ಮುಟ್ಟಬೇಕು ಅಂತ ಹೇಳಿ ನೀವು ಬಯಸುತ್ತಾ ನಿಲ್ಲಿರಿ ಪ್ರಿಯರೇ. പ്രവചനപരം ആഗ്രഹിക്കുന്നവരുടെ അകത്തു നിന്ന് ശക്തി പുറത്തു വരികയാണ്. ಪ್ರವಾದನೆಯನ್ನು ಬಯಸುವವರು, ಪ್ರವಾದನೆ ಮಾಡಬೇಕು ಅಂತ ಹೇಳುವವರು, ನಿಮ್ಮ ಒಳಗಡೆಯಿಂದ ಒಂದು ಶಕ್ತಿ ಹೊರಬರುತ್ತದೆ. നിങ്ങളുടെ അകത്തു നിന്ന് ശക്തി പുറത്തു വരാൻ പോകുന്നു. ನಿಮ್ಮ ಒಳಗಡೆಯಿಂದ ಶಕ್ತಿ ಹೊರಬರುತ್ತದೆ. നിങ്ങൾ അസാധാരണമായ കാര്യങ്ങൾ ചെയ്യാൻ, ಅಸಾಧಾರಣವಾದ ಕಾರ್ಯಗಳನ್ನು ಮಾಡುತ್ತೀರಿ. ಸೇರಿ ಆಡುವ ಪ್ರಿಯರೇ, ನೀರನ್ನ ಪ್ರಾಣನಾಥ ನೀನಂದೇವಾ ನೀನನ್ನ കരങ്ങൾ ഉയർത്തിലേക്ക് പിടിച്ച ಕರಗಳನ್ನೆಲ್ಲವರು ನಾವು ಮೇಲಕ್ಕೆ ಎತ್ತುವ ಪ್ರಿಯರೇ. ಸೇರಿ ಆಡುವ, ചേർന്ന് പറഞ്ഞു, ಸೇರಿ ಆಡುವ ಪ್ರಿಯರೇ, ಹೃದಯದ ಅಂತರಾಳದಿಂದ ಆಡುವ ಪ್ರಿಯರೇ. ನೀರನ್ನ ಪ್ರಾಣನಾಥ അവന്റെ ശക്തി വീഴുക. അവന്റെ മേലെ ശക്തി വ്യാപരിക്കട്ടെ. ಮೇಲೆ ಆರು ಶಕ್ತಿ ಚಲಿಸಲಿ. അസാധാരണമായ ಅಸಾಧಾರಣವಾದ ಶಕ್ತಿ അഭിഷേകത്തിന്റെ സ്ഥാനം, ಅಭಿಷೇಕ ಇವರ ಮೇಲೆ ഒരു സൗഖ്യം നടക്കുന്ന പരിശുദ്ധാത്മാവ് പറയുന്നു. ಸೌಖ್ಯ ಉಂಟಾಗಲಿ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിനെ തൊടുന്ന പകൽ, ಈ ರಾತ್ರಿ ವೇಳೆಯಲ್ಲಿ ನಿಮ್ಮನ್ನು ಪರಿಶುದ್ಧಾತ್ಮನು ಮುಟ್ಟುತ್ತಿದ್ದಾನೆ. ഈ രാത്രി നിന്നെ തൊടുന്ന രാത്രിയായി തിരിക്കുക. ಈ ರಾತ್ರಿ ವೇಳೆಯಲ್ಲಿ ದೇವರು ನಿಮ್ಮನ್ನು ಮುಟ್ಟುವಂತ ರಾತ್ರಿ ಆಗಿದೆ. ಸೇರಿ ಆರಾಧಿಸುವ. ചില നിയോഗങ്ങൾ പരിശുദ്ധാത്മാവ് കൈമാറും. ಕೆಲವೊಂದು ಯೋಚನೆಯನ್ನು ದೇವರು ನಿಮ್ಮ ಮೇಲೆ ಹಾಕುತ್ತಿದ್ದಾನೆ. ചില നിയോഗങ്ങൾ പരിശുദ്ധാത്മാവ് കൈമാറും. ಕೆಲವೊಂದು ಯೋಚನೆಯನ್ನು ದೇವರು ನಿಮ್ಮ ಮೇಲೆ ಹಾಕುತ್ತಿದ್ದಾನೆ ಪ್ರಿಯರೇ. ಕೆಲವೊಂದು ಯೋಚನೆಯನ್ನು ದೇವರು ನಿಮ್ಮ ಮೇಲೆ ಹಾಕುತ್ತಿದ್ದಾನೆ. ಸೇವೆ ಮಾಡುವೆ നിങ്ങൾ കാത്തിരുന്ന ചിലത് ഇന്ന് രാത്രി നിങ്ങളുടെ അകത്തേക്ക്, ಕಾಯುತ್ತಿದ್ದಂತ ನಿಮ್ಮ ಜೀವಿತದಲ್ಲಿ നിങ്ങൾ ದೇವರು കാത്തിരുന്ന ചിലത് ഇന്ന് രാത്രി നിങ്ങളുടെ അകത്തേക്ക് വ്യാപരിക്കാൻ തുടങ്ങിയ, ಕಾಯುತ್ತಿದ್ದಂತ ನೀವು ನಿಮ್ಮ ಜೀವಿತದಲ್ಲಿ ശരീരങ്ങളിൽ വഹിക്കാൻ കഴിയാത്ത ಶರೀರದಲ್ಲಿ ಹೊಂದಿಕೊಳ್ಳಲು ಸಾಧ್ಯವಿಲ್ಲದೆ അസാധാരണമായ അഭിഷേകം ಅಸಾಧಾರಣವಾದ ಅಭಿಷೇಕ ಇಳಿಯಲ್ಪಡಲಿ. ഈ സമയം പകരുക, ಈ ಸಮಯದಲ್ಲಿ ഈ ಉಂಟಾಗಲಿ. സമയം പകരുക, ಈ ಸಮಯದಲ್ಲಿ ഈ സമയം പകരുക. ಈ ಸಮಯದಲ್ಲಿ ಚಲಿಸಲ್ಪಡಲಿ. ഒന്നോളമല്ല
അപ്പ പാദದವರೆಗೂ ಅಲ್ಲ, അരയോളമല്ല, ಮೊಳಕಾಲದವರೆಗೂ ಅಲ್ಲ, നീന്തിയിട്ടല്ലാതെ കാണാൻ കഴിയാത്ത ಸೊಂಟಾದವರೆಗೂ ಅಲ್ಲ, ಈಜು അസാധാരണമായ അഭിഷേകം ಅಸಾಧಾರಣವಾದ ಅಭಿಷೇಕ ಇಳಿಯಲಿ. സഭയിൽ ചലിക്കുകയാണ്, ಸಭೆಯಲ್ಲಿ ಚಲಿಸಲ್ಪಡಲಿ, സഭയിൽ ചലിക്കുകയാണ്, ಸಭೆಯಲ್ಲಿ ಚಲಿಸಲ್ಪಡಲಿ, സഭയിൽ ചലിക്കുകയാണ്, ಸಭೆಯಲ್ಲಿ ಚಲಿಸಲಿ. കുഞ്ഞ നിന്റെ മേൽ ആ ദൈവസാന്നിധ്യം ചലിക്കുക, ದೈವಿಕ ಶಕ್ತಿ ಇಳಿಯಲ್ಪಡಲಿ. ಆರಾಧಿಸುವೆ ಪೂರ್ಣ ಹೃದಯದಿಂದ, ಯೋಚನೆ ನಿನ್ನ ಮೇಲೆ ಬೀಳುತ್ತಾ ಇದೆ. ದೇವರ ಚಿತ್ತ ಒಂದು ಪ್ರವಾದನ ರೀತಿಯಲ್ಲಿ ಮಾಡುವೆ ನೀನೇ ಸರ್ವವೆಂದು. ദൈവശക്തി ഇവിടെ മേൽ കർത്താവ് പകരണം. ഈ സമയം മിറക്കിൾ ശുശ്രൂഷകൾക്ക് വേണ്ടി ദൈവാത്മാവ് തിരഞ്ഞെടുക്കുന്ന ഒരു സമയമായി മാറുന്നു. നീ ഒത്തിരി തകർന്നവളാണെങ്കിൽ പോലും നിന്റെ കുടുംബത്തിൽ നീ ഒരു അത്ഭുതമായി മാറുന്നു. ഒരു അസാധാരണമായ അഭിഷേകം സ്വീകരിച്ചോ. നിന്റെ ഉദരത്തിൽ നിന്നൊരു കെട്ടഴിഞ്ഞു മാറുന്ന കാഴ്ച കാണിക്കുന്നു. ദൈവ പ്രവൃത്തി ഇന്ന് രാത്രി നിന്റെ കുടുംബത്തിനകത്ത് ആരംഭിക്കുക. പരിശുദ്ധാത്മാവിനോട് പറയുന്നു, നീ ನನ್ನ ಸಂತೃಪ್ತಿಯು, ನೀ ನನ್ನ ದೇವ, ನೀ ನನ್ನ ರಕ್ಷಕನು, ನೀ ನನ್ನ ವೈದ್ಯನು, നീ ನನ್ನ സംതൃപ്തിയു, നിന്റെ മേലൊരു അഭിഷേകത്തെ പകരുന്നു. നീ ನನ್ನ ದೇವ. ഞാൻ ഈ സമയം നിന്റെ ഉദരത്തിന്റെ ആ പ്രശ്നത്തെ ബ്ലോക്ക് ചെയ്യുന്നു. ആരാധിസുവേ കഴിഞ്ഞ സെക്കൻഡ് വരെ നിന്നിൽ ഉയർന്നു നിന്ന ശക്തി ഈ സമയം അസാധാരണമായി സർവവെന്തു ആരാധിസുവേ പൂർണ്ണ ഹൃദയದಿಂದ, അരസിനിൻ മുഖ ജീവ ಮಾನವಲ್ಲ, ಸೇವೆ ಮಾಡುವೆ ನೀನೆ ಸರ್ವವೆಂದು, ದಾಸನು ಆರಾಧಿಸುವೆ ಪೂರ್ಣ ಹೃದಯದಿಂದ, ಅರಸಿ ನಿಮ್ಮುಖ ಜೀವ ಮಾನವಲ್ಲ, ಸೇವೆ ಮಾಡುವೆ ನೀನೆ ಮಗಳು ಮಗಳು ದೇವ ದಾಸನು ದೇವ ದಾಸನು ದೇವ ದಾಸನು ದಾಸನು ದೇವ കുഞ്ഞുങ്ങളെല്ലാം പ്രാർത്ഥിച്ചു. നാളെ എനിക്ക് സമയം കിട്ടത്തില്ല, അതുകൊണ്ട് ഞാൻ ഈ ശുശ്രൂഷ ഇന്ന് രാത്രി ഇതിനകത്ത് ചെയ്യുന്നത്. ಪ್ರಾರ್ಥಿಸಿರಿ ಪ್ರಾರ್ಥಿಸಿರಿ. ನಾಳೆ ದಿನದಲ್ಲಿ ಸಮಯ ಸಿಗುತ್ತದೋ ಇಲ್ಲವೋ ಗೊತ್ತಿಲ್ಲ. ಪ್ರಾರ್ಥಿಸಿರಿ.
നാളെ ഞാൻ ആത്മീയ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാൻ ഒരുപക്ഷേ എനിക്ക് കഴിഞ്ഞെന്ന് വരത്തില്ല. ಅದೇ ನಾಳೆ ದಿನದಲ್ಲಿ ನಾನು ಆತ್ಮಿಕವಾದ ಸೇವೆಗೆ അതുകൊണ്ട് ಪ್ರವೇಶ ഈ രാത്രി ഞാൻ ആത്മാവിന്റെ ശുശ്രൂഷ ഈ രാത്രി ಆದರೆ ചെയ്യുന്നു. ಇವತ್ತು ನಾನು ಆತ್ಮನ ಯಾವ നിങ്ങൾക്ക് പിടിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ പിടിച്ചെടുത്തോ. ನಿಮಗೆ ಆ ಸಂದೇಶ ಆ ಒಂದು പിടിച്ചെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ പിടിച്ചെടുത്തോ. ಆ ಆಲೋಚನೆಯನ್ನು ಸ್ವೀಕರಿಸಬೇಕು ಅಂತ ಹೇಳಿದ್ರೆ ഈ രാത്രി സഹോദരന്മാരുടെ ഇടയിലേക്ക് ശൈത്യമായി ಅಭಿಷೇಕ ಎಳೆಯಲ್ಪಡಲಿ. Yes. ഇതോ, ഇതോ, തീവിഴിയ, ಒಂದಿಕೊಳ್ಳಿ, തീവിഴിയ, തീവിഴിയ, ಒಂದಿಕೊಳ್ಳಿ, ಒಂದಿಕೊಳ್ಳಿ. തീവിഴിയ. ಬೆಂಕಿ ಹಿಡಿದಿದೆ, ಒಂದಿಕೊಳ್ಳಿ. ಒಂದಿಕೊಳ್ಳಿ, ಒಂದಿಕೊಳ್ಳಿ. ಒಂದಿಕೊಳ್ಳಿರಿ. Yes, 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 yes. അകത്ത് കിടന്ന വായ്ത്തത്തങ്ങൾ ಹೊರಗಡೆ ಇದ್ದಂತ ವಾಗ್ದಾನ ಬರಲಿ, ಬರಲಿ. ಒಂದಿಕೊಳ್ಳಿ, ಒಂದಿಕೊಳ್ಳಿ. സഹോദരന്മാർക്ക് പ്രകടിച്ചു നോക്കാൻ കഴിയാത്ത തീവിഴിയാണ്. ಬೆಂಕಿ ಹಿಡಿದಿದೆ, ಬೆಂಕಿ ಹಿಡಿದಿದೆ. Yes, 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 yes. യെസ്. ಒಂದಿಕೊಳ್ಳಿರಿ. റിസീവ് ചെയ്യാൻ മനസ്സുണ്ടെങ്കിൽ, സ്വീകരിക്കാൻ മനസ്സുണ്ടെങ്കിൽ ಸ್ವೀಕರಿಸೋದಕ್ಕೆ ഈ രാത്രി അഭിഷേകം നിന്നിൽ നിന്ന് കത്താൻ ಅಭಿಷೇಕ പോകുക. ಎಳೆಯಲಿ. അഭി കത്താൻ പോകുക. ಆ ಬೆಂಕಿ ಹಿಡಿದಿದೆ. ചണനൂല് പോലെ, Yes. ചണനൂല് പോലെ ಆ ಒಂದು ಹಗ್ಗದ ಹಾಗೆ നിന്നിൽ ബന്ധിച്ച പാപഭാരം അഴിഞ്ഞു മാറുകയാണ്. ಯೇಸುನಾಮ ನೀಗಲ್ಪಡಲಿ. ബലമില്ലാത്തതുപോലെ Yes. കഴിഞ്ഞ സെക്കൻഡിൽ നിന്നെ ഭരിച്ച രോഗമല്ല വലുത്. ಎಲ್ಲ ರೋಗಗಳು ಬಿಟ್ಟೋಗಲಿ. ഇന്ന് രാത്രിയിൽ അസാധാരണമായ ಅಸಾಧಾರಣವಾದ ಬೆಂಕಿ ಹಿಡಿಯಲಿ. Yes. അഭിഷേകം, ಅಭಿಷೇಕ ಎಳೆಯಲಿ, ಎಳೆಯಲಿ, ಎಳೆಯಲಿ. അഭിഷേകം, ಅಭಿಷೇಕ ಎಳೆಯಲಿ. അഭിഷേകം, ಅಭಿಷೇಕ ಎಳೆಯಲಿ. അഭിഷേകം, ಅಭಿಷೇಕ ಎಳೆಯಲಿ. അഭിഷേകം. ಅಭಿಷೇಕ ಎಳೆಯಲಿ. Yes. എനിക്കറിയാം ഇന്ന് രാത്രിയിൽ പ്രവാചകന്മാരുടെ ഒരു കൂട്ടം എഴുന്നേൽക്കാൻ പോകുന്നു. ಈ ರಾತ್ರಿ ವೇಳೆಯಲ್ಲಿ ಪ್ರವಾದಿಗಳಲ್ಲಿ ಎದ್ದು ಬರುತ್ತಾರೆ. പ്രവാചകന്മാരുടെ ഒരു കൂട്ടം എഴുന്നേൽക്കാൻ പോകുന്നു. ಪ್ರವಾದಿಗಳು ಎದ್ದು ಬರುತ್ತಾರೆ. അകത്ത് കിടന്ന വായ്ത്തത്തങ്ങൾ ഈ രാത്രി പുറത്താകുന്നു. ವಾಗ್ದಾನಗಳೇ ಹೊರಬರಲಿ ಯೇಸು ನಾಮದಲ್ಲಿ. അന്യഭാഷകൾ ലഭിച്ചവർ അന്യഭാഷകളിൽ, ಭಾಷೆಯಲ್ಲಿ ಆರಾಧಿಸುವ. അന്യഭാഷ ലഭിച്ചവർ അന്യഭാഷകളിൽ. ಭಾಷೆಯಲ್ಲಿ ಹೊಂದಿಕೊಂಡಿರುವ ചില മിനിറ്റുകൾ ആരാധിച്ചു തുടങ്ങിക്കോ. ಆರಾಧಿಸಿ, ಆರಾಧಿಸಿ, ചില മിനിറ്റുകൾ ആരാധിച്ചു തുടങ്ങിക്കോ. ಆರಾಧಿಸಿ, ಆರಾಧಿಸಿ. നിന്നിൽ ഒതുക്കപ്പെട്ട ശുശ്രൂഷ, ನಿನ್ನ ಅಲ್ಲಿ ಅಡಗಿರುವಂತ ಸೇವೆ, നിന്നിൽ ഒതുക്കപ്പെട്ട ശുശ്രൂഷ ನಿನ್ನಲ್ಲಿರುವಂತ ಸೇವೆ ഇന്ന് രാത്രി വെളിപ്പെട്ട് വരികയാണ്. ಈ ರಾತ್ರಿ ವೇಳೆಯಲ್ಲಿ ಹೊರಬರಲಿ. യേശുവിന്റെ നാമത്തിൽ അസാധാരണമായ ഒരു അഭിഷേകം, ಅಸಾಧಾರಣ ಅಭಿಷೇಕ ಹೊಂದಿಕೊಳ್ಳಿರಿ. തീയുടെ അഭിഷേകം. കുതിരകൾ കത്തോട്ടെ, കത്തോട്ടെ, ಹೊಂದಿಕೊಳ್ಳಿರಿ. കത്തോട്ടെ, ಹೊಂದಿಕೊಳ್ಳಿರಿ. കത്തോട്ടെ, തീയുടെ ಹೊಂದಿಕೊಳ್ಳಿರಿ. അഭിഷേകം. ಅಭಿಷೇಕ ಎಳೆಯಲ್ಪಡಲಿ. Yes. ಹೊಂದಿಕೊಳ್ಳಿರಿ. Yes, തീയുടെ, ಹೊಂದಿಕೊಳ್ಳಿರಿ. തീയുടെ, Yes, ಬೆಂಕಿ ಎಳೆಯಲಿ. തീയുടെ. അപ്പച്ചന്മാർ കറങ്ങുക, കത്താവ് ಬೆಂಕಿ തീയുടെ ಎಳೆಯಲಿ, ഇടൂ. ಬೆಂಕಿ ಎಳೆಯಲಿ, ಎಳೆಯಲಿ. ഓ, തീയിറങ്ങിയ, പിടിച്ചോ, പിടിച്ചോ, തീയിറങ്ങിയ, ಬೆಂಕಿ ಎಳೆಯಲಿ. തീയിറങ്ങിയ, തീയിറങ്ങിയ, ಬೆಂಕಿ ಎಳೆಯಲಿ. Yes, yes. അസാധാരണമായ വെളിപ്പാടുകൾ, ಅಸಾಧಾರಣವಾದ ಬೆಂಕಿ ಎಳೆಯಲ್ಪಡಲಿ. അസാധാരണമായ വെളിപ്പാടുകൾ ಅಸಾಧಾರಣವಾದ ഈ രാത്രി കൈമാറുകയാണ്. ದೇವರಾತ್ರಿ ಪ್ರಕಟಿಸುತ್ತಿದ್ದಾನೆ. തീയിറങ്ങിയ, തീയിറങ്ങിയ. ಬೆಂಕಿ ಎಳೆಯಲಿ, 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 ಬೆಂಕಿ ಎಳೆಯಲಿ. Yes, ಬೆಂಕಿ ಎಳೆಯಲಿ. Yes. ಬೆಂಕಿ ಎಳೆಯಲಿ, ಬೆಂಕಿ ಎಳೆಯಲಿ. പിടിച്ചോ, തീയിറങ്ങിയ. ഓ, ഓ, ಹೊಂದಿಕೊಳ್ಳಿರಿ. അത് തീയിറങ്ങിയ. ಬೆಂಕಿ നിന്റെ ಎಳೆಯಲಿ, ಬೆಂಕಿ കുടുംബത്തിനകത്ത് തീയിറങ്ങിയ. ಅಧಿಕಾರ ഈ ಇಲ್ಲಿ രാത്രി നിന്റെ കുടുംബത്തിനകത്ത് മേൽ തീയിറങ്ങിയ. ಅಪ್ಪ ಈ ಕುಟುಂಬದ ചില കട്ടുകൾ രാത്രി പരിശുദ്ധാത്മ പൊട്ടിക്കുന്നു. ಪಡಲಿ. ദൈവാത്മാവനോട് പറയുന്നു, ದೇವರಾತ್ಮನ ಕ್ರಿಯೆ ಪ್ರಕಟ ദൈവാത്മാവനോട് പറയുന്നു, ದೇವರಾತ್ಮನ ಕ್ರಿಯೆ ഒരു ಪ್ರಕಟ ആത്മാവിന്റെ തീ നിന്നെ മേൽ വ്യാപരിക്കുക. ಎಳೆಯಲ್ಪಡಲಿ. Come on, come on, come on, come on. Yes, yes, ഈ yes. ശരീരത്തിന്റെ അവകാശം പറയുന്ന ಶರೀರದ ಮೇಲೆ ಎಲ್ಲ ചില ಅವಕಾಶಗಳು. ആത്മമണ്ഡലങ്ങൾ രാത്രി യേശുവിൻ നാമത്തിൽ പൊട്ടിക്കുന്നു. ಸೈತಾನ ಎಲ್ಲ ಕ್ರಿಯೆಗಳು പൊട്ടിക്കുന്നു. ನೀಗಲ್ಪಡಲಿ. പൊട്ടിക്കുന്നു. ഇസ്രായേൽ മേൽ തീയിറങ്ങട്ടെ. ಬೆಂಕಿ ಎಳೆಯಲಿ, തീയിറങ്ങട്ടെ. ಬೆಂಕಿ ಎಳೆಯಲಿ. തീയിറങ്ങട്ടെ. തുടരട്ടെ. യാമേ കർത്താവ് തുടരട്ടെ. ಬೆಂಕಿ യാമേ കർത്താവ് തുടരട്ടെ. ಇವರ ದೇವರ ಮುಟ್ಟಲಿ. സ്പൈനൽ കോഡിലേക്ക് പരിശുദ്ധാത്മാവിന്റെ കരം വയ്ക്കുന്നു. ಕರ್ತನೆ ಇವರ ಎಲ್ಲ സ്പൈനൽ കോഡിലേക്ക് പരിശുദ്ധാത്മാവിന്റെ കരം വയ്ക്കുന്നു. ಸ್ಪೈನಲ್ ಕಾರ್ಡ್ ಅಲ್ಲಿ ಯೇಸು ನಾಮದಲ್ಲಿ ಕರ್ತನೆ നട്ടലിലേക്ക് പരിശുദ്ധാത്മാവിന്റെ കരം വയ്ക്കുന്നു. ಕರ್ತನೆ ಎಲ್ಲ ಈ ರಾತ್ರಿ ಎಲುಬುಗಳ ಮೇಲೆ yes. ದೈವಿಕವಾದ ಶಕ್ತಿ ಇಳಿಯಲ್ಪಡಲಿ ಸ್ವಾಮಿ. കർത്താവ് നിന്നെ തൊടുക. ಕರ್ತನೆ ಈ ಮಗಳನ್ನು ಮುಟ್ಟಲಿ. കർത്താവ് നിന്നെ തൊടുക. ದೇವರು ನಿನ್ನನ್ನು ಮುಟ್ಟುತ್ತಿದ್ದಾನೆ. ದೇವರು ನಿನ್ನನ್ನು ಮುಟ್ಟುತ್ತಿದ್ದಾನೆ. Yes. ಮುಟ್ಟಲಿ ಸ್ವಾಮಿ. ತೊಡಕೆ, Yes. ತೊಡಕೆ. ದೇವರೇವರನ್ನು ಮುಟ್ಟು ಸ್ವಾಮಿ. ದೇವರೇವರನ್ನು ಮುಟ್ಟು ಸ್ವಾಮಿ. ഈ ആണ്ടി ಕರ್ತನೆ ಈ ಆಂಟಿಯ ಮೇಲೆ ഈ രാത്രി കർത്താവ് തൊടുക. ದೇವರೇ ಈ ಆಂಟಿಯನ್ನು ಮುಟ್ಟು ಸ್ವಾಮಿ. വിദേശ യാത്രകളിൽ വന്നുപോയ ചില കെട്ടുകൾ പരിശുദ്ധാത്മാവ് തകർത്ത് മാറ്റണം. ವಿದೇಶದ ಯಾತ್ರೆಗಳ ಮೂಲಕವಾಗಿ ಬಂದಂತ ಎಲ್ಲ ಬಂಧನಗಳ ಯೇಸು ನಾಮದಲ್ಲಿ യൂറോപ്യൻ കൺട്രീസ് പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. യൂറോപ്യൻ രാജ്യം പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. ಯುರೋಪಿನ ದೇಶವನ್ನು ದೇವರು ತೋರಿಸುತ್ತಿದ್ದಾನೆ. നീ ഇപ്പൊ ഒതുക്കപ്പെട്ടവള. ನೀನೀಗ ಅಡಗಿ ಇರುವವಳು. പക്ഷെ പരിശുദ്ധാത്മാവ് നിനക്ക് യാത്രയുടെ വഴി തുറക്കുന്നുണ്ട്. ಆದರೆ ಪರಿಶುದ್ಧಾತ್ಮ ನಿನ್ನ പരിശുദ്ധാത്മാവ് ദൂത് പറയുക. ಪರಿಶುದ್ಧಾತ್ಮನ ಆಲೋಚನೆ ഈ രാത്രി കുടുംബത്തിനകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെട്ടു വരുന്നു. ದೈವಿಕವಾದಂತ ಕ್ರಿಯೆ ಕುಟುಂಬದಲ್ಲಿ ಪ್ರಕಟವಾಗಲಿ. ശരീരത്തിലേക്ക് തീയിറങ്ങിയ. ಶರೀರದ ಮೇಲೆ ಬೆಂಕಿ ಇಳಿಯಲಿ. ഈ ശരീരത്തിലേക്ക് തീയിറങ്ങിയ. ಬೆಂಕಿ ಇಳಿಯಲಿ. ഈ ശരീരത്തിൽ ശ്രമിച്ചോ.
ಮುಟ್ಟೆ ಸ್ವಾಮಿ. ಆರಾಧನೆ ಇಮ್ಮಾನುವೇಲ ನಮ್ಮ ಜೊತೆಯಲ್ಲಿ ದೇವರೇ, ದೈವಿಕವಾದಂತಹ ಅಭಿಷೇಕಗಳಲ್ಲಿ ಸ್ವಾಮಿ, ನಮ್ಮ ಮಧ್ಯದಲ್ಲಿ ವಾಸಿಸುವವರೇ, ನಮ್ಮ ಜೊತೆಯಲ್ಲಿ ಇರುವವರೇ, ನಮ್ಮ ಮಧ್ಯದಲ್ಲಿ മാതാവില്ലാത്തവർക്ക് അനാഥത്വത്തിനപ്പുറം ഒരു ദൈവസ്നേഹം നൽകിയിരുന്നു. ತಂದೆ ತಾಯಿರಲ್ಲಿರುವವರಿಗೆ ದೇವರ ಪ್ರೀತಿಯನ್ನು ತೋರಿಸುವವನಾಗಿದ್ದಾನೆ ಪ್ರಿಯರೇ. ലോകം കൈവിട്ട നിന്നെ കർത്താവ് തിരഞ്ഞെടുക്കുന്നു. ಲೋಕವು ಕೈಬಿಟ್ಟಂತ ನಿನ್ನನ್ನು ನನ್ನ ದೇವರು ಸ್ವೀಕರಿಸುವನಾಗಿದ್ದಾನೆ. കടിക്കുന്ന അഭിഷേകത്തെ പരിശുദ്ധാത്മാവ് പുറത്തെടുക്കുന്നു. ನೀವು ಅಭಿಷೇಕದಲ್ಲಿ ತುಂಬಿರುವುದಾದರೆ ಆ ಅಭಿಷೇಕ ನಿಮ್ಮನ್ನು ಹೊರತರುವಂತದ್ದಾಗಿರುತ್ತದೆ. ദാവീദ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ದಾವೀದನು ಈ ಪ್ರಕಾರವಾಗಿ ಹೇಳಿದನು, എന്നെ അപ്പനും അമ്മയും ഉപേക്ഷിച്ചു കളഞ്ഞു, ನನ್ನನ್ನು ತಂದೆ ತಾಯಿಗಳು ತೊರೆದರೇನು, എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊണ്ടു. ಸೇರಿಸಿಕೊಳ್ಳುವವನಾಗಿದ್ದಾನೆ. യഹോവ എന്നെ ചേർത്തുകൊണ്ടു. ಯೆಹೋವನು ನನ್ನನ್ನು തള്ളി കളഞ്ഞവരുടെ നടുവിൽ നിന്നെ തല ഉയർത്തുന്ന ദൈവം, ತಳ್ಳಿ ಹಾಕಿದವರ ಮಧ್ಯದಲ್ಲಿ ನನ್ನ ತಲೆಯನ್ನು ಎತ್ತುವವನಾಗಿದ್ದಾನೆ. ശത്രുക്കളുടെ മുടുപ്പിൽ മേശ ഒരുക്കുന്ന ദൈവം, ಶತ್ರುಗಳ ಮುಂದೆ ನನ್ನ ದೇವರ ಔತಣವನ್ನು ಸಿದ್ಧಪಡಿಸುತ್ತಾನೆ. ആത്മാവിന്റെ ശക്തി ഈ രാത്രി ഭയങ്കരമായി, ಆತ್ಮನ ಶಕ್ತಿ ಭಯಂಕರವಾಗಿ ಕಾರ್ಯ ಮಾಡಲಿ. ഇസ്രായേൽ മക്കൾ തളർന്നു പോകാതിരിക്കേണ്ടതിന് ಇಸ್ರಾಯೇಲ್ ಜನರು ಯಾವಾಗಲೂ ಸಹ ಕುಂದಿ ಹೋಗದಾಗೆ പകൽ മേഘസ്തംഭമായി, ಹಗಲಿನ ವೇಳೆಯಲ್ಲಿ ಮೇಘ ಸ್ತಂಭವಾಗಿ, രാത്രി അഗ്നി തൂണായി, ರಾತ್ರಿ ವೇಳೆಯಲ್ಲಿ ಅಗ್ನಿ ಸ್ತಂಭವಾಗಿ, ദൈവശക്തി ഇറങ്ങിയതുപോലെ ದೇವರ ಶಕ್ತಿ ಇಳಿದು ಬಂದ ರೀತಿಯಲ್ಲಿ നിന്റെ പ്രശ്നത്തിന്റെ നടുവിൽ ദൈവ സാന്നിധ്യം ഇറങ്ങുകയാണ്. ಸಮಸ್ಯೆಯ ಮಧ್ಯದಲ್ಲಿ ಸಹ ನನ್ನ ದೇವರ ಶಕ್ತಿ ಇಳಿದು ಬರುವಂತದ್ದಾಗಿದೆ. ಸರ್ವಲೋಕವನ್ನು ಆಳುವವರೇ, നിങ്ങൾക്ക് ഉറക്കെ കരയണോ? ನೀವು ഒന്ന് ಜೋರಾಗಿ കരഞ്ഞോ? ಅಳಬೇಕಾ? ಅಳಿರಿ ಅಳಿರಿ. ഉറക്കെ കരയണോ? ഒന്ന് കരഞ്ഞോ? ಜೋರಾಗಿ ಅಳಬೇಕು ಅಂತೇಳಿ ಆಗುದಿಲ್ಲ. ഉറക്കെ വിളിക്കണോ? യേശുവേ എന്ന്? ಯೇಸುವೇ, ഉറക്കെ വിളിച്ചോ? യേശുവേ! ಭಯಂಕರ ದೈವಿಕವಾದ ಸಾನ್ನಿಧ್ಯ ನಮ್ಮ ಮಧ್ಯದಲ್ಲಿ ಚಲಿಸುತ್ತಾ ಇದೆ ಪ್ರಿಯರೇ. ഭയങ്കര ദൈവ സാന്നിധ്യം ഈ രാത്രി ഞാൻ അനുഭവിക്കുകയാണ്. ಭಯಂಕರ ದೈವಿಕವಾದ ಸಾನ್ನಿಧ್ಯ ഈ രാത്രി നിന്നെ വർഷങ്ങളായി കെട്ടിയ കെട്ടുകൾ, ನಿನ್ನ ಮೇಲೆ ಕಟ್ಟಿರುವಂತ ಎಲ್ಲ വർഷങ്ങളായി കെട്ടിയ കെട്ടുകൾ ವರ್ಷಗಳಿಂದ ಕಟ್ಟಿದ ഈ ಕಟ್ಟುಗಳು രാത്രി പരിശുദ്ധ ആത്മാവ് നിസ്വാരം നിമിഷം കൊണ്ട് തകർക്കുകയാണ്. ആരാധനെ ഒരിക്കൽ കൂടെ ഓ ഹല്ലേലൂയ, ശബ്ദം ഉയർത്തി. ഹല്ലേലൂയ, 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 അപ്പനാകണം, കരയുന്ന നേരത്തു അമ്മയാകണം, കടം വരും നേരത്തു അപ്പനാകണം, കരയുന്ന നേരത്തു അമ്മയാകണം.
ഒരു ദൈവ സന്തോഷം നിങ്ങളുടെ മേൽ കർത്താവ് പകരും കേട്ടോ. ನಿಮ್ಮ ಮೇಲೆ ದೈವಿಕವಾದಂತಹ ಸಂತೋಷ ಇದೆ ಪ್ರಿಯರೇ. ചേർന്ന് പറഞ്ഞേ. ನಾವೆಲ್ಲರೂ ಸೇರಿ ಹಾಡುವ ಪ್ರಿಯರೇ. സമർപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ಎಲ್ಲರೂ ಸಮರ್ಪಿಸಿಕೊಂಡು ದೇವರ ಸನ್ನಿಧಿಯಲ್ಲಿ ಹೇಳುವ പുതിയ ദർശനം കണ്ടവേ, ಹೊಸ ದರ್ಶನದೊಂದಿಗೆ കർത്താവ് നിങ്ങളെ ദർശനങ്ങൾ നിറയ്ക്കാൻ തുടങ്ങുന്നു. ಕರ್ತನು ನಿಮ್ಮನ್ನು ದರ್ಶನಗಳಿಂದ ತುಂಬಿಸುವವನಾಗಿರ್ತಾನೆ. കർത്താവ് നിങ്ങളുടെ വ്യാധികൾ സൗഖ്യമാക്കാൻ ಕರ್ತನು തുടങ്ങുന്നു. ನಿಮ್ಮ ಎಲ್ಲ ವ್ಯಾಧಿಗಳನ್ನು കർത്താവ് ನೀಗಿಸುತ್ತಿದ್ದಾನೆ. നിങ്ങളുടെ കടഭാരങ്ങളെ തൊടാൻ ಸಾಲ തുടങ്ങുന്നു. ಬಾಧೆಗಳನ್ನು ನೀಗಿಸುತ್ತಿದ್ದಾನೆ. ഈ രാത്രി യേശുവിൻ നാമത്തിൽ കൽപ്പിക്കുന്നു. ಈ ರಾತ್ರಿ ವೇಳೆಯಲ್ಲಿ ಯೇಸು ನಾಮದಲ್ಲಿ ಕಲ್ಪಿಸುತ್ತಿದ್ದೇನೆ. ഓ, ദൈവാത്മാവിനെ കാണിക്കുന്നു. ഒരു എൻകൗണ്ടർ ദൈവാത്മാവ് ഈ രാത്രി ദൈവ സഭയ്ക്ക് വേണ്ടി ചെയ്യുന്നു. ಈ ರಾತ್ರಿ ವೇಳೆಯಲ್ಲಿ ಈ ಸಭೆಗೋಸ್ಕರವಾಗಿ ನನ್ನ ದೇವರು ಸಂದರ್ಶನವನ್ನು ಕೊಡುವವನಾಗಿರ್ತಾನೆ. ಮುಖಾಮುಖಿ ಸಂದರ್ಶನವಾಗುವ ರೀತಿ നിങ്ങളുടെ ആവശ്യത്തിൽ കർത്താവ് ഇറങ്ങുന്നു. ನಿಮ್ಮ ಅವಶ್ಯಕತೆಗೆ ನನ್ನ ದೇವರು നിങ്ങളുടെ ಸ್ಪಂದಿಸುವ ഭാരത്തിൽ കർത്താവ് ഇറങ്ങുന്നു. ನಿಮ್ಮ ಭಾರಕ್ಕೆ ನನ್ನ ದೇವರು രോഗത്തിന്റെ ಸಂದರ್ಶಿಸುವ നടുവിൽ യേശു ഇറങ്ങുന്നു. ನಿಮ್ಮ ರೋಗಗಳ ಮೇಲೆ ನನ್ನ ದೇವರು ഇനി ಸಂದರ್ಶಿಸುವ. നിങ്ങൾ കണ്ണുനീരിന് നടുവെയല്ല, ನೀವು ಇನ್ನು ಕಣ್ಣೀರಿನ ಮಧ್ಯದಲ್ಲಿ ഇനി ಅಲ್ಲ, നിങ്ങൾ വേദനയുടെ ആഴത്തിൽ ഇറങ്ങത്തില്ല. ಇನ್ನು ನೀವು ಯಾವ ಕಾಲಕ್ಕೂ ವೇದನೆ ഈ രാത്രി യേശുവിന്റെ കാരം ಈ ರಾತ್ರಿ ವೇಳೆ ಯೇಸುವಿನ ಹಸ್ತ നിങ്ങളെ തൊടുന്ന സമയത്ത് ನಿಮ್ಮಲ್ಲಿ ಚಲಿಸುವಂತದಾಗಿರುತ್ತದೆ. അപ്പന്റെ സ്നേഹം എന്താണെന്ന് തിരിച്ചറിയുന്ന, ಅಪ್ಪನ ಪ್ರೀತಿ ಎಂತದು ಅಂತ ಹೇಳಿ ತಿಳಿದುಕೊಳ್ಳುವ ಹಾಗೆ, അമ്മയുടെ കരുതൽ എന്തെന്ന് തിരിച്ചറിയുന്ന ತಾಯಿಯ ಆ ಒಂದು ಅಪ್ಪುಗೆ ಏನು ಅಂತ ಹೇಳಿ ತಿಳಿದುಕೊಳ್ಳುವ ಹಾಗೆ ഒരു ടൈമായി ടൈം മാറുന്നു. ഒരു സമയമായി സമയം മാറുന്നു. ಒಂದು ಸಮೂಹಕ್ಕೆ പിതാവേ, ಒಂದು ಸನ್ನಿಧಾನಕ್ಕೆ ದೇವರ ഈ രാത്രി ഈ ജനത്തെ തൊട്ടാട്ടെ. ಕರ್ತನೆ ರಾತ್ರಿ ವೇಳೆಯಲ್ಲಿ ಜನರನ್ನು ಮುಟ್ಟಿದೆ ಅದಕ್ಕಾಗಿ ಸ್ತೋತ್ರ. ഈ ജനത്തെ കർത്താവ് തൊട്ടാട്ടെ. ಈ ರಾತ್ರಿ ವೇಳೆ ಜನರನ್ನು ಮುಟ್ಟಿದೆ ಅದಕ್ಕಾಗಿ ಸ್ತೋತ್ರ ಅಪ್ಪ. ഒരു ഭാരത്തോടെ അടിയൻ ജനത്തെ ഏൽപ്പിക്കുക. ಒಂದು ಭಾರದೊಂದಿಗೆ ಜನರೆಲ್ಲರೂ ನಿಮ್ಮ ಹಸ್ತದಲ್ಲಿ ಒಪ್ಪಿಸಿಕೊಡುತ್ತಿದ್ದೇನೆ. കർത്താവേ, അടിയൻ അറിയാം ഈ രാത്രി ഒത്തിരി ഭാരം ഈ ജനത്തിനിടയിലുണ്ട്. ಕರ್ತನೆ ಅನೇಕರು ಅನೇಕ ಭಾರದೊಂದಿಗೆ ವೇದನೆಯಲ್ಲಿ ಇದ್ದಾರೆ. കരയുന്ന മാതാവിന്റെയും പിതാവിന്റെയും സഹോദരങ്ങളുടെയും കണ്ണുനീരുകളെ കർത്താവ് തുടച്ചാട്ടെ. ಕರ್ತನೆ ಇಲ್ಲಿ ಯಾರೆಲ್ಲ ಕಣ್ಣೀರಿನಿಂದ ವೇದನೆಯೊಂದಿಗೆ ದುಃಖದೊಂದಿಗೆ ಇದ್ದಾರೋ ಅವರೆಲ್ಲರ ಕಣ್ಣೀರನ್ನು ನೀನು ಒರೆಸು ಸ್ವಾಮಿ. എനിക്കറിയാം യേശു തൊട്ടാൽ സൗഖ്യവാ. ಯೇಸುವೆ ನನಗೆ ಗೊತ್ತುಂಟು, ಯೇಸು ನೀನು ಮುಟ್ಟಿದ್ರೆ ತೊಟ್ಟಾಗ ಸೌಖ್ಯ ಅದ್ಭುತವಾണ്. ಉಂಟಾಗುತ್ತದೆ. ನೀನು ಮುಟ್ಟಿದ್ರೆ ಅದ್ಭುತಗಳು ನಡೆಯುತ್ತದೆ. രാത്രി യേശു തൊട്ടതിനായി സ്തോത്രം. ಕರ್ತನೆ ನೀ ಮುಟ್ಟಿದಕ್ಕಾಗಿ ಸ್ತೋತ್ರ. യേശു തൊട്ടതിനായി സ്തോത്രം. ಯೇಸುವೆ ನೀಲಿದ್ದಂತ ಪ್ರತಿಯೊಬ್ಬನು ಮುಟ್ಟಿದಕ್ಕಾಗಿ ಸ್ತೋತ್ರ. യേശുവിൻ നാമത്തിൽ തന്നെ. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ತಂದೆಯೇ, ആമേൻ. ಆಮೆನ್, ಆಮೆನ್. ഇതാരുടെ കുഞ്ഞാ? ഇതാരുടെ കുഞ്ഞാ? ಇದು ಯಾರ ಮಗು? ಗ್ಲಾಡ್ವಿನ್ ಮತ್ತೆ ಸುನೀತಾ. ദൈവാത്മാവിനോട് പറയുന്ന ഒരു നല്ലൊരു ഇന്റർനാഷണൽ പ്രവാസി. ಅಂದ್ರೆ ಇವಳೊಂದು ಒಳ್ಳೆಯ ಇಂಟರ್ನ್ಯಾಷನಲ್ ಪ್ರವಾದಿ ಆಗಿರುತ್ತಾಳೆ. ಆಮೆನ್. അവൾ ഓടി വന്ന് ആ അഭിഷേകം കൊണ്ട് പിടിച്ചെടുക്കുക. ಒಳ್ಳೆ ಅಭಿಷೇಕದೊಂದಿಗೆ ಈ ಮಗಳು ಹಿಡಿದುಕೊಳ್ಳುತ್ತಾಳೆ. ಆಮೆನ್. പരിശുദ്ധാത്മാവിനോട് പറയുന്നു, പരിശുദ്ധ- നോക്കി നിൽക്കുന്നവരുടെ നടുവിൽ. ನೋಡಿ ನಿಂತವರ ಮಧ್ಯದಲ್ಲಿ. പേരെന്തുവാ? ಜೆನಿತಾ, ಜೆನಿಟಾ. യേശുവിൻ നാമത്തിൽ ഈ കുഞ്ഞിനെ അനുഗ്രഹിക്കുക ഞാൻ. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ಈ ಮಗುವನ್ನು ಆಶೀರ್ಸುತ್ತೇನೆ. ഇവിടെ തലമേലൊരു അനുഗ്രഹം കൈമാറുകയാണ്. ಈ ಮಗಳ ಮೇಲೆ ಒಂದು ದೊಡ್ಡ ಅಭಿಷೇಕ ವರ್ಗಾವಣೆ ಆಗುತ್ತಿದೆ. ಆಮೆನ್. നിങ്ങൾക്കറിയാവോ, ನಿಮಗೆ ಗೊತ್ತುಂಟಾ? ബാല്യത്തിൽ ശമൂവേൽ ബാലൻ പെട്ടകത്തിന്റെ അടുക്കലേക്ക് ഓടി കയറി. ಬಾಲ್ಯದಲ್ಲಿ ಸಮುವೇಲ್ ಬಾಲಕನು ಆ ಮಂಜುಷದ ಹತ್ತಿರ ಹೋಗುತ್ತಾ ಇದ್ದ. എന്തിനാ ഓടി കയറി എന്നറിയാമോ? ಯಾಕೆ ಓಡುತ್ತಾ ಇದ್ದ ಗೊತ್ತುಂಟಾ? എന്തിനാ ഓടി കയറിയേ? ಯಾಕೆ ಓಡುತ್ತಿದ್ದ? ഓടി കയറാൻ ഒരു കാരണം ഉണ്ടായിരുന്നു. ಅಂದ್ರೆ ಹೋಗಿರುವುದಕ್ಕೆ ಒಂದು ಕಾರಣ ಇದೆ. അപ്പനും അമ്മയും അവനെ കൊണ്ടാക്കിയത് ദൈവ സാന്നിധ്യത്തിനാണ്. ಅಂದ್ರೆ ತಂದೆ ತಾಯಿ ಅವನನ್ನು ಹೊತ್ತುಕೊಂಡು ಹಾಕಿದ್ದು ದೇವರ ಸಾನ್ನಿಧ್ಯಕ್ಕೆ. അവനറിയാം ഞാൻ അങ്ങ് പുറത്ത് കിടക്കേണ്ടവനല്ല, പുരോഹിതനെ പോലും അകത്ത് കയറാൻ പറ്റാത്തടത്ത് ഞാൻ കയറി കിടക്കും. ಅಂದ್ರೆ ಅವನಿಗೆ ಗೊತ್ತಿತ್ತು, ನಾ ಹೊರಗಡೆ ಇರುವವನಲ್ಲ, ನಾನು ಯಾವ ರೀತಿಯಲ್ಲಿ ಯಾಜಕನು ಇದ್ದನು ಅದೇ ಪ್ರಕಾರವಾಗಿ ಒಳಗಡೆ ಇರುವವನು ಅಂತ ಹೇಳಿ. അപ്പനും അമ്മയും താഴെ നിന്നെടുത്ത് മോൾ ഇങ്ങോട്ട് കയറി വന്നെങ്കിൽ, ಅಂದ್ರೆ ತಂದೆ ತಾಯಿ ಕೆಳಗಡೆ ಇರುವಾಗ ಮಗಳಲ್ಲಿ ಮೇಲಕ್ಕೆ ಬಂದಿರುವುದಾದರೆ, നിങ്ങൾ എഴുതി വെച്ചോ, നിങ്ങളുടെ കുടുംബത്തിന്റെ കണ്ണുനീർ തുളയ്ക്കുന്നത് അവളായിരിക്കും. ಅಂದ್ರೆ ನಿಮ್ಮ ಕುಟುಂಬದಲ್ಲಿ നിങ്ങളുടെ കുടുംബത്തെ തൊടുമെന്ന് ಪರಿಶುದ್ಧಾತ್ಮನು ನಿಮ್ಮ ಕಣ್ಣೀರನ್ನು ಒರೆಸುವವನಾಗಿರ್ತಾನೆ. ഞാൻ പറഞ്ഞ സന്ദർശനം ഇന്ന് രാത്രി ഈ കുടുംബത്തിനകത്ത് സംഭവിക്കുക. ಅಂದ್ರೆ ನಾನು ಹೇಳುತ್ತಿರುವಂತ ಒಂದೊಂದು ಮಾತು ಈ ಕುಟುಂಬದಲ್ಲಿ ಸಂಭವಿಸಲಿ. ಆಮೆನ್. എനിക്ക് ഇങ്ങനെ നിൽക്കണമെന്ന് ആഗ്രഹമുണ്ട്. ನನಗೆ ಇದೇ ಪ್ರಕಾರ ನಿಲ್ಲಬೇಕು ಅಂತ ಹೇಳಿ ಆಸೆ. എനിക്ക് വിഷമം തോന്നുക. ಆದ್ರೆ ನಿಮಗಿಂತಲೂ ನನಗೆ ಬಹಳ ವೇದನೆ. എന്നെക്കാളും നിങ്ങൾ രാവിലെ മുതലേ ഇവിടെ ഇരിക്കുകയാണ്. ಯಾಕೆಂದ್ರೆ ಬೆಳಗ್ಗಿಂದಲೇ ನೀವು ಇಲ್ಲಿದ್ದೀರಾ. ಹಲ್ಲೆಲೂಯಾ.
ഒരു ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ കർത്താവ് നിങ്ങളുടെ കുടുംബത്തിനകത്ത് നൽകാൻ പോകും. ಅಂದ್ರೆ ಆರ್ಥಿಕ ಸಮಸ್ಯೆಯನ್ನು ಯಾರೆಲ್ಲ ಅನುಭವಿಸುತ್ತಾ ಇದ್ದೀರೋ നിങ്ങൾക്ക് ഉറപ്പുണ്ടോ നിങ്ങൾ കരഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് പോകത്തില്ലെന്ന്? ನೀವು ಇನ್ನು ಅಳುತ್ತಾ ಮನೆಗೆ ಹೋಗುವುದಿಲ್ಲ. ಆಮೆನ್. ഒരുപക്ഷെ നിങ്ങൾ ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇവിടെ വീടൊക്കെ വിട്ടേച്ച് അല്പസമയമൊക്കെ വന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇതെന്നും വരുന്നത് കൊണ്ട് ചിലരെങ്കിലുമൊക്കെ പറയുന്നുണ്ടാകും, എന്തിനാണ് നീ വരുന്നേ, എന്തിനാ വരുന്നേ? ಅಂದ್ರೆ ನೀವು ಇಲ್ಲಿ ಪ್ರಾರ್ಥನೆಗೋಸ್ಕರವಾಗಿ ಮನೆಯನ್ನೆಲ್ಲ ಬಿಟ್ಟು ಬರ್ಬೇಕಾದ್ರೆ ಅನೇಕ ನಮಗೆ ಕೇಳಿರ್ಬೋದು, ಯಾಕೆ ನೀ ಅಲ್ಲಿ ಹೋಗ್ತಾ ಇದೆ, ಏನು ವಿಷಯ, ಯಾಕೆ ಹೋಗ್ತಾ ಇದೆಯಾ ಅಂತ ಅನೇಕ ನನ್ನ ಕೇಳ್ತಾ ಇರಬಹುದು. പ്രിയ പിതാവേ, പ്രിയ സ്നേഹിതരെ, ഞാൻ നിങ്ങളെ ബഹുമാനിക്കുന്നു. ಅಂದ್ರೆ ಪ್ರಿಯ ತಂದೆಯಂದಿರೇ, ಸ್ನೇಹಿತರೆ, ನಾನು ನಿಮ್ಮೆಲ್ಲರೂ ನನ್ನ ಬಹುಮಾನಿಸುತ್ತೇನೆ. ഞാൻ നിങ്ങളെ ബഹുമാനിക്കുന്നു. ನಾನು ನಿಮ್ಮನ್ನು പക്ഷേ ಬಹುಮಾನಿಸುತ್ತೇನೆ. ക്രിസ്തു നിങ്ങളെ സ്നേഹിക്കുന്നു. ಆದರೆ ಕ್ರಿಸ್ತನು ನಿಮ್ಮನ್ನು ಪ್ರೀತಿಸುತ್ತಾ ಇದ್ದಾನೆ. ഞാൻ നിങ്ങൾക്ക് അർഹതയുള്ള ബഹുമാനം തരുന്നു. ಅಂದ್ರೆ ನಿಮಗೆ ನೀವು ಅರ್ಹತೆ ಅಂದ್ರೆ ಯೋಗ್ಯತೆಗೆ ಅರ್ಹತೆಗೆ ಆದಂತ ಬಹುಮಾನವನ್ನು ನಾನು ನಿಮಗೆ ಕೊಡಲು ಇಷ್ಟಪಡುತ್ತೇನೆ. ക്രിസ്തു നിങ്ങളുടെ വീട്ടിനകത്ത് ഇറങ്ങുന്നു. ಆದರೆ ಕ್ರಿಸ್ತನು ನೀವು ಬಿಟ್ಟು ಬಂದಿರುವಂತಹ ಮನೆಗಳಲ್ಲಿ ನನ್ನ ದೇವರು ಹಿಡಿದು ಬರುವವನಾಗಿರುತ್ತಾನೆ. നിങ്ങൾ വീടുകളിൽ ചെന്നിട്ട് ഉറങ്ങാൻ പോലും പറ്റാത്ത ഒരു ദൈവ സാന്നിധ്യം ഇതിനകത്ത് ഇറങ്ങുന്നു. ಅಂದ್ರೆ ಈ ರಾತ್ರಿ ವೇಳೆಯಲ್ಲಿ ಮನೆಗೆ ಹೋಗಿ ಮಲಗಲು ಸಾಧ್ಯವಿಲ್ಲದಂತ ದೈವಿಕವಾದಂತಹ ಸಾನ್ನಿಧ್ಯವನ್ನು ನೀವು ಅನುಭವಿಸುತ್ತೀರಿ. നാളെ ഇതിനകത്ത് വരുമ്പോ, ನಾಳೆ ದಿನದಲ್ಲಿ ಇದರ ಒಳಗಡೆ ಬರುವಾಗ നിങ്ങളുടെ അഭിഷേകത്തിന് ഇതിനകത്ത് ഉണ്ടാവും. ಅನೇಕ ಅಭಿಷಿಕ್ತರು ಇಲ್ಲಿ നിങ്ങളുടെ അഭിഷേകത്തിന് ഇതിനകത്ത് ഉണ്ടാവും. ಕ್ಷಮಿಸಿರಿ, ನಿಮ್ಮ ಅಭಿಷಿಕ್ತರು ಇಲ್ಲಿ ಇರ್ತಾರೆ. അഭിഷേകത്തിന്റെ അടുക്കൽ പറയണം, ಅಭಿಷಿಕ್ತರ ಹತ್ರ ಹೇಳಬೇಕು, ഞാൻ പ്രാർത്ഥിക്കാൻ തയ്യാറാണ്. ನಾನು ಪ್ರಾರ್ಥನೆ ಮಾಡೋದಕ್ಕೆ ತಯಾರಾಗಿದ್ದೇನೆ. പറയണം, ಹೇಳ್ಬೇಕು. അങ്ങനെ പറയാൻ ദൈവം നിയോഗിക്കുന്ന ചിലരുണ്ടാകും. അതിന്റെ തെളിവ് ഞാൻ ഇന്ന് രാത്രി പറയാം. ಅಂದ್ರೆ ಆ ರೀತಿಯಲ್ಲಿ ಮಾಡಬೇಕು ಅಂತ ಪ್ರೇರೇಪಣೆ ನಿಮ್ಮ ಒಳಗಡೆ ಬರ್ತದೆ. ഈ മണിക്കൂറുകൾ കഴിഞ്ഞ് നിങ്ങൾ വീട്ടിലേക്ക് പോയാലും ഈ സാന്നിധ്യം നിങ്ങൾ വിട്ടുമാറത്തില്ല. ಅಂದ್ರೆ ನೀವು ಈ ಒಂದು ಕೂಟವನ್ನು ಮುಗಿಸಿ ನೀವು ಮನೆಗೆ ಹೋದಾಗಲೂ ಸಹ ದೈವಿಕವಾದಂತಹ ಸಾನ್ನಿಧ್ಯ ನಿಮ್ಮನ್ನು ಬಿಟ್ಟು ಹೋಗುವುದಿಲ್ಲ. എല്ലാവരുടെ മുഖം ഞാനിപ്പോ ചിരിച്ചു കാണുകയാണ്. ನಿಮ್ಮ ಮುಖದಲ್ಲೆಲ್ಲ ನಗು ಇರಬಹುದು, ನಿಮ್ಮನ್ನ ನಗಾಡಿಸುತ್ತಾ ಇರಬಹುದು. നിങ്ങളിൽ ഞാനൊരു സന്തോഷം കാണുന്നു. ನಿಮ್ಮಲ್ಲಿ ನಾನು ಒಂದು ಸಂತೋಷವನ್ನು ಕಾಣ್ತಾ ഈ ಇದ್ದೇನೆ. സന്തോഷം നിങ്ങളുടെ ജീവിതത്തിന്റെ അവസാനം വരെ നിൽക്കേണ്ടതിന് ನಿಮ್ಮ ಸಂತೋಷವು ಜೀವಿತದ ಕೊನೆಯವರೆಗೂ ദൈവം നിങ്ങളെ ഇന്ന് രാത്രി സഹായിക്കാൻ പോവുക. ದೇವರಿ ರಾತ್ರಿ ವೇಳೆಯಲ್ಲಿ ನಿಮಗೆ ಸಹಾಯ ಮಾಡಿ. വിശ്വസിക്കുന്നവർ കാരം തട്ടി കർത്താവിന് ആരാധന കൊടുത്തേ. ನಮ್ಮವರು ಕರಗಳನ್ನು ತಟ್ಟಿ ದೇವರಿಗೆ ಸ್ತೋತ್ರವನ್ನು കാരം തട്ടി ಸಲ್ಲಿಸುವ. കർത്താവിന് ആരാധന കൊടുത്തേ. ಕರಗಳನ್ನು ತಟ್ಟಿ ದೇವರಿಗೆ ಸ್ತೋತ್ರವನ್ನು ಸಲ್ಲಿಸುವ. ಹಲ್ಲೆಲೂಯಾ. എല്ലാ കരങ്ങളും അടിച്ചു, എല്ലാ കരങ്ങളും അടിച്ചു. ശക്തിയോടെ കർത്താവിന് ആരാധന കൊടുത്തേ. ഹല്ലേലൂയ. ಆಮೆನ್.